നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ സെഷനിൽ നമുക്ക് സ്പീക്കേഴ്സായിട്ടും പാനലിസ്റ്റായിട്ടും ഒരുപാട് വിദഗ്ധരുണ്ട്. അവരെ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അവരവരുടെ സീറ്റുകൾ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോഷകാഹാര സുരക്ഷയിൽ ചെറുധാന്യങ്ങളുടെയും മറ്റനുബന്ധ വിളകളുടെയും പങ്ക് എന്നുള്ള വിഷയത്തിൽ നടക്കുന്ന ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് ഡോക്ടർ ഇ.ഡി. ഇസ്രായേൽ ഒളിവർ കിങ്. പ്ലീസ്. സ്പീക്കേഴ്സ് ഡോക്ടർ എൻ അനിൽകുമാർ, ഡോക്ടർ ഉമാകാന്ത് A.V. He has joined online. Welcome, sir. Dr. P. Rajashekar, Dr. Suresh Dilip Rao Sakre, Dr. Sri Lakshmi, she has joined online. Dr. V. Balakrishnan, Dr. Megha, Dr. K.U.K. Namrati, Dr. C. Anil Kumar, Dr. M.K. Retish Narayanan, Sri Rishi Joseph Forest Initiative, Srimati Minimol Kashi, Sri Krishna Das, Seed Care, Sri Balan Paramula, Sri Jos Thayil, Sri George, Sri Gilchan Gopi, V.V. Shivan, Sri V.K. Krishnan, Seed Care. വെണ്ട വിത്തുത്സവം 2023 രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ സെമിനാർ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. പോഷകാഹാര സുരക്ഷയിൽ ചെറുധാന്യങ്ങളുടെയും മറ്റ് അനുബന്ധ വിളകളുടെയും പങ്ക് എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം. So we are starting seminar 2 session of Wayanad Community Seed Fest. The topic is role of millets and underutilized crops in nutrition sector. The session will be chaired by Dr. E.D. Israel Oliver King, Director Biodiversity, MS Wayanad Research Foundation. King ചെറുധാന്യങ്ങളിൽ ഗവേഷണ പരിപാലന പരിചയമുള്ള സസ്യശാസ്ത്രജ്ഞനാണ്. കാർഷിക ജൈവവൈവിധ്യ പരിപാലനം, സുസ്ഥിര വികസനം, മൂല്യവർദ്ധിത വസ്തുക്കളുടെ പങ്കാളിത്ത വികസനം എന്നിവയെല്ലാം 25 വർഷത്തിലേറെ പരിചയമുള്ള ആളാണ്. ഈ സെഷന്റെ അധ്യക്ഷ പദത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. We welcome Dr. E.D. Israel working. അനിൽ കുമാർ, MS സ്വാമിനാഥൻ ഗവേഷണ കീഴിലുള്ള ഈ സെന്ററിന്റെ ഡയറക്ടർ, MSSRF-ന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ജൈവവൈവിധ്യ പ്രദേശങ്ങളിലുള്ള സുസ്ഥിര സസ്യജനിത കൃഷി ഉപഭോഗം എന്നിവയെ സമന്വയിപ്പിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുഖ്യധാരയിൽ 30-ലേറെ വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. We welcome Dr. N. Anil Kumar, Executive Director, MSSRF. Dr. Umakant A.V., Indian Institute of Millet Research Principal Scientist ആണ്. ജനിതക സസ്യ പ്രജനന ശാസ്ത്രജ്ഞൻ. ചെറുധാന്യങ്ങൾ ചോളം സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ ഏകോപനം വഹിക്കുന്നയാളാണ്. അദ്ദേഹം കേന്ദ്ര കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സ്വീറ്റ് ആൻഡ് ഹൈ ബയോമാസ് സോർഗം ആൻഡ് ബയോഫ്യൂൽ റിസർച്ച് നേടിയിട്ടുണ്ട്.
We welcome you, sir, for the Thank you. online. Thank you, sir. Dr. P. Rajashekharan, Indian Institute of Horticultural Research, Bangalore, Principal Scientist. സസ്യജനിതക വിഭവങ്ങളുടെ പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന വിദഗ്ധരാണ്. ഈ ഇനങ്ങളുടെ ക്രയോ പ്രിസർവേഷൻ പ്രോട്ടോകോളുകൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ്. വയനാട് ഉത്സവത്തിന്റെ തുടക്കം മുതലുള്ള ഒരു സഹയാത്രികനും കൂടിയാണ് അദ്ദേഹം. ചെയ്യുന്നു. വെൽക്കം രാജശേഖരൻ, Principal Scientist, IHR Bangalore. Dr. Suresh Giri Prabhu, Mysore Technological Research Institute, Principal Scientist ആണ്. And നിങ്ങളുടെ ബില്ലിംഗ് ടെക്നോളജി, ലിങ്കിംഗ് ടെക്നോളജീസ് സമ്പുഷ്ടീകരണം മേഖലയിൽ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ഗോതമ്പ് മില്ലിംഗ് ടെക്നോളജി, ഗ്രെയിൻ ഫ്രാക്ടറേഷൻ തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ വിദഗ്ധനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. We welcome you, sir. Dr. Sri Lakshmi, കാർഷിക സർവകലാശാല പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. അട്ടപ്പാടിയിലെ ആദിവാസി കർഷകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടികൾ. അട്ടപ്പാടിയിലെ ഗോത്രവർഗ കർഷകർക്ക് സാങ്കേതിക വിദ്യകൾ വ്യാപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ്. We welcome Dr. Sri Lakshmi. She has joined online. Thank you. വി ബാലകൃഷ്ണൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ മുൻ സെക്രട്ടറി, MS സ്വാമിനാഥൻ ഗവേഷണ സാമൂഹിക കാർഷിക ജൈവ കേന്ദ്രം മുൻ മേധാവി. വയനാട്ടിലെ പരമ്പരാഗത കിഴങ്ങുവർഗ വിളകളുടെ ജൈവ വിജ്ഞാനീയത്തിൽ പരിചയം, വൈവിധ്യ സംരക്ഷണം, ഗ്രാമീണ വികസനം, സുസ്ഥിര ജൈവ വൈവിധ്യം എന്നീ മേഖലകൾ വിപുലമായ പ്രവർത്തന പരിചയം. നിലവിൽ കേരള DYSP-ആണ്. അദ്ദേഹത്തെയും സ്നേഹം ചേർന്നു. Welcome Dr. P. Balakrishnan. Dr. Megh, Bangalore Transdisciplinary University Center for Ayurveda Biology and Holistic Nutrition Associate Professor, Biochemistry and Structural Biology with പോഷകാഹാര സംബന്ധമായ മേഖലയിൽ സജീവ ഗവേഷണം നടത്തുന്നയാള്. പരമ്പരാഗത ഭക്ഷ്യവിജ്ഞാനത്തെ ആധുനിക സയൻസുമായി, ബയോകെമിസ്ട്രിയുമായി എങ്ങനെ സംയോജിക്കാമെന്ന് തിരിച്ചറിയുന്നതിൽ ഗവേഷണം നടത്തുന്നു. ഡോക്ടർ മേഘയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിൽ പാനൽ ഡിസ്കഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് UK നമ്പൂതിരി, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറും MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ബയോഡൈവേഴ്സിറ്റി സെന്റർ മേധാവിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UK നമ്പൂതിരി, ഫോമർ ഡയറക്ടർ CPCRI and former director CABC MSSRF. Dr. C. Anil Kumar, Principal Scientist and Head Conservation Division, Jawaharlal Nehru Tropical Botanic Garden and Research Institute. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Dr. M. K. Retish Narayanan, Assistant Professor, Department of Botany, Wayanad College. ഇവിടെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ ശാസ്ത്രജ്ഞനായിരുന്നു. ഇവിടെ കിഴങ്ങുവർഗങ്ങളുടെയും എല്ലാം ഗവേഷണത്തിൽ പരിചയമുണ്ട്. ഈ വയനാടിന്റെ ഫ്ലോറ, അതായത് സസ്യവൈവിധ്യം മുഴുവൻ രേഖപ്പെടുത്തിയ ആണ്. സ്വാഗതം ചെയ്യുന്നു. ശ്രീ റെജി ജോസഫ്, ഫുഡ് ഫോർ ഇനീഷ്യേറ്റീവ്, സ്വാഗതം ചെയ്യുന്നു. മില്ലറ്റ് കൃഷി, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന ശ്രീ ബാലൻ നെല്ലിക്കൽ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. മറയൂർ താഴെക്കടി ചെറുധാന്യ ഗ്രൂപ്പിലെ ശ്രീ മിനിമോൾ കാശി സ്വാഗതം ചെയ്യുന്നു. PK കൃഷ്ണദാസേട്ടൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഗതം ചെയ്യുന്നു. ബാലൻ പാറമൂല, ജില്ലാവാസി വികസന പ്രവർത്തക സമിതിയുടെയും മുഖ്യ പ്രവർത്തകരാണ്. സ്വാഗതം ചെയ്യുന്നു. സർവീസ് സൊസൈറ്റി ചെയർമാനാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോർജ് നടത്തുന്നുണ്ട്. സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗിരിജൻ ഗോപി, സീനിയർ ഡെവലപ്മെന്റ് കോർഡിനേറ്റർ, MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ. സ്വാഗതം ചെയ്യുന്നു. വി ശിവൻ പ്രതീക്ഷിക്കുന്നു. UK കൃഷ്ണൻ, സീറ്റ് കെയറിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സെഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സെഷന്റെ
അധ്യക്ഷന്മാരായി ഡോക്ടർ ഇസ്രായേൽ ഇലക്ഷൻ. Thank you, Rajesh. Respected speakers on the dais and panelists and partners, scientists, leaders, and good morning and all. This is a very important day as a part of this program. And today is a more special day because we are talking about the role of millets in more important part of Kerala, because that Kerala is one state where they are actually looking for millets. And there are many states people have been growing and cultivating and coming. And in case of Kerala, it is actually hunting for millets and wants to mainstream, if possible, the chain. So there are many people on board today. They will talk about not only millets, but also include other nutrient crops in our food system. Globally, now we are talking about forgotten foods. Recently, the GFAR, FAO, Food and Agriculture Organization, and the GFAR, we have come with the global manifesto for forgotten foods, and we have the Asian also, and in India now we are having a consultation across the country, the local consultation, because it should be a bottom-up approach. So SRF is part of the preparation of national so on. So in this context, we have been facing global twin issues. One is the climate risk, the other one is the nutrition poverty. So people see that millet as a strategy to address nutrition poverty, one end. On the other side, millet being a climate resilient crop can be promoted in many locations. And I see that the potential in Kerala too. I understand the Palakkad talked about some locations where people have suitable terrain for cultivation of millets. There's one angle we can also definitely discuss. The other aspect of it, the ethnic groups, ethnic communities, they may be conventionally cultivating and consuming millets. So how we can take up millets to those communities. Third aspect could be how we can mainstream millet in the value chain, particularly in the developed value chain. So these are the three angles where we can. The other aspect is that along with co-existing crops, pulses, oil seeds, even yams and other underutilized species. So this is gaining a momentum, and India also, this is very, very pertinent issue, and today we will discuss on that. I will maybe in 2 minutes, I will quickly go through few of the slides. I will not get into the more detailed slides. Maybe at the end of the day, end of the session, I will come back again. If you look at just to next slide. Today, this year is the International Year of Millets, and the United Nations, they have declared 2023 as an International Year of Millets. And for some people who doesn't know much on millets, probably we are the one global leader in terms of millet export. And across India, there are 15 types of millet, 9 species of millets are growing. Look at sorghum, pearl millet, pink millet, and also there are other little millet, Italian food, so foxtail. There are many other species of millets have been grown by the community. And these are the ancient crops, and mostly preferred staple food crop by the tribal and the vulnerable groups in the market communities. If you look at these are the two crops, particularly in the western part of India, sorghum and pearl millet, or by and large it is grown. And in case of minor millet, foxtail millet, in Kerala, it is called as muthari. And I understand that sorghum and muthari is largely grown in Kerala. Historically, they have been growing, not other millets. So we have foxtail millet and little millet. And also in India, we cultivate cocoa millet
and barnyard millet. These are the millets. People also call it as a minor millet. In terms of scale, there are in terms of scale of cultivation, sorghum and whole wheat are grown largely. In case of other minor millets, millets are grown as in different states. Why millet? There are twin issues that we discussed, that we learned about it. One is the climate, definitely. Yes. The other aspect is nutrient. Always this for diabetic uh, management of lifestyle diseases, and because it has got different nutrient properties, particularly calcium, iron, folic acid, and fiber. This is low glycemic index food. There are 20 different types of amino acids that is good for human health. So that millet is pitched as a next one. You see this quickly compared to rice and wheat and maize. These are the three crops globally grown in large scale and consumed large scale. When you compare these three, the upper three, rice and wheat and maize, the finger millet and other minor millets are rich in fiber and lesser in terms of carbohydrate and rich in calcium, ferrous, and other 20 different kinds of amino acids. So it has a comparative advantage of consuming it in terms of nutritive values. And besides that, it has got a climate resilient property. And then it is also helpful for farmers. If you look at the slide, and when millets are grown in tips, it reduces the cost of cultivation in terms of usage in terms of fertilizer. It's a climate resilient crop, low storage waste, and then it also helps in terms of it is good for farmer, good for earth, good for human being in terms of health. So these are the multiple benefits that we get from the millets. And also, historically, from India, millets are actually exported for feed. Many of the countries abroad is good as a feed stock for the food security. So it gives for the farmers, the food security, income security, environmental security, the health security, for the, not only for the farmer, by and large for it. So I can stop here. If you look at this particular slide, this millet map of India, if you look at Kerala, and you see that the sorghum and the millet is figured out. Today we will have in the conversation the participation from Tapadi region also. They are having of millets, particularly in the finger millet and the seeds also. So we probably think about what could be the better way of actually taking millets in Kerala context. It is a pathway or a conversion pathway or a value development pathway. So, I stop here. Maybe I will come back later. I will pass on to Mr. Rajesh. Yeah. ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഏകദേശം ഒരു രൂപമാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ പോയിന്റ് കാലാവസ്ഥാ വ്യതിയാനം ഈ ധാരണയോടെ എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാന സംബന്ധിച്ചുള്ള രീതി. രണ്ട്, ഇത് കൃഷി ചെയ്തു വരുന്ന ആദിവാസി വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പങ്ക് എന്താണ്. മൂന്ന്, അണ്ടർയൂട്ടിലൈസ്ഡ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അതായത് കാര്യമായി ഉപയോഗിക്കപ്പെടാത്ത അപകടപ്പെട്ട എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കൂടുതലും ധാന്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്, ഗോതമ്പ്, നെല്ല്, അല്ലാതെ ഉപയോഗിച്ച് ങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇതുകൊണ്ട് പോഷക സമ്പുഷ്ട നമ്മുടെ ഭക്ഷ്യ ഉറപ്പാക്കുന്നതാണ് നമ്മുടെ ചർച്ചയിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുവരാൻ
So, thank you, Jagdish. And now I invite Dr. Anil Kumar, needless to introduce here, former Executive Director of MS Swaminathan Research Foundation and the Director of Biodiversity Program of he will speak after Dr. Uma Kant. He is a principal scientist, Indian Institute of Millet Research, IAMR. The foundation has been working with the IAMR for a very long time. We have been associated with the NAS of and also we have worked in the tribal plant project with the IAMR. Now I invite Dr. Uma Khan, who is the leader and principal scientist in TAR IAMR Hyderabad. Dr. Uma Khan, over to you. Yeah, thank you, sir. Thank you so much. Yeah, can you hear me? Am I audible? You are audible, sir. Very short. Yeah, well, the topic given to me is millets for health and nutrition. So I am a principal scientist at IIMR and I'm basically a plant breeder. So my job has been made easy. The earlier speaker has covered most of the important aspects, but yeah, I'll just quickly run through. This is the outline of my presentation, little bit of introduction on millets and then the nutritional composition, then what are the health benefits and what challenges are there in millet cultivation and what is the way out. So millets, I think earlier speaker has already exposed you to this, this topic. Millets are nothing but these are the small seeded crops, basically from the grass family that are hardy and well suited to the arid and semi-arid environments. And since time immemorial, millets are the oldest crops which are known to humans for food. And these are the first crops to be domesticated for both production and then consumption. So in India, we are producing around 17 million tons from 13 million hectares area. And millets form an important component of the dryland ecosystems. And most important is the hill and tribal agriculture. And they contribute to the food and nutritional security of these disadvantaged regions. So compared to other crops, they require very much less water, they mature early, and the rainfall 200 to 600 mm, they can be quite easily grown. So these are climate resilient in the sense that we are anticipating, or rather we are experiencing the climate change. Temperatures are rising, then atmospheric carbon dioxide levels are rising. So these crops are well suited to the extremes of weather. So, and also these are well suited to the contingency plantings. Whenever there is extreme drought, millets are the crops which will be standing till the end. Other crops will wither away, but millets will be standing. So these plants have the C4 anatomy in the sense that they are highly photosynthetic efficiency because of the Kranz anatomy there. And then they have the unique nutritional properties, that is the high fiber, and they have the quality protein and mineral composition. So we have in IAMR at the moment, we are handling 8 millets. And these are the other 3 millets which we'll be shortly initiating work on. That is brown top millet and teff and fonio. So here you can see the water requirement of millets compared to rice and sugarcane. Rice and sugarcane more than 1000. Rice is more than 1000 millimeters, whereas sugarcane more than 2000. Whereas the important millets like pearl millet, sorghum, and ragi, they need just less than 500 mm of water. So these are the vernacular names. I can just skip it. So millets, actually, these are the ideal crops for diversification. So in India, almost 60% of the area is rain-fed. And this is definitely prone to the climate change impact. And here millets come to a rescue. They actually are suited to a wide range of environmental conditions and they can withstand the climatic stresses. So these are nutrient-dense crops and they need very less external inputs for the cultivation. So millets are also an important source of fodder. So in India, these are the major sources of green and dry fodder supply, and the supply becomes important during the lean periods, that is the winter and summer months. So almost 20 to 60% of dry fodder supply in India, it comes from two crops, that is the sorghum and then bajra. Ragi and barnyard millet, they possess high palatability and they can be utilized for making the hay and silage. And proso millet green plants are good fodders for both cattle and equines. So you all must be aware of the Napier Bajra hybrid, which is an interspecific hybrid between Pennisetum glaucum and Pennisetum purpureum.
And this is a familiar hybrid or a forage hybrid with all the dairy farmers in India. And this is grown across India. And this has the highest biomass production per day compared to other crops. And this is followed both by forage sorghum and then bajra. So millets have so many uses. And for example, if you take sweet sorghum, which is one of the millets, so it has, 5 Fs. It is grown for food, feed, fodder, fiber, and fuel. So why millets are recommended as food? So these, as you are aware, these are smart foods, and the government, through a gazette in 2018, it has renamed these millets as nutri-cereals, mainly to emphasize their role in conferring the nutritional security. And they are very good sources of nutrients and minerals. They are rich in fiber and all the important elements. And this dietary fiber, it consists both the soluble and insoluble forms. And millets also, they consist of the phytosterols and phytochemicals like flavonoids, which have antioxidants, high levels of antioxidants. And they have this anti-inflammatory, anti-allergic, anti-carcinogenic, anti-hypertensive, all these properties these millets are having. So carbohydrates are complex, and the release of glucose is slow. That is why it regulates the sugar levels. So millets are basically gluten-free compared to wheat and barley, and very good for celiac patients. So the foods from millets have low to medium glycemic index and load. So definitely they are recommended for people suffering with type 2 diabetes. So these are also very good for tackling the cardiovascular diseases and hypertension. And millet-based foods, it will lead to lower incidence of colon cancer. So this International Year of Millets, already earlier speaker has spoken on that. And then this International Year of Millets it's definitely going to popularize the millets cultivation across the globe. And this is definitely going to help in achieving the United Nations Sustainable Development Goals. And basically the SDG 2, that is the Sustainable Development Goal 2, which deals with the zero hunger, and also SDG 3, which deals with good health and well-being. So nutritional composition of millets: proso millet, it has the high protein, and then foxtail millet also. Then whereas bajra, it is rich in iron and zinc and calcium. It is very rich in ragi. It is very rich in calcium. Here you can see the nutritional composition. Already the earlier speaker has shown. Just you can quickly run through. Protein highest in proso and foxtail millets, and pearl millet has the highest fat content, 5.43 grams per 100 grams of edible portion, followed by foxtail. Then the dietary fiber, barnyard millets, it has the highest dietary fiber, 12.6, followed by pearl millet and finger millet. And ragi, of course, very good for calcium. And then the other minerals, you can see vitamins and minerals. Compared to rice, rice has the least dietary fiber here compared to other minerals. So the global food security index, that India is under the high risk zone, whereas most of the African countries here, African and some Asian countries, they are in the extreme risk zone. So very soon India is going to become the epicenter of global diabetes epidemic, and almost 69.2 million people are suffering with diabetes, and this is set to increase to 123.5 million in the next 15 to 70 years. So millets, are they going to help us? So here, just I would like to present before you a few facts. In India, 46 million Indian women have osteoporosis. 44% of Indian children below 5 years are underweight, and 17.9 million people died due to cardiovascular diseases, and representing 31% of the global deaths. So out of the 20 million infants in the world, 7.8 million cases are from India, and 72% of infants and 52% of married women have anemia. So here you can see the list of diseases, including the lifestyle diseases, which are linked to our nutrition and the food habits and our work culture. A very big list, exhaustive list: diabetes, anemia, pellagra, beriberi, marasmus, kwashiorkor, then hyperglycemia, hypertension, obesity, celiac, and the list goes on. So are millets the saviors? Yes. So here you can see the health benefits of millets in general. I told you already, they are gluten-free, hence very good food for celiac disease patients. And millets have anti-diabetic properties because the consumption of millets lowers the blood glucose response and glycosylated hemoglobin, hence low glycemic index. Then it also reduces the oxidative stress. The free radicals are removed by the phenolic compounds which are present in the millet grains. Then millets have anti-cancerous properties and also anti-hypertensive properties.
Then obesity, millets, if you eat millets, you feel the satiety. I mean, you feel the fullness of stomach and you don't overeat. So it helps in reduction of obesity and coronary heart diseases. Regular consumption of whole millet grains, 40 grams per day, reduces the risk of CVD. And millets are also helpful in treating the stomach ulcers, because if you eat millets, the stomach turns alkaline and it prevents the formation of stomach ulcers. Anemia control, bajra and ragi are very good sources of natural iron. So definitely they will help in treating anemia. Then these millets are also beneficial in preventing the allergic reactions, especially bajra. It is known to, it has a very low probability of causing allergic reactions. So all these facts are substantiated by many research findings. Here I have just put a small list. Millet consumption decreases triglycerides and C-reactive protein. It has come in the Nutrition Research Journal. And all millets show high antioxidant activity. And this is the journal. And ragi tops in antioxidant activity among common Indian foods. And foxtail millet helps in control of blood sugar and cholesterol and sprouting. And you can see the other list. So millets coming to the functionality of the millets. Millets reduce the obesity. So barnyard millet, it has the capability of lowering the serum cholesterol and triglycerides. This is a study in rats. And then millets also reduce hypertension, because jowar, that is sorghum, has lesser sodium and higher potassium contents. And obviously, it could be a therapeutic use for hypertensive patients. Then this is a study, actually, millets and this sorghum they have used, taking school children, residential children, aged between 9 to 12 years, and the intervention period was 8 months. They have chosen two diets, that is the experimental group diet, which had 60% of sorghum and 40% of rice, and the control was 100% rice diet. So after 8 months, they could find out that this supplementation with sorghum diet, the children had higher growth rate, higher hemoglobin levels, higher serum folic acid levels, and higher iron and calcium. So this was published in this journal. And similarly, another meta-analysis on millets and calcium. Significant retention of calcium from finger millet based diets was observed, which helps in building the bone mineral density in children. And ragi also contributes to the high bioavailable calcium. And coming to the diabetes management, IIMR in collaboration with National Institute of Nutrition has conducted a study utilizing the sorghum products. They have studied the glycemic index and glycemic load, and these are the diet consists of these are the products. So at the end of the study, we could find out that glycemic index of sorghum-based foods such as coarse semolina upma, fine semolina upma, flakes, poha, and pasta was significantly lower compared to the respective control, that is the wheat and rice-based foods. And this was published in this journal. And again, millets and diabetes management, another meta-analysis. So millets are 30% more effective in lowering the glycemic index of a meal compared to milled paddy, rice, and refined wheat. So definitely this is going to help in management of diabetes, especially type 2 diabetes. Then this is a comparison of two millet products. One was from yellow jowar, yellow sorghum, and another one was from white. So at the end of the study, we could find out that yellow jowar foods had much lower glycemic index compared to the white jowar. So yellow jowar is better than white jowar. So millets and hypertension, another two studies. So partial replacement of regular staple food, that is rice or wheat, with millets, it resulted in the significant reduction in the systolic and diastolic blood pressure. And these millet-based diets were found to lower the increase in blood pressure and oxidative damage, and it gave protection against the myocardial injury. And coming to obesity, already we have discussed this, eating millets either in whole grain or as whole grains, it is recommended for weight loss and overall health. So diet in fiber, because most of the millets are high in this dietary fiber. So this increases the satiety value. Thereby, it reduces the risk of overeating. Once you eat millet, you will feel the fullness of the stomach. You don't feel like eating more. So, and millets are also a very good source of fat-free protein. What protein we eat, usually that is animal-based milk or other products. So this is definitely going to give you a fat-free protein. And then coming to obesity and another study, similar study. So millets and cancer. So whole grains are partially dehulled grains of millets. These are a major source of vitamins and minerals, and especially the phytochemicals,
which help in reducing the risk of colorectal cancer. So millets have this resistant starch, which in fact is broken down into short chain fatty acids in the gut by the intestinal bacteria, and this protects against the colon cancer. So the fibers in millets, this increases the fecal bulk, and then it gets bind to the carcinogens, which are excreted out, which are very speedily removed, and thereby prevents the health problems. So these millets also have these lignans, which help in preventing the breast and hormone-related cancers. So this is another study. So foxtail millet bran, it had the polyphenols which exhibited significant anti-tumor activities in cancer cells. So these polyphenols also decreased the number and volume of tumors and protected the epithelial architecture from damage. So coming to the cardiovascular diseases and millets, already we have discussed, for example, sorghum, it's a very rich source of magnesium and potassium. So these millets help to reduce the effects of this migraine and heart attack. And millets are also very rich in the phytosterols and phytochemicals, which are known to reduce the cholesterol levels. And millets also help us in increasing the good cholesterol, that is the HDL cholesterol. And they also try to reduce the atherosclerosis, that is the thickening of the arteries. So another study, published study, this foxtail millet and proso millets have resulted in reduced levels of serum triglycerides, and foxtail millets also have lower levels of C-reactive proteins, another published study. Then millets also help in managing the non-alcoholic fatty liver disease. So here I'll quickly run through some of the varieties which are popular in farmers' fields. Here you can see some of the ragi varieties. Similarly, another set of ragi varieties. Then here this is foxtail millet varieties and barnyard millet varieties. Then proso millet varieties, little millet varieties. Then kodo millet. And here you can see some of the biofortified millet varieties. We have biofortified pearl millet variety, which is very popular by name Dhanushakti. And after that, many hybrids have been released. Both private and public sector is very much active in this development of biofortified genotypes. And apart from bajra, we also have biofortified varieties in ragi, then little millet. So as you are aware, millet area is continuously on the decline. So millets, originally we had an area of more than 30 million hectares. I think approximately 35 million hectares before Green Revolution, but which has been drastically reduced now to 13 million hectares. So post Green Revolution, there has been a greater expansion of the irrigation facilities, and this made the farmers shift towards more lucrative crops like wheat and rice and maize. So it was one of the major reasons why the millet area got drastically reduced. And there are certain factors from the demand side also, rapid urbanization. And this is leading to changed consumer taste. People are no longer, I mean, they are more going towards the finer foods. Then government policies also, they are favoring other crops, giving them high output price incentives and input subsidies. And rice and wheat are also supplied at a cheaper rate in the PDS. Then poor social status and the drudgery in the preparation of these millet fruits, especially sorghum, very difficult to make the jowar roti, and lower shelf life is also one of the factor from the demand side. And you have so many factors from the supply side also. The millet cultivation is marginalized now, and because of the low profitability vis-a-vis the competing crops, which are fetching more prices. And there is a decline in the production and quality of millets also. For example, if you take sorghum, if the crop is get caught in the rains, especially from flowering to the grain formation and maturity, there is a fungal attack by name grain molds, which renders the grain unfit for human consumption, and it fetches very poor rate in the market. So lack of incentives for millet production is also one of the reasons. Then though the area has been decreased, I mean almost by 56%, the production has increased by 45% thanks to the scientists of India, I mean, who are continuously working hard to increase the production and productivity of these millets. And the productivity also increased by almost 228%. This is how it is compensated. And coming to the major R&D issues in millets. So the major R&D issue now is identification of the end product specific genotypes. For example, if poultry industry wants some yellow sorghums, so that is one. And some starch industries wanted genotypes with high
carbohydrate content. So this is one of the major R&D issue. And then we have to definitely strive to identify the industry-friendly traits. And then pest and disease resistances in millets. So sorghum, for example, if you take, we have a very big, a list of pests and diseases in sorghum. Examples: stem borer, shoot fly, grain mold, and then leaf diseases. And when it comes to ragi, it is the blast, which is one of the important disease. And then enhancing productivity in small millets is also one of the biggest challenges, because there is limited variability. We don't have much germplasm in these small millets, and the most important difficulty is the crossing. The crossing, or the hybridization in small millets, is very tough, the minor millets. So we are making efforts to identify the cytoplasmic male sterility systems in these millets so that you can go for hybrids. Then lack of efficient machinery, both for the primary and secondary processing. This is also one of the major R&D issue. And then extending shelf life. Shelf life is poor in millets, you all might be aware. So this is also one of the major R&D issue. So coming to the roadmap for millets. So definitely the farmer should have access to quality seeds, and then there should be a very rapid varietal replacement. I understand, the farmers, what they grow, or the traditional land races in millets with a duration of 5 to 6 months. I think it's high time that we adopt some of the new genotypes which have the similar qualities, whereas the duration will be less. And we need to definitely strengthen the community seed systems. And there should be a vertical expansion, that is the increased productivity through the modern tools of biotechnology. And then we have to work on cultivars which can be grown around the year with all the desired, the idiotypes. And the horizontal expansion, that is, we have to increase the area of millets we have to rather venture into the non-traditional areas through popularization of millets. We have to popularize the health aspects, the health benefits. We have to make the public aware in the non-traditional states about the benefits from millets. And then we have to incentivize the cultivation. The farmer should be incentivized. Whoever grows millets, there should be some support from the government. Then the farming should be cooperative, collective, and the FPO, or farmer producer company based farming. Then the mechanization is the need of the hour. There should be quality standards for procurement, value addition, and value chain strengthening. Then this farm gate processing should be obviously linked with the food processing industry, and then there should be digital buyer and seller markets. Then ultimately mainstreaming, this should be a policy decision, mainstreaming millets for nutrition in the public funded programs like midday meals and then PDS. Then here you can see the series of activities which Government of India has taken. The chronology of events rather. 2012 program by name INSIP has been started. That is Initiative for Nutritional Security through intensive millet promotion. And 2013 millets have been named as coarse grains under the National Food Security Act. Then 2017 Niti Aayog of Government of India releases the National Nutrition Strategy for Nourishing India. And then 2018 was the most happening year. In fact, 2018. So millets were officially declared. They have renamed millets through a gazette notification as nutri-cereals. And then millets were made a part of the National Food Security Mission. And then government has declared that particular year, 2018, as National Year of Millets. And many breeder seed production centers and seed hubs were started during the year to increase the production and productivity of millets. And then 2018, again, the government has launched the submission on millets under the NFSM with an outlay of 300 crores. And this started operating in 14 states in 212 districts. And then in the same year, government has sent a proposal to the United Nations for declaring 2023 as the International Year of Millets. And now India is leading this, and we started celebrating the year 2023 as International Year of Millets. I think that's all from me. Thank you all for your kind attention. Thank you, Dr. Makan, for this very comprehensive presentation. Thank you, sir. I think your voice is breaking. Certainly, in Kerala, this is one of the non-conventional states in terms of growing millets. Yeah. And certainly, you have highlighted the importance of millets in the context of having better nutrition for the community.
and what are the challenges involved, and what R&D has been doing, particularly the IAMR. And you have highlighted the importance, in the context of states like Kerala, creating awareness on millets. That is the first step. And you That's right. also indicated the seed system development, Yes. which is suitable for Kerala context. That is very important. And the farmer producer organization that you have highlighted a bit on that also. So mechanization, these are the 4 aspects. Probably IAMR can definitely help the state, where although we have a lot of other work in more exhaustive manner that we have done in the country. These are the 4 areas: creating more awareness, strengthening seed system, and the farmer producer organization and mechanization. These are the aspects that we can definitely leverage from IAMR. And thank you very much for your, sharing your knowledge here, sir. Thank you. Over to Prajesh. Yeah. IMR is working with several states. I think Kerala government also can have some MOU. And if I remember correctly, the Agriculture Minister of Kerala has visited once or twice. I mean, he has visited IMR, and there has been a series of exchanges of information with the government of Kerala. So definitely we'll support Kerala government for popularization of millets. Thank you. Thank you very much, sir. Yeah. When Dr. Vilas Tonapi was the director of IAMR, he has initiated the Attapadi program. We remember. Yeah. Yes. Thank you very much, sir. Thank you very much. Yeah. Sir, with your permission, if there are any quick questions I can take, otherwise I have to attend a meeting which already started at 11 o'clock. Thank you very much, sir. I know we due to paucity of time, we will definitely communicate the key questions that is arising out of this event. We will Thank you, sir. Yeah, thank you so much. Yeah. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഉമാകാന്ത് പറഞ്ഞതിന്റെ 3 പോയിന്റുകൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുധാന്യങ്ങൾ, ഈ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങൾ ഏറ്റവും ആദ്യം തന്നെ കൃഷിയിലേക്ക് വന്ന കുറച്ച് വിത്തുകളാണ്, കുറച്ച് സസ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് കാലാവസ്ഥാ വ്യതിയാന സമയത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ കൃഷി ഒരു അനുയോജ്യമാണ് എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു കാരണം 60% ഇന്ത്യയിലെ കൃഷി ഭൂമികളും മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവയാണ്. ഇതിൽ ഏറ്റവും കുറച്ച് വെള്ളവും മറ്റും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് ഈ മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. ആരോഗ്യ കാര്യങ്ങളെ പറ്റി, അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഫൈബർ കൂടുതലാണ്, പ്രോട്ടീൻ കൂടുതലാണ്, മിനറൽ കൂടുതലാണ്, കാൽഷ്യം കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങളെ പറ്റിയും, ക്യാൻസറിനെയും ഡയബറ്റിസിനെയും പ്രമേഹത്തെയും ഒക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ രാജ്യത്ത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 44% ഭാരക്കുറവ് ഉള്ളവരാണ് എന്നുള്ളതാണ്. ഇതിലായിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് വരേണ്ടത്. നന്ദി. താങ്ക് യു. So our next speaker is Dr. Anil Kumar, former Executive Director and the former Director of Biodiversity Program of MS Wayanad Foundation. And over to you, sir. Thank you, Oliver. നമ്മളിവിടെ വളരെ എന്താ പറയുക, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ അതിനെ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് IIMR വളരെ പ്രധാനപ്പെട്ട നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. വി ഹാവ് CFTRI people here, Dr. Suresh, and we have Oliver, our own person. സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞ 25-30 വർഷങ്ങളായി മില്ലറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതിൽ റിസർച്ച് ചെയ്ത ഇപ്പോൾ രതീഷ് നാരായണൻ, ഡോക്ടർ ബാലകൃഷ്ണൻ, അതുപോലുള്ള ആൾക്കാർ, പിന്നെ TDUവിൽ നിന്നുള്ള ലേഡി ഡോക്ടർ, പിന്നെ കർഷകർ, ഡോക്ടർ അനിൽകുമാർ നമ്പൂതിരി സാർ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കർഷകർ. അപ്പം എന്നോട് ആവശ്യപ്പെട്ട ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. അപ്പം ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിന് വലിയ കോണ്ടെക്സ്റ്റാണ്. കാരണം ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പലപ്പോഴും അതിൻ്റെ സാമൂഹികമായ വശം, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാമൂഹികമായ വശം പരിശോധിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് സാമൂഹിക വശമാണ്.
പോഷകാഹാര സുരക്ഷ എന്ന് പറയുന്നത് അത് സാമൂഹിക വശമാണ്. ഇതിൻ്റെ സാംസ്കാരിക വശമുണ്ട് ഭക്ഷണത്തിന്. അതായത് എനിക്കിതിപ്പോൾ കേട്ടപ്പോൾ അത്ഭുതം തോന്നിയിരുന്നു. നമ്മൾ ഭക്ഷണത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തും ഈ വർണ്ണ വിവേചനമുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വർണ്ണ വിവേചനം? പണ്ട് അരി കഴിക്കുന്നവരെ പൊതുവെ ഈ ടോപ്പിലുള്ള സോക്കാൾഡ് എന്താ പറയുക ഡെവലപ്ഡ് ആൾക്കാർ അവരെ അത് ആക്ഷേപിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ ദക്ഷിണേന്ത്യയിൽ ചിലക്കാരെ പറഞ്ഞത് ഇഡ്ഡലി സാമ്പാർ വാലാസ് എന്നാ പറയാ. ഇഡ്ഡലി സാമ്പാർ വാലാസ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 3 ക്രോപ്പ്, ഒന്ന് നമ്മുടെ മെയ്സ്, ചോളം, മക്കാച്ചോളം. നമ്മൾ പണ്ട് അമേരിക്കൻ കപ്പൽ തേടി ഇരുന്ന മക്കാച്ചോളമായിരുന്നു. മക്കാച്ചോളമാണ് നമ്മൾ ആ ഹെയറാർക്കിയിൽ പണ്ടത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ ആ കോണ്ടക്സ്റ്റിലേക്കൊന്ന് വരികയാണ്. ഈ മക്കാച്ചോളം ആണ് പ്രധാനപ്പെട്ട ഡെവലപ്ഡ് ക്ലാസിൻ്റെ ഒരു ഫുഡാണ്. പിന്നീടാണ് നമ്മുടെ വീറ്റ്, ഗോതമ്പിൽ തന്നെ വ്യത്യാസമുള്ള ഗോതമ്പുകളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ വീറ്റ് യൂറോപ്യൻസ്, വെസ്റ്റേൺ കൺട്രീസ് അവരുടെ ക്രോപ്പാണ് അത് വീറ്റ്. പിന്നീടാണ് അരി. ചൈന ഏറ്റവും കൂടുതൽ അരി കഴിക്കുന്നവരാണ്. ഏഷ്യൻ രാജ്യക്കാർ, അതായത് നമ്മുടെ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിലേറെയും അരി കഴിക്കുന്നവരാണ്. പിന്നീട് 4മതായിരുന്നു ഈ ചെറുധാന്യങ്ങൾ. അത് ഈ പറയുന്ന ആദിവാസികളുടെയും സമൂഹത്തിലെ വളരെ താഴെ നിൽക്കുന്നവരുടെയും ഭക്ഷണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്, മനസ്സിലായില്ല? ആ ഒരു ഹെയറാർക്കി ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നതുള്ളതാണ് നിങ്ങളുടെ സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബർഗർ സ്ഥിരം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്കാരം വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ സംസ്കാരമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഞാൻ ഒരു സ്ലൈഡ് കൊണ്ടുവന്നിരുന്നു. നിങ്ങളുടെ ഭക്ഷണ പ്ലേറ്റ് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ഫുഡ് പ്ലേറ്റ് നോക്കിയാൽ അറിയാം നിങ്ങളുടെ സംസ്കാരം എന്താണെന്നുള്ളത്. ഞാൻ പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഹാബിറ്റാണ്, നമ്മുടെ ശീലമാണ് സംസ്കാരം. ശീലങ്ങൾ, തലമുറകളുടെ ശീലമാണ് സംസ്കാരമായി വരുന്നത്. ഞാൻ അങ്ങനെ അതിൻ്റെ ഫിലോസഫിയിലേക്കൊന്നും പോവല്ല. അപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ആ സാമൂഹിക വശങ്ങളുടെ ആ പോഷകാഹാര സുരക്ഷ എന്ന് പറയുന്ന വശത്തിലേക്ക് മാത്രം നമ്മൾ പോകുന്നു. അതിവിടെ കൂടുതൽ അത് ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അത് വളരെ കാര്യമായിട്ടിപ്പം അദ്ദേഹം ഉമാകാന്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റേഷനാണ് നടത്തിയത്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് എത്തണം. ഞാൻ അതിൻ്റെ ഈ സാമൂഹിക വശമല്ല പറയാൻ പോകുന്നത്, സാംസ്കാരിക വശമല്ല പറയാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ പാരിസ്ഥിതികമായ വശം, അത് വലിയൊരു വശമാണ്, ഭക്ഷണത്തിൻ്റെ പാരിസ്ഥിതിക വശം. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവർ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ കാർബൺ റെസീലിയൻസ് എന്ന് പറഞ്ഞു. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനം? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മില്ലറ്റ്സ് അടക്കമുള്ള ചെറു ധാന്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം. ഈ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇന്നലെ ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് കോഴിക്കോട് അതിൻ്റെ ദിവസം റെക്കോർഡ് ചെയ്ത ചൂട് 52 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ 52 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്ക് പൊള്ളുന്നു. ഈ 52 ഡിഗ്രി സെൽഷ്യസിൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ഇപ്പോൾ കൃഷി, ഇപ്പൊ നെല്ല് നാമാശേഷമായിട്ട് കത്തിക്കരിഞ്ഞു പോകും. വീറ്റ് അതിന് ശരിയായ തണുപ്പില്ലെങ്കിൽ, ഗോതമ്പിനെ സംബന്ധിച്ച് 35 ഡിഗ്രി സെൽഷ്യസിന് കൂടി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇതുവരെ നമ്മൾ പറഞ്ഞ ആദിവാസികളുടെ ഭക്ഷണം, അല്ലെങ്കിൽ ഈ പറയുന്ന വരേണ്യവർഗത്തിൻ്റെതല്ലാത്ത താഴേക്കിടയിലുള്ള ഭക്ഷണം, ഈ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഈ പാരിസ്ഥിതിക പ്രാധാന്യം. അപ്പൊ അത് ഇപ്പൊ ഇവിടെ രതീഷ് നാരായണനുണ്ട്, ഞങ്ങളിപ്പോ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി, ബാലകൃഷ്ണനൊക്കെ നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. ഇതുപോലുള്ള ഒരു വൈവിധ്യം ധാരാളമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ സഹ്യപർവ്വത നിര അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ്. ഇപ്പൊ ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളിപ്പോ പുലി അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ ആന ഇതിനെക്കുറിച്ചൊക്കെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ വെസ്റ്റേൺ ഗാട്സിലുള്ള ഈ വന്യഭക്ഷ്യ വിഭവം
എന്തൊക്കെയുണ്ട്, എത്ര കാച്ചിലുണ്ട്, എത്ര ഇലക്കറികളുണ്ട്. ഇപ്പൊ 100-ൽ കൂടുതൽ ഇലക്കറികൾ ഇവിടെ ഉണ്ടായിരുന്നു. 50-ലേറെ മഷ്റൂംസ് ഉണ്ട്, നമ്മുടെ കൂൺവർഗ്ഗങ്ങളുണ്ട്. അപ്പൊ ഞാനിപ്പോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വാലിഡേഷൻ എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ അനിൽകുമാറിനെ പോലുള്ളവർ ഇവിടെ ഉണ്ട്. നമ്മളിതിന്റെ സയൻസ് കൊണ്ടുവരണം. അവിടെയാണ് CFTRA. സോ വാട്ട് CFTRA ഹാസ് ടു ഡു ഈസ് we have to see how best we can validate this traditional claims. There are so much of knowledge in the traditional system. അപ്പൊ അതിനെ സയൻസിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കേരളത്തിന് വേണ്ടി, വെസ്റ്റേൺ ഗാർഡ്സിന് വേണ്ടി ഈ ഒരു 2 ദിവസം നടക്കുന്ന ചർച്ചയിലൂടെ വരുന്ന പേപ്പർ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, scientists are happy with their publications. We were discussing. And they speak to each other. I speak to him, he speak to me, or he speak to her. അങ്ങനെയുള്ള ഡയലോഗ് മാത്രമേ നടക്കുന്നുള്ളൂ. കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള സംസാരമില്ല. ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 100 കോടി രൂപയാണ് ഈ IAMRന് കൊടുത്തിരിക്കുന്നത്. 100 കോടി. ഈ 100 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പട്ടിണി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ പറയുന്ന ഡൈവേഴ്സിറ്റി മൊത്തം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അത് അതിന്റെ പൊളിറ്റിക്കൽ വശമാണ്. ഞാൻ പറയുന്ന ഭക്ഷണത്തിന്റെ രാഷ്ട്രീയ വശമുണ്ട്, ഒരുപാട് രാഷ്ട്രീയ വശമുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സാമൂഹിക വശത്തിലെ ഏറ്റവും താഴെയുള്ള, ഞാൻ പറയുന്ന ഫുഡ് എന്താ പറയുക, ബാസ്ക്കറ്റിൽ താഴെ കിടക്കുന്ന ഫുഡ് ആണ് ഈ പറയുന്ന ഫുഡ്. അതിനെ മേലോട്ട് കൊണ്ടുവരാൻ കഴിയണം. അതിൻ്റെ പാരിസ്ഥിതിക വശം, അതിൻ്റെ ഇക്കോളജിക്കൽ സൈഡ്, എൻവയൺമെന്റൽ സൈഡ്. നമ്മൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ എല്ലാവരും ആലോചിക്കണം. ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അത് നാച്ചുറലാണ്. നമുക്ക് അഗ്രോ ഇക്കോളജി എന്ന് പറയുന്ന ഒരു സയൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ നാച്ചുറൽ ഇക്കോളജിയെ ബേസ് ചെയ്തായിരിക്കണം യുവർ അഗ്രോ ഇക്കോളജി. മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങളൊരു ഡ്രൈ ലാൻഡ് റീജിയൻ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാപ്പി അല്ലെങ്കിൽ കാപ്പി കൃഷി അവിടെ നടത്താൻ പറ്റില്ല. കാരണം കാപ്പി ഒരു മോയ്സ്ചർ വേണ്ട ഒരു ക്രോപ്പാണ്. അപ്പൊ അവിടാണ് സയൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വയനാടിന്റെ അഗ്രോ ഇക്കോളജി, കേരളത്തിന്റെ അഗ്രോ ഇക്കോളജി ഏതാണ്? അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മില്ലറ്റ്സ്, ഇതായിരിക്കണം നമ്മൾ വാട്ട് വി ഹാവ് ടു ഡിസ്കസ്. So in that way, I think we should go ahead on that. Thank you. Thank you, Dr. Anil Kumar, for highlighting the importance of valid traditional knowledge. He spoke about importance of so this is also holds true in the context of millets. Now, nationally, we are talking about nutrition profiling of millets and also many other underutilized crops. So probably that could be one of the action point, since in the Kerala context we are talking about seed festival now, and there are custodian farmers. They have come with a lot of traditional varieties that includes millets also. So probably identification of custodian farmers, those who are keeping the millets on farm, and then collection, characterization, and nutrition profiling, and validation of the traditional knowledge. Dr. Anil Kumar has highlighted. Now, Dr. Rajashekharan, Principal Scientist, ICAR, Indian Institute of Horticulture Research, Bangalore. He will talk about millet and other underutilized crops. We have been listening millet since morning, so probably he will focus on underutilized horticultural crops for food and nutrition security. Sir, over to you. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ 6ാമത്തെ വിത്തുത്സവത്തിലാണ് പങ്കെടുക്കുന്നത്. ഈ വിത്തുത്സവം ഞാനിങ്ങനെ ഇവിടെ ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷനിലെ മിക്കവാറും എല്ലാവരെയും എനിക്കറിയാം. ഇവിടെ എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഇതൊരു വലിയൊരു ബ്രാൻഡായിട്ട് മാറി. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതൊരു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഈ
സെമിനാറും നല്ലൊരു അനുഭവമാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിക്കാം. ചില കാര്യങ്ങൾ മലയാളത്തിൽ പറയാനുള്ള ബുദ്ധിമുട്ടുള്ള കാരണം അത് ഇംഗ്ലീഷിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഒലിവർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മില്ലറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. കാരണം ഞാൻ മില്ലറ്റിൻ്റെ ഒരു ആധികാരികത എനിക്കില്ല. ഞാൻ കഴിഞ്ഞ 33 കൊല്ലമായിട്ട് ഈ ഉദ്യാന വിളകളിൽ, അതായത് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഓർണമെന്റൽ ആൻഡ് മെഡിസിനൽ ക്രോപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ. നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഇതെല്ലാം വരുന്നുണ്ട്. സീരിയൽസ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ്, മെഡിസിനൽ പ്ലാന്റ്സ്. ഇതിൽ ഈ ഒരുപാട് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഒരുപാട് ഫലങ്ങളും പച്ചക്കറികളും മറ്റ് മെഡിസിനൽ പ്ലാന്റ്സും ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഏകദേശം 55ഓളം വിവിധ ക്രോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പല ക്രോപ്പുകളിലും പുതിയ ഇനങ്ങൾ, പുതിയ സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെയാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമയ പരിമിതി മൂലം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് കടക്കുന്നില്ല. എന്തിന് നമ്മുടെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഭക്ഷണ രീതി കംപ്ലീറ്റ് മാറുകയുണ്ടായി. നമ്മൾ ഇപ്പോൾ ഭക്ഷണം ഔഷധമായിട്ട് മാറി. ഭക്ഷണം ഔഷധമായിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ മരുന്ന് ഭക്ഷണമായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ മരുന്ന് ഭക്ഷണമായിട്ട് കഴിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ദുരവസ്ഥയാണ്. അതിലോട്ട് പോകാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്പിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നു എന്ന് കഴിഞ്ഞാൽ അയൺ, വൈറ്റമിൻസ് തുടങ്ങിയ പിന്നെ മറ്റ് ലവണങ്ങളെല്ലാം കിട്ടാൻ ഈ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് കഴിക്കുന്നതിന് നമുക്ക് കഴിയും. ഹെൽത്തി സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഡോക്ടർ അനിൽകുമാർ പറയുകയുണ്ടായി നമ്മളെ ഈ ഈ എൻവയൺമെന്റൽ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ലോക്കൽ സീസണൽ ഫുഡ്സ്, ഹെൽത്ത് ഓഫ് പോപ്പുലേഷൻ, ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ്, ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ അത് ഈ ധാന്യങ്ങളുടെ പ്രൊഡക്ഷനേക്കാളും കൂടുതലായിട്ടുണ്ട്. അതൊരു നല്ല ഒരു ട്രെൻഡായിട്ട് വേണം അതിനെ കാണാൻ. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ അരിയാഹാരം, അതും അനിൽകുമാർ പറയുണ്ടായി, അരിയാഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ ഇന്ത്യനെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാതിരിക്കാൻ നമ്മുടെ ഭക്ഷണ രീതി മാറേണ്ടതുണ്ട്. അതിന് ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് വളരെ സഹായകരമാണ്. ഇതെല്ലാം നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ FAOയുടെ ഒരു കണക്ക് അനുസരിച്ച് ഏകദേശം 12,000 എഡിബിൾ പ്ലാന്റ്സ് ഉണ്ട് ലോകത്തിൽ. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇത്രയും ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള ക്രോപ്പുകൾ ഉപയോഗിക്കുന്നത് ട്രൈബൽസ് ആണ്. പക്ഷെ ട്രൈബൽസിനെ നമ്മൾ കാണുന്നത് വളരെ മോശമായ ഒരു ഔട്ട്ലുക്കിലൂടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ വയനാട്ടിൽ വന്നാൽ ആ മാറ്റം കാണാൻ
മാറ്റം കാണാൻ കഴിയും. ഇവിടെ ട്രൈബൽസ് മെയിൻ സ്ട്രീമിൽ ഉണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലെ തന്നെ മറ്റു ജില്ലകളിൽ അവർ മെയിൻ സ്ട്രീമിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ, അതിലൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ ക്രോപ്പുകളെ എവിടെയെല്ലാം കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ നേരത്തെ പറയുണ്ടായി ഏകദേശം പിന്നെ ഈ രതീഷ് നാരായണനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വയനാട്ടിൽ ഏകദേശം 100ഓളം ഇല ഇനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതും മറ്റ് പ്രധാനപ്പെട്ട പച്ചക്കറി ഇനങ്ങളാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ഇത് നമുക്ക് ഇവിടെ പ്രദർശനത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി, നാറ്റീവ് ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മുമ്പത്തെ ഒരു പ്രദർശനത്തിൽ, ഇവിടെ സീഡ് ഫെസ്റ്റിവലിലുള്ള പ്രദർശനത്തിൽ നിന്നാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ, അതായത് നമുക്കുള്ള 4 ഹോട്ട്സ്പോട്ടിലൊരു ഹോട്ട്സ്പോട്ടായ ഈ നോർത്ത് ഈസ്റ്റിലെ അവിടെ ഇതുപോലെ നമുക്ക് ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. ഇത് ഈ ചില്ലീസ്, മുളകിന്റെ ഡൈവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മുളകിന്റെ ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം 15 ദിവസം നാഗാലാൻഡ് എന്നുള്ള ഒരു സംസ്ഥാനത്തിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നുണ്ടായി. അവിടെ നിന്ന് കളക്ട് ചെയ്ത ഈ മുളകിന്റെ വെറൈറ്റീസ് ആണ്. അവിടെ വളരെ കൂടുതൽ പഞ്ചന്റ് ആയിട്ടുള്ള മുളകുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നീട് ഈ തരത്തിലുള്ള പച്ചക്കറികൾ അവിടെ, ഇതെല്ലാം ഓർഗാനിക്കലായി ആണ് അവിടെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ സ്വാദ് വളരെ ഗംഭീരമായിരുന്നു. പിന്നീട് ഈ കുക്കർ ബീറ്റ്സ്, അതിനും നല്ല ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതൊക്കെ വഴിയോരങ്ങളിൽ വിൽക്കാൻ, അതെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകളുടെ എംപവർമെന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ നോർത്ത് ഈസ്റ്റ്. അവിടെ ഇതെല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത്. പിന്നീട് വേറെ ഒരു ഹോട്ട്സ്പോട്ടായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ, അവിടെയും ഇതുപോലെയുള്ള നാറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇനി ഒരു 2-3 കേസ് സ്റ്റഡീസ് ഞങ്ങൾ IIHR ചെയ്ത, അതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. തുംകൂർ ഒരു ഡിസ്ട്രിക്റ്റാണ് കർണാടകത്തിലെ. അവിടെ ഒരു ജാക്ക് ഫ്രൂട്ട്, നമ്മളെ പ്ലാവിൻ്റെ ഒരു കർഷകന്റെ ഒരു വെറൈറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് അർക്ക സിദ്ധു എന്നാണ്. ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാർമർ വളരെ പൂറായിട്ടുള്ള ഒരു ഫാർമറായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അയാൾ ഒരു ഇന്നോവ വാങ്ങിച്ചു. ഈ കർഷകനും IIHR ഒരു MOU സൈൻ ചെയ്തു. ഇതിന്ന് കിട്ടുന്ന ഇതിന്റെ വസ്തുക്കൾ വിറ്റ് കിട്ടുന്നതിന്റെ 70% കർഷകനും 30% IIHR എടുക്കും എന്നുള്ളതായിരുന്നു. ഇതൊരു ABS, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് മെക്കാനിസം കൂടിയാണ്. ആ കർഷകൻ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. ഈ വെറൈറ്റീസിന്, ഈ കർഷകരെ വെറൈറ്റി അത് PPVFRA രജിസ്റ്റർ ചെയ്യാനും IIHR സഹായിച്ചു. അപ്പോൾ ഇതൊരു മോഡലായിട്ട് വേണമെങ്കിൽ, ഇതാണ് അതിൻ്റെ വളരെ അതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ചുവന്ന, നല്ല സ്വാദുള്ളത്. ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് കിട്ടും. ഇതാണ് ആ കർഷകൻ. ഇത് IIHR സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിനെ വിതരണം ചെയ്യാനും ഇതിനെ ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കാനുമാണ് ഈ കർഷകരെ സഹായിക്കുന്നത്. അതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ലക്ഷ്മണ എന്നുള്ള ഒരു പുളിയുടെ ഒരു വെറൈറ്റി, ഇതും ഒരു ഫാർമർ വെറൈറ്റിയാണ്. ഇതും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു ഇടപെടലാണ് IIHR നടത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇടപെടലുകൾ വഴി കർഷകർക്ക് കൂടുതൽ എംപവർ ചെയ്യാനും അവർക്ക് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ഉണ്ടാവാനുമാണ് സഹായിക്കുന്നത്. ഇതാണ് ആ വെറൈറ്റി. അതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് മൊമോർഡിക്ക, അതായത് നമ്മുടെ പാവലില് ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പാവലിന്റെ വേറെ ഒരു സ്പീഷീസ് ആണിത്. ഇതാണ് അതിന്റെ സ്പീഷീസ്. ഇതിന് ഏകദേശം 1 കിലോന് 60 രൂപ, ചില സമയത്ത് 100 രൂപ വരെ. അപ്പോൾ ഇതിപ്പോൾ വൻതോതിൽ പല
കർണാടകത്തിലെ പല ജില്ലകളിലും കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പിന്നെ ചെത്തള്ളി എന്നുള്ള ഒരു ഉപസ്ഥാപനമുണ്ട്, അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈ ചെടികൾ ഉൽപ്പാദിപ്പിച്ച് ഈ കർഷകർക്ക് വൻതോതിൽ കിട്ടുന്നു. അത് ചില കർഷകരുടെ അവരുടെ ഫാമുകളാണ് ഇത്. അവർ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു, നല്ല രീതിയിൽ അതിന് വിളവെടുത്ത് അത് വിറ്റിട്ട് നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം അവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ട് അത് അവിടുത്തെ പത്രങ്ങളിലെല്ലാം വന്ന വാർത്തയാണ് കാണിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ മാസം ഞങ്ങളൊരു ഹോർട്ടിക്കൾച്ചർ ഫെയർ നടത്തുകയുണ്ടായിരുന്നു. ഏകദേശം 60,000 ഫാർമേഴ്സ് അത് വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഇതുവഴി ഈ ഏകദേശം 360 വെറൈറ്റീസും 250ഓളം ടെക്നോളജിയും IISR ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നെ പ്രദർശനം ഉണ്ടായിരുന്നു. അത് കർഷകർക്ക് വളരെ ഉപയോഗപ്പെട്ടു. Eat your food as your medicine, otherwise you have to eat medicine as your food. ഇതോടുകൂടി എൻ്റെ ഈ ചെറു പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. I'll call you. Thank you, Dr. Rajshekharan, for highlighting importance of other underutilized species. Globally, we are aware there are initiatives taken in the last 15 years for valorizing and mainstreaming underutilized crops. Internationally, quinoa, teff, minor millets, and green leafy vegetables have been, given more importance in the context of the evergreen revolution. But in India, as Dr. Rajshekharan indicated, there are so many potentials across various food groups: yams, fruits, pulses, oil seeds, spices, and vegetables. So I think there is a lot of potential for the youth who are gathered here, the students who are gathered here. Now we have Ratish also here. He has worked on the yams in this region. So there is a lot of potential for approaching farmers to understand what is the TK, which is of a very relevance to their lifestyle and food habits and so on. And as I was indicated in the morning, GFAR, the Global Forum for Agriculture and Innovation of the FAO, now they are very keen on looking at diversifying food baskets from the community perspective. So local-based food system, local-based economy, local-based value chain needs to be developed. So there is an immense potential for horticulture groups to also play a vital role here. Thank you very much, sir, Dr. Rajshekharan. Now I call upon Dr. Suresh from the CFTRI Mysore Bangalore Central Food Technology Research Institute, and he will talk about millet processing and value-added product. Over to you, Dr. Suresh. While he is actually loading this PPT, here it is very important in the context of millets, the women drudgery of women in processing millet. Whenever we have interaction with communities across India, across people say only one issue, particularly women, they don't have time for processing millets. Whether it is the millets like sorghum or pearl millet or finger millet that has got a single seed coat, or species like kodo millets, it has got a multiple seed coats, even 6 or 7 layers. In different contexts, people always say that it is a women's role. Men never participate in millet processing, dehulling or pulverizing. So that is where the technology part really comes in. Over to you, Dr. Suresh. Hello. Yeah, thank you, sir. First of all, thanks to organizers giving CSR, CFTRI the opportunity to be the part of this function. Basically, as Anil sir has told, I have made my presentation non-scientific, which is very related to the common man regarding how the processing is going to have the influence onto the nutrient and the different kind of product development. So, yeah.
So we have the different grains, as earlier speaker also talk about the grains and production. So India produces almost 260 million metric of the tons of the grain. We produce a large amount of wheat and the rice. Millet also is the one of them. If you look at the processing of the millet is concerned, or maybe the grain processing that has evolved from community to the grinding of the grain through humans, then animal, then electrical, and today what we have, basically the complete pneumatic plant, which is take care of entire your automation, stainless steel, and so on. If you look at the grain structure, basically one should know from the processing and nutrition point of view, we have the small millets that is called as a minor millets. We have the outer husk, as sir was telling, it is very tough and unedible husk that has to be removed before it is making into the edible portion. Most of your nutrients are concentrated into the bran layer. So one should know that where the nutrients are concentrated and how it is going to have influence onto the processing. We have the major millet that we call as a naked millet. So we have sorghum, pearl millet, or the finger millet. This doesn't require any further processing. After the dehusking as a part of the harvesting operation, it can be directly converted into the flour, or as such it can be cooked and consumed. As far as the nutrition, last speaker has talked about they are nutritive crop. There are much more health benefits we are talk about in terms of gluten-free, diabetic-friendly, contain more iron, fight against the anemia and so on. Basically, what we need to see that what are the challenges that is faced by the primary processor, and what is the challenges that is possessed by the secondary processor. If you take an example of a small millet, it is very difficult to completely dehusk the millet. So dehusking is a big problem. Capacity increasing, retention of the nutrient, shelf life. And when it comes to the millet products, so millet products, what it is the biggest challenge is the long shelf life, retention of the nutrient. And basically, the another problem is they should be available in the form which is much more eaten by the consumers. So it is convenient form should be available. So that we are going to see how these challenges has been overcome by the processing or technology by CFTRI. So how we have come over this problem, we are going to see it. So if you look at the traditional milling units, they are so extensive in terms of the polishing is concerned. These millets basically contain 5 stages of polishing. So this is because of, again, the dehusking cannot be done at the one stage. So we require completely 4 to 5 polishing units to remove the dehusk. So what is going to happen basically? So in this process, we are going to lose the nutritive part of the grain. If you look at, there is outer layer that is called as a bran layer. That is most of the nutrient. I can say 90%, which is responsible for the health benefits for the human beings, are concentrated into the germ and the outer bran layer. This bran layer is going to remove during the processing. So if you take an example, in Maharashtra, basically we eat the bagar that is used onto the fasting day. So 90% or 95% of the small millets are used in the form of polish. So we have lost complete nutrient into this. Another important point, the yield point of view. So almost 50% of losses will be there into the hundreds. If I take a foxtail millet, little millet, and then I mill it, I'm going to get a 50% millet only. So 50% will be lost in terms of a husk and the bran. So one should know that retention of these nutrients are very, very important. Then there will be the problem. You try to retain this nutrient. Dr. Vijay is here, our colleague, so he will agree with me that there is a lipase activity into the bran and your shelf life of the product will come down. So we need to find out the balance, or we need to find out the developer technology that can take care of nutrient retention. At the same time, we should see that they are higher into the shelf life. To overcome this problem, now we have developed a lot of technology. Actually, we are a 73-year-old organization, which we are working on to the millets from last
70 years on different processing and the product development. One of the important process what we have developed is a floor milling of the millet. So if you take up all these small millets, and if you look at maybe the sir was talking about the kodo millet, but the floor you can see it is similar in color to that of the white. So it retains the nutrient. On the next slide, you can see that the color of this millet after the floor milling, it is almost retained similar to that of the rice or the wheat. Another aspect you can see that this is the yield. The another yield aspect, we are going to get almost 70% of your floor. So we are able to get a floor 1 and the floor 2. If you combine them together, it becomes a 1 floor. So you can get, rather than 50% in the traditional, we will give you the 70% of a floor, which retains the nutrients, and it is more into the shelf life. So this floor can go up to 3 to 4 months of shelf life. If you want more than that, also 6 to 9 months also can be extended the shelf life of this floor. So we have the retention of nutrient, extension of shelf life. So once these floors are available, this can be used for many application into the bakery products or the traditional product. The another important aspects, as I mentioned, the challenges is a measure that these food products should be available in the form that we eat on regular basis, not maybe the replacing your bakery supplementation on all the things. Why not our traditional food can be completely prepared with them? So in this connection, we have developed a process. This was almost 2014. We have developed process. We have made the suji and rava. We can call it as a semolina out of all the millets. So if you look at the semolina, always it comes in our mind the wheat semolina, wheat suji. So we try to make similar in particle size and the shape. If you look at the semolina from foxtail millet, proso millet, or maybe from the wheat, it will be similar in look. So I can show you the photographs. But another advantage, by using our technology, we can get 85% of the semolina onto the unpolished or the polished millet. So you get an unpolished millet, we are going to get a 85% of the semolina. There could be the 10 to 15% powder formation. Within the process, we can develop coarser suji and the finer suji. We call it as a suji and the rava. That will be utilized for the upma as well as the halwa making. The shelf life of this product is almost 3 months. With extension of heat treatment can go up to 6 months to 9 months. With packaging intervention up to 12 months. So see, look at now we have the nutrients and we have the shelf life. So you can export this product to the foreign market. You can see that these are the, and by using the single one machine, by using the single technology, we can produce suji and rava from foxtail, little, proso, cowdo, barnyard, finger millet, foxtail, jawar and bajra. So we can do all the semolina and the particle size, shape, their extraction can be controlled within the process. If you look at the color values, we have put there the color values. The color value of our wheat semolina. Why I put the color value? Because that is the first thing the customer look toward as the any food products. So when you have the color value that is similar to that of the wheat product, see what we are doing, trying to do it, we are trying to make like a wheat or rice. Then only the consumption or the acceptance into the common customer will be much more higher. So you can see that these values are more than 80, and wheat semolina will have 80 to 84%. So absolutely good. Then last speaker also was talking about the proso millet, which is rich into the proteins, and so it is also containing carotenoid pigments and contain more yellowish in color. That semolina and we have the bansi rava or the durum semolina, they looks both same. So we have the now the color values which is similar to the wheat. Now what is the another problem? We saw another problem that sir was telling, men are not entering into the kitchen when it comes to the millet is concerned. I will give the guarantee. Now you can go and cook this product in your kitchen with very less time. So the biggest challenge that the millets are there, small millets, it takes 20 minutes of cooking. Agree? All the ladies, 15 to 20 minutes of cooking is required. Now we don't want to spend that much of time into the kitchen because of everybody is having working families, wives. So what we have now, you can take up our products, that is the instant upma mix, that takes only 4 to 5 minutes. You put it into the boiling water, your upma mix, upma is ready. So, sorry, this is rava idli. So rava idli, what we need to do is put a curd,
put it into the cooker, to 12 minutes to 15 minutes cooking, your rava idli is ready. And this rava idli, I can tell you the similar, and we got a comment, better than the wheat or the rice rava idli. So the shelf life of these products will be almost 6 to 9 months, can be exported. It is from 100% unpolished millet. Okay, and it can be made from all the millets. What we are seeing picture, it is a foxtail, little proso, kodo, barnyard, and Italian millet. So again, using the one equipment. Then we have the upma mix, absolutely takes 3 to 4 minutes. So we need not to bother male community. So we can go to the kitchen and make this upma within 3 to 4 minutes. Again, retention of 100% nutrient with extended shelf life. We have the halwa mix, again made from all the millets or the multi millets. It takes only 2 to 3 minutes of cooking time. So now we have come from 15 to 20 minutes to the 5 to 6 minutes, 3 to 4 minutes. Loss of nutrient 100% or 90% to the 90% to 100% retention of the nutrient is concerned. Now maybe you may think, no, I don't want to have this one. I just want to add a okay. So before that, maybe if you are, these are 100% millet, but we also replace with the wheat semolina and made the product 50 to 60% millet can be replaced easily in this product while making the product. But again, you may tell that, no, I don't want to have the cooking. I am having a hot water, whether I can make a product. So we have also a technology, just pour a hot water into the product, wait for the 8 minutes, your product will be ready. So this can be upma, halwa, khichdi mix, or different kind of bhat or rices that we make it to the South India. So you can see here, it is a foxtail millet. Just add a hot water, keep it for the 6 minutes, and then what will be there, your final product will be ready. This is what the product looks like. Yeah, our own puttu. So one of my students in 2015, she was from Kerala, Cochin, she worked. So we made a puttu from millet, just puttu mix. It is 100% millet. Okay, no rice, no other ingredient. So you can take this puttu mix, put it into the, again, your traditional puttu mix cooker, and your puttu mix will be ready. Again, you can see the foxtail, little frozo, kodo, barnyard. With kadla curry, you can eat nicely. I will tell you, the taste will be the similar to that of the normal puttu mix that comes with the rice. And I was into the Calicut for 3 years. I used to have the puttu from the suji because I was a wheat miller then and working into the wheat mill. So we have the puttu mix also that can take care of all the things. So now what we have done it, you can see that all our traditional breakfast mixes, snacks, as well as the lunch and dinner, what we have the khichdi mix or pongal mix has been converted into the 100% millet. I will give the guarantee. Come to the CSR, CFTR, I will give the taste, nutrition, as well as the shelf life. So what we have now, these products also have the shelf life of puttu mix can go for 6 to 9 months. With again the packaging intervention, we can go for the 12 months. So we have these products that can take care. Maybe now we have the loss of nutrient into the processing, isn't it? And then I make a flour. What I can do it? That happens true into the wheat milling. Maida banta hai, then we have a lot of loss into the flour. So we have the fortification of the flour. People are having the development of varieties are going to taking place with the high iron and all these things. That cost will be much more higher. So you pay only 10 to 15 paisa per kg. You will get a iron, zinc, calcium, folic acid. So we can add this at a 10 tons per hour, 5 tons per hour, or batch of 20 kg or the 10 kg. So we work with the commercialization that can suit for the community fortification. Not only this, recently we have come up with the fortification of suji, because even talk about the floor to floor fortification, it is a powder to powder fortification, could be a much more easier. But when it comes to the suji or the maybe the unpolished millet, what is going to have, these are the bigger particles, smaller. So we have made a technology to add that one into the suji or into the your millet. So all these nutrients can be added into your some of the these product recently we have shown to our honorable Minister of Science and Technology.
almost 1 month before, and all they like, isn't it? So convenient. We can see there raw idli, it is kept over there. If you talk about commercialization, Coimbatore Diabetic Foundation has taken this technology, as Sir was telling, by 2017. They tested onto the 100 patients. They published one paper into the American Diabetic Association that there is a lot of benefits. So what I will tell you also, the science, what we have done it, they don't wanted to control onto the cooking time. They wanted to have the good taste. So what we have done, your normal semolina for cooking reduction, we have made it into the 400 to 500 micron. For diabetic people, we have made it into the 1000 micron, madam. So, so we take the trial with them. It is not our study. They have done it. I have produced the product. So I am not claiming that one, but yeah, that has been tested onto the patients, and they are using this product for the treatment of diabetic people in their campus. Yeah, this technology recently has been gone to the Chennai. Last week we had a team from the Cochin. They are also interested, because if you take 3-4 technology, we can launch 40 new products in the basket of wellness and health traditional breakfast mixes. Another simple value addition, maybe those who are interested into the value addition, could be a grain cleaning, and the grading is the cheapest or the most successful value addition. You buy the grain from the farmers, clean it, and grade it. So you can see these are the jawar grading, grade 1, grade 2. And this grade 1 and grade 2, how it is going to have influence onto the color of the flour that is produced from the grain. So grain 1 can go almost double the price. Today, if you go to the market, supermarket, you will get a very much clean, sorted grains, and we pay for them almost 100 rupees a kg, which is farmers are selling 30-40 rupees per kg. So what we can have the value addition of grading. The grading is again based on to the size, cheaper, density, little costlier. Color sorting, that is very important. So color sorting is another aspect where we can use a costlier machine, color sorter, which can take care of all your kind of removal of the color defective kernels. Those kernels or those grains which is shown the different dark color. So absolutely you can do that value addition, and this value addition, let me tell you, is going to cost you 2 or 3 rupees per kg. I'm telling higher side. When you do it at the 10 tons per hour, it is only a 1 rupees per kg will be your processing cost. In value addition of earlier product, let me tell you, please concentrate. The seminar is for you. We have traveled from CFTRI. So please know. So I will tell you when you take a unpolished millet, it is a 60 to 80 rupees per kg. Produce a semolina, 200 rupees per kg. Produce a mixes, 500 to 600 rupees per kg. See the range of the value addition. So from 60 rupees to the 500 rupees per kg. And that will be going very much easily. People are selling into the market. So that is what the kind of value addition we have. The another basic problem that we face in terms of jawar or bajra is the flour that have only the shelf life of 2 or 3 weeks, hardly 1 to 2 weeks. So we have a technology that can take care of the shelf life of almost 6 months or more than that. We have the basic problem here is again the high fat content and the lipase activity. So we should have a system wherein 2 things can be done. We can remove this portion from the grain in the fractionation process. That could be again loss of the nutrient. The other is how you are going to make a process or treat this grain wherein the nutrient can be retained and the lipase activity can be partially or completely done. So we have this technology where 6 months shelf life can be obtained, and then we can. Another advantage of this treatment, basically, there is a modification happens into the flour by which we can make a jawar roti and bajra roti making is a big skill. And today's ladies cannot do that one. It is really, I comes to the background where Maharashtra, it is a staple food. Where I comes from Latur district. 3 times we eat a jawar roti. But new generation cannot make a jawar roti. By using this treatment, there is a modification into the starches property, and it will help to make a jawar roti in a better manner by the male or the female also. So flavor development will be there. Another problem you may be facing is what we traditionally use is the chakki mill, the stone mill, or maybe we have the reinforced structure which is converted into the stone. So what happened basically, these stones during the grinding, we also published one paper in 2012.
I will not go to the publication. As sir told, I have to talk about the practicality. So what happens slowly, these stones will chip out and go to the floor. And their acid insoluble ash, that is indication of your silica matter, that is the indication of your stones will go on increasing. So what happens at the end of the day, by stone milling grinding, we are eating some portion of the stones on regular basis, and that is carcinogenic to us, and it is sometimes maybe not allowed under the FSSAI in terms of acid insoluble ash. So now we have another technology that Buller has developed in collaboration with the CSIR CFTRI. This is completely stainless steel mill, okay, all parts including the grinding. And then what we need to do it, we need to achieve the properties that we get into the floor by virtue of the stone grinding. If you talk about the stone grinding, heat generation is very important. The flavor generation is very important. Damage starch, which happens into the floor, which is responsible for the higher water absorption, and the softer root is important. So all these properties has been achieved by using this particular grinding system. This is available, this particular is called as a pizza mill by the Buller. We can grind 700 kg per hour. It is up to 5 tons per hour. Also plants are available. So we have now complete change of stone. We have replaced with the metal mill, stainless steel mill, which is having similar properties, producing a similar properties of a floor for the commercial or the community. So a lot of time we should see that we talk about the nutrition, we talk about the whole grain consumption. So always I talk about whether this whole grain consumption is safe for the consumption. So it is nutritious. Madam will agree, and then that is what all people are told. Whole wheat atta hai, ya whole wheat bajra flour hai, ya whatever. So what is that? Whole grain is good for the health. But another point one should keep it in mind, whether these whole grains are safe for the consumption. So we have removed all the impurities, but what happened basically, there will be certain kind of impurities which cannot be seen by the naked eyes, will be onto the surface of your grain. Okay, they are the pesticides, insecticides, fumigants, microbial, and at the same time you have a lot of sand and dust onto the surface that cannot be seen by, until and unless you are cleaning your grain with thoroughly water by 2 to 3 times. They may not go, or they will be embedded inside the bran layer also. So what is that? That means, yeah, 2 minutes, sir. Yeah. So we need to have the mechanism to remove that one. Could be a color sorter is the machine that is little costlier, but that can take care. Another important is all these contaminants onto the surface. So how you are going to do the surface cleaning, not by the wet method and the dry method. So we have the developed process wherein outer bran, not completely, outer bran could be a 0.5 to 1% can be removed out of the 12%, and there is a 50 to 60% reduction into the chemical contamination that is grain is going to have onto its surface, including the microbial contamination has come down. So this is what I can say. So always remember that whenever it is atta that is produced into the commercial mill, they use this kind of machineries. So better to eat the atta produced into the commercial mill because they have this kind of mechanism rather than buying the grain. We have the similar kind of product from the ragi, ragi suji, because ragi is a small grain, ragi is a soft grain. So when you try to make the suji out of the small grain, it will convert into the powder. So we have now process, by virtue of that one, we can make a suji out of the ragi or the fingal millet, 95% yield. Only 5% powder will be formed. So because powder is a cost of again 30-40 rupees kg, suji will go at the cost of 200 rupees kg. So we have upma mix, halwa mix, rava idli mix from the ragi, and then again retention of your all nutrient. We have the ragi flour that is very instant and then convenient to make the ragi mudde. This is another skill when you talk about the roti making. Ragi mudde making is also a difficult task. So we have made a flour that can take care or of ragi mudde. We have the decortication of the ragi, which remove outer bran. Yeah, a lot of nutrient loss will be there, but yeah, we can use this one for making different product. We have the malted winning foods. Okay, so that is prepared from basically ragi, and this is also important technology that has been transferred to the
many industries. We have the flakes that can be made from the ragi, foxtail, and other millets. So we have entire range of the product. I have not put basically the bakery product. What are the new technology? We are completely replacement of the 100% grain we have talked about. We have all the supplemented products of your bakery, from bread, cookies, cake, biscuit, pizza, where we can replace this flour up to the 30 to 40% and make these products. So once again, thank you very much for giving opportunity to the CSR CFTRI to have the stall as well as to have the presentation. I invite all the dignitaries also, as well as those who are really interested to set up the businesses and do the value addition. The millet and millet product is going to get into the commercial or the to reach to the customer. We have to make it into the form which is acceptable among all the kind of population. So that is what we want to try to do it. All these products what I have presented is lower water activity, no preservative, specifically when it comes to the Kerala, where we talk about always, it is talk everywhere, but yeah, it is no preservative added, 100% natural product. So thank you very much. Thank you. Thank you, Dr. Suresh, for highlighting the facilities that we are having now currently. If you look at 20 years back, we never had a millet processing facility in the country. And there are many programs in the country like the Canadian CEDA-based programs, IFAD-based programs. They have invested a lot of funds in India across millet growing regions that has really helped in terms of innovating novel technology in terms of processing. Particularly in the context of Kerala, what one can think about now, we have millet processing technology for finger millet and also for the kodo millet. These are the two different processing technology available on board. And historically, all the millet growing states, they are sending the produced grains to Nasik. In Nasik, they go for a large scale processing facility. They have the facility. Historically, they have been processing and distributing as a fasting grain across India. Now, probably the Kerala can think about it, procuring grains from millet growing state and developing eco-entrepreneurship for the youth and our women groups in the villages. And there are processing technology, pulverizing technology, and dehulling technology. These are the two different technology. They can put it on the ground, and they can develop, leveraging technology from CFTRI, from IAMR, from ICRISAT, and there are University of Agricultural Sciences, Dharwad, and University of Agricultural Sciences in Bangalore. They have all this technology in their shelf that can be demystified and customized locally and for the benefit of youth and women. Thank you, sir, for this wonderful, very useful talk. And now I call upon Dr. Sri Lashmi, Assistant Professor. Yeah, please. Rajesh. നന്ദി ഡോക്ടർ സാഖറെ. എനിക്ക് തോന്നുന്നു അദ്ദേഹം കാണിച്ചതിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുകയാണ്. കേന്ദ്ര ഭക്ഷ്യ സാങ്കേതിക വിദ്യ ഗവേഷണ കേന്ദ്രം മൈസൂരിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നടക്കുന്ന ഗവേഷണങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഒന്നാമത് അദ്ദേഹം തുടങ്ങുന്നത് ഈ ധാന്യത്തിന്റെ ഘടന, ഏത് ധാന്യമാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ധാന്യത്തിന്റെ ഘടന എങ്ങനെയാണോ എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉമി, തവിട്, പിന്നെ അകത്തുള്ള നമ്മൾ ഭക്ഷിക്കുന്ന ഭാഗം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മിനറൽസും നമ്മളിത് പോഷക സമ്പുഷ്ടമാണെന്ന് പറയുന്നു. ആ പോഷകങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് തവിടിലാണ്. അപ്പോൾ അത് നമ്മൾ കുത്തുമ്പോൾ അല്ലെങ്കിൽ ഉമി കളയുമ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ടതുണ്ട്. സാധാരണ ചെയ്യുമ്പോൾ 50% നഷ്ടം വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാങ്കേതിക വിദ്യ അതിനകത്ത് കൊണ്ടുവരിക? 70% നല്ല ഫലം കിട്ടാനായിട്ട് എങ്ങനെയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക? നിറം പോകാതെ, ഗുണം പോകാതെ എങ്ങനെയാണ് അത് മില്ല് ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് അദ്ദേഹം കൂടുതൽ സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരുപാട് മെഷീൻസും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രമാത്രം പ്രയോജനപ്പെടുത്താമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ റെഡി ടു കുക്ക് ആയിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങൾ
അതിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഉപ്മാ മിക്സ്, റവ ഇഡ്ഡലി, ഹൽവ മിക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു. മൂന്നാമത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചത് ഇതിന്റെ സംസ്കരണം, ഇത് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം കുരുമുളകിലും എല്ലാം നമ്മൾ ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വലിപ്പം, ധാന്യത്തിന്റെ വലിപ്പം, ആകൃതി, നിറം എന്നിങ്ങനെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വില കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 30 മുതൽ 40 രൂപ വരെ ഒരു കിലോയ്ക്കുള്ള ധാന്യത്തെ നമുക്ക് 100 രൂപയിലധികമാക്കി മാറ്റാനായിട്ട് ഈ ഗ്രേഡിംഗ് സഹായിക്കും. അതുപോലെ തന്നെ വിവിധതരം മില്ലുകളെ പറ്റി സംസാരിച്ചു. പിന്നീട് ധാന്യ സമ്പുഷ്ടീകരണം എന്നുള്ള, അതായത് അയൺ, സിങ്ക്, വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ കുറച്ചുകൂടി ഈ പറയുന്ന ധാന്യത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ധാന്യ സമ്പുഷ്ടീകരണം എന്നുള്ളൊരു പ്രക്രിയയെ പറ്റി സംസാരിച്ചു. ഏറ്റവും അവസാനം ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂപ്പൽ, അത് എങ്ങനെ ആണ് ഇതിന്റെ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാകുന്നത്, അതിനെ നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. കളർ സോർട്ടർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ, നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് അതിനുള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം, അതിന് പുറത്തിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം, പൂപ്പലടക്കം. അപ്പോൾ അതിനെ നമുക്ക് ശരീരത്തിന് കേടുകൂടാതെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു. അവല് പോലുള്ള ഫ്ലേക്സ് അങ്ങനെ കൊണ്ടുവരാമെന്നുള്ളൊരു കാര്യങ്ങളുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നന്ദി. താങ്ക് യു. Thank you, Rajesh. Now I call upon Dr. Sri Lakshmi, who is an assistant professor in ICAR, Krishi Vignan Kendra, Pattambi, Kerala Agriculture University. And she will be sharing the experience of the Attapadi, Palakkad district, and on the millet cultivation and value addition. I think this is a very important one for our context. I think a few years back, they have started reviving millet cultivation scale at Attapadi region. Over to you, Dr. Sri Lakshmi. We look forward to hearing from you. Especially, please focus on the value addition aspect of it, how this has happened in the Attapadi region. Yes, sir. Very good afternoon, sir. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yeah, we can hear you. Yeah. ഞാൻ ശ്രീലക്ഷ്മി, കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോ നമുക്കറിയാം ഈ 2023 ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ്. നമുക്ക് അതിന്റെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം, അതുപോലെ തന്നെ ചെറുധാന്യങ്ങള് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉൽപാദനത്തെ കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഈ വർഷം മൊത്തം നമ്മൾ ചെറുധാന്യ വർഷമായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഭാരതത്തില് 9 ചെറുധാന്യങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത്. അതില് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ് ബജ്ര അല്ലെങ്കിൽ നമുക്ക് അത് പേൾ മില്ലറ്റ് എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ അതിനെ കമ്പം എന്ന് പറയുന്നു. രണ്ടാമത് കൂടുതൽ കൃഷി ചെയ്യുന്നത് സ്വർഗമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ഒന്നാണ് റാഗിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഉമാകാന്ത് സാർ നേരത്തെ പറഞ്ഞിരുന്നു. കാര്യം റാഗി നമ്മൾ മുത്താറി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നു. റാഗിക്ക് കാൽഷ്യം ഒരുപാട് കൂടുതലാണ്. റാഗിയുടെ കാൽഷ്യം പാലിനേക്കാളിലും കൂടുതലായതുകൊണ്ട് തന്നെ പാൽ അലർജി ഉള്ളവർക്കൊക്കെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് റാഗി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്ന തിന. പിന്നെ മറ്റ് ചെറുധാന്യങ്ങളാണ് ഈ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ എന്ന് പറയുന്നത്. ചാമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും നന്നായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു ചെറുധാന്യം കൂടിയാണ്. പിന്നെ മറ്റൊന്നാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, അതുപോലെ പനിവരക്, കുതിരവാലി. ഇതെല്ലാമാണ് പ്രധാനമായിട്ട് നമ്മൾ ഭാരതത്തിൽ കൃഷി ചെയ്തു വരുന്ന ചെറുധാന്യങ്ങൾ. ഇനിയും നമുക്കിതിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഒരു ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആണ്, ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. കാരണം ഇത് ഏതൊരു കാലാവസ്ഥയിലും നമുക്കിപ്പോൾ മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയായതുകൊണ്ട് തന്നെ ഇവയെ ക്ലൈമറ്റ് സ്മാർട്ട് ക്രോപ്പ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് സ്വർഗത്തിനെ നമ്മൾ ക്യാമൽ ക്രോപ്പ് അല്ലെങ്കിൽ
വിള എന്നാണ് പറയുന്നത്. കാരണം രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പോലും നല്ല വിളവ് തരാനായിട്ട് സാധിക്കുന്ന ഒരു വിളയാണ് ഈ ക്യാമൽ ക്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാൺയാർഡ് മില്ലറ്റ് അല്ലെങ്കിൽ കുതിരവാലി. നമുക്കറിയാം ഹിമാലയൻ താഴ്വാരങ്ങളിലെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു വിള തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നന്നായിട്ട് തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ. അപ്പൊ ചെറുധാന്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് അതാണ്. ഇനി മറ്റൊന്ന്, നേരത്തെ ഉമാകാന്ത് സാറ് പറഞ്ഞ പോലെ ഇവയുടെ പോഷക ഗുണങ്ങളാണ്. അപ്പൊ പോഷക ഗുണങ്ങൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത് അന്നജ പ്രധാനമായിട്ടുള്ള ഒരു ചെടിയാണ്. മാത്രമല്ല ഇതിൽ മറ്റ് മൂലകങ്ങളുണ്ട്, ധാരാളം മൂലകങ്ങളുണ്ട്. അതുപോലെ തന്നെ മാംസ്യം പറയുമ്പോൾ പ്രോട്ടീനുകളുണ്ട്, പിന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെയേറെ നല്ലതാണ്. നമുക്കറിയാം നമ്മുടെ കേരളം ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആഹാരക്രമത്തില് ഈ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ കേരളത്തിലെ ചെറുധാന്യ കൃഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2022 ഫാം ഗൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുധാന്യ കൃഷി രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്, അതിനുശേഷം ഇടുക്കി ജില്ലയിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ചെറുധാന്യ കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് അറിയാം അട്ടപ്പാടി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചെറുധാന്യ കൃഷി ചെയ്യുന്നത്. പണ്ടെല്ലാം നമ്മുടെ കർഷകരൊക്കെ പറയാറുണ്ട്, നല്ല മുതിർന്ന കർഷകരൊക്കെ പറയാറുണ്ട്, പണ്ടെല്ലാം അവരുടെ പറമ്പുകളിലും മറ്റും ചെയ്തിരുന്ന ഒരു വിളയായിരുന്നു. പക്ഷെ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവർ ചെയ്യാറില്ല. ഇപ്പൊ പാലക്കാട് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അട്ടപ്പാടി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഗോത്രവർഗ വിഭാഗക്കാരെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ചെറുധാന്യ കൃഷിയാണ്. പക്ഷെ ഒരു കാലത്ത് ഈ ചെറുധാന്യ കൃഷി വളരെ കുറവ്, അതിന്റെ ഒരു അത് വളരെ ചുരുക്കം ആയി അവരുടെ വിസ്തീർണം ഈ ചെറുധാന്യ കൃഷി ചെയ്യുന്നത് വളരെ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം മുൻപ് വളരെ വ്യാപകമായിട്ട് അട്ടപ്പാടിയിൽ കൃഷി ചെയ്തിരുന്ന ചെറുധാന്യം ഇന്ന് വളരെ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു കർഷക സുഹൃത്ത് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ അമ്മ, സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു മുതിർന്ന കർഷകനാണ്, പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മ 104 വയസ്സ് വരെ ജീവിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ അവരുടെ ആഹാരക്രമത്തിൽ ഒരു തവണയെങ്കിലും അവര് രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരോ അവർ കഴിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ചെറുധാന്യങ്ങൾ അവര് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അവരുടെ ജീവിതശൈലി അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ചെറുധാന്യങ്ങൾക്കെല്ലാം അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു അവരന്ന് ജീവിച്ചിരുന്നപ്പോൾ. അപ്പോൾ അട്ടപ്പാടിയിലെ നമ്മൾ ഈ ചെറുധാന്യ കൃഷിയെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുൻപേ അവരുടെ തനതായ ഒരു കൃഷി രീതിയുണ്ട്. എനിക്ക് എത്ര ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുമെന്ന് എനിക്ക് അറിയില്ല. അവരുടെ തനതായ ഒരു കൃഷി രീതിയാണ് പഞ്ചകൃഷി. അപ്പൊ ഞാൻ ഈ ചെറുധാന്യ കൃഷികളെ കുറിച്ച് പറയുന്നതിന് മുന്നേ അവരുടെ തനതായ കൃഷിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് മണ്ണിനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും നോവിക്കാതെ ഗോത്ര വിഭാഗങ്ങൾ ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ് ഈ പഞ്ചകൃഷി എന്ന് പറയുന്നത്. ഏകദേശം 40 മുതൽ 60 ഡിഗ്രി ചെരിവുള്ള പ്രദേശങ്ങളെ ഈ കൊത്ത്, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ അവരുടെ സോയിങ് ഫെസ്റ്റിവലിന് എന്ന് എടുത്തതാണ് ഈ ചിത്രം. കൊത്ത് ഉപയോഗിച്ച് 3 ഇഞ്ച് മാത്രം ആഴത്തിലിറങ്ങുന്ന ഒരു ഉപകരണമാണ്. അത് ഉപയോഗിച്ച് മണ്ണിനെ ഒന്ന് ഇളക്കിയ ശേഷം 5 വിളകൾ ഒന്നിച്ച് വിതയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പൊ അതൊരു മിക്സഡ് ഫാമിംഗ് സിസ്റ്റം ആണ് നമുക്ക് പറയാം. ഒരു 5 വിളകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെറുധാന്യമാണ് വരുന്നത്. അതിൽ തന്നെ റാഗി, ചാമ, അതുപോലെ തന്നെ മറ്റു വിളകളും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വിതയ്ക്കുന്നുണ്ട്. തുവര ഒരു പ്രധാനപ്പെട്ട ഒരു വിളയാണ്. അതുപോലെ തന്നെ കടുക്, പിന്നെ തനകാണി എന്ന് പറയുന്ന പയറ്, പൊരിച്ചീര, അപ്പൊ ഇവയെല്ലാം കൂടി മിക്സഡ് ആയിട്ട് ഒരുമിച്ച് വിതയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഈ 4 മാസം മുതൽ നമുക്ക് റാഗി അതുപോലെയുള്ള ചാമയെല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 4 മുതൽ 10 മാസം വരെ അവരുടെ പോഷക സുരക്ഷ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ അവര് ആവശ്യാനുസരണം വളരുന്ന അനുസരിച്ച് അവർ ഹാർവെസ്റ്റ് ചെയ്ത് അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അവരുടെ ഒരു സ്ഥിരമായി ചെയ്തു വന്നിരുന്ന ഒരു പഞ്ചകൃഷി രീതി. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മണ്ണെല്ലാം ഒരുക്കിയ ശേഷം ജൂൺ ജൂലൈ ആദ്യ മഴയ്ക്ക് ആ ഒരു ടൈമിലാണ് ഇവർ ഈ പഞ്ചകൃഷിക്ക് ആയിട്ടുള്ള വിത്തുകൾ ഇറക്കുന്നത്. അപ്പോ
ഈ പഞ്ചകൃഷി രീതിയുടെ ഒരു ചെയ്യുന്നത് വളരെയേറെ കുറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിയുടെയും ഗോതമ്പിന്റെയും ഒരു സുലഭമായ ലഭ്യത, അതുപോലെ വന്യമൃഗശല്യം വളരെ കൂടുതലാണ്. അപ്പൊ വന്യമൃഗശല്യം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പം ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് ഈ ഒരു കൃഷി രീതി വളരെ കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇവര് തന്നെ മറ്റ് കൃഷികളിലേക്ക്, ഇപ്പം പരുത്തി പോലെയുള്ള, കോട്ടൺ പോലുള്ള മറ്റ് കൃഷിയിലേക്ക് അവർ തിരിയുകയും മറ്റ് തൊഴിലുകൾ തേടി പോവുകയും ചെയ്തപ്പോൾ അവരുടെ തനതായിട്ടുള്ള കൃഷി രീതിയെ അവര് തഴയുകയും അത് ഇല്ലാതാവുകയും കുറേശ്ശെ കുറഞ്ഞു വരികയും ചെയ്തു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം കേട്ടിരിക്കും ഈ ശിശുമരണങ്ങൾ, അല്ലെ, ധാരാളമായിട്ടുള്ള ശിശുമരണങ്ങൾ, അതുപോലെ തന്നെ ഗർഭിണികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർക്ക് വിളർച്ച, പോഷകക്കുറവ്, തൂക്കക്കുറവ്, ഇതെല്ലാം പ്രധാനമായിട്ടും അവരുടെ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്ന് വ്യതിചലിച്ച് പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഇപ്പൊ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾക്കും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതിജീവിക്കാനായിട്ട് അവരുടേതായ തന്നെ തനതായിട്ടുള്ള കൃഷി രീതി കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയയിൽ നിന്നിട്ടാണ് ഈ മില്ലറ്റ് ഗ്രാമം അല്ലെങ്കിൽ നമ്മള് ചെറുധാന്യ ഗ്രാമം എന്നുള്ളൊരു പദ്ധതി 2017-18 ആരംഭിച്ചത്. അപ്പൊ 2017-18 അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഊരുകൾ അവർ തിരഞ്ഞെടുക്കുകയും ആ ഊരുകളിലെ കർഷകർക്ക് വിത്തുകൾ ഒരു 1/2 ഏക്കറിൽ കുറയാതെ രീതിയിൽ അവർ കൃഷി ഇറക്കുകയും മില്ലറ്റ്, അത് ചെറുധാന്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ അത് 3 വർഷം അത് ഈ മില്ലറ്റ് ഗ്രാമ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ശേഷം 2020-21 ഇതിന്റെ തുടർച്ച എന്നോണം അട്ടപ്പാടി ആദിവാസി സമഗ്ര സുസ്ഥിര കാർഷിക വികസന പദ്ധതി ഇത് നടപ്പിലാക്കി കൊണ്ടുവരുന്നു. അപ്പോ ഈ ഒരു കർഷകന്, അവിടെ വേണ്ട ഒരു കർഷകന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം തേനീച്ച കൂടുകൾ, ഇപ്പൊ നമുക്കറിയാം ആനയ്ക്ക് ഈ തേനീച്ചയുടെ ശബ്ദം ഒരു പ്രശ്നമായതുകൊണ്ട് തേനീച്ച കൂടുകൾ സ്ഥാപിക്കാനും അങ്ങനെയുള്ള പല ട്രെയിനിങ്ങുകൾ, പല കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല അട്ടപ്പാടിയില് ഇവര് ജൈവ കൃഷിയിലാണ് കൃഷി നടത്തുന്നത്. ജൈവ കൃഷിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജൈവ സർട്ടിഫിക്കേഷൻ ഏകദേശം ആദ്യഘട്ടം എന്നോണം ഏകദേശം 926 കർഷകർക്ക് ഏകദേശം 740 ഹെക്ടറോളം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ജൈവ സർട്ടിഫിക്കേഷൻ, ഇൻഡോസേർട്ടിന്റെ സഹായത്തോടു കൂടി ജൈവ സർട്ടിഫിക്കേഷൻ എത്തിക്കാനായിട്ടും കൂടി ഇവർക്ക് സാധിച്ചു. അപ്പം ജൈവ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഫീൽഡിൽ നിന്ന് നമ്മൾ ഈ വിത്ത് സംഭരിക്കുമ്പോൾ ഒരു കിലോയ്ക്ക് 60 രൂപ എന്നുള്ള രീതിയിൽ വിത്ത് സംഭരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്കറിയാം നെല്ലിന്റെ സംഭരണ വില എന്ന് പറയുന്നത് 28 രൂപയാണ്. അപ്പം 60 കിലോ എന്നോണം ഇവർക്ക് വിത്ത് സംഭരിക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല ഈ വിത്ത് കേരള കൃഷി വിജ്ഞാന കേന്ദ്രം കോയമ്പത്തൂർ പോയിട്ട് പ്രോസസ്സ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് കോവിഡിന്റെ ആ ഒരു സാഹചര്യം വന്നു. കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഈ വിത്തുകൾ അങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അവർക്ക് അട്ടപ്പാടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടം വരെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് അട്ടപ്പാടിയിൽ ഒരു മില്ല് വന്നുകൂടാ എന്നുള്ളൊരു ചിന്തയില് പുതൂര് ഗ്രാമപഞ്ചായത്തില് ചീരക്കടവ് എന്ന സ്ഥലത്ത് ഈ ഒരു മില്ലറ്റിന്റെ ഒരു അഹാർട്സിന്റെ ഗുണഭോക്തൃ കെട്ടിടം ഒരു വാടക ഇല്ലാതെ ഒരു കരാർ അടിസ്ഥാനത്തിൽ പ്രാഥമിക സംസ്കരണ ശാലയാക്കി മാറ്റി. അപ്പൊ ഇതിപ്പോ നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട്. അപ്പോ പിന്നീട് അവരുടെ മില്ലറ്റ് വില്ലേജ് പ്രോസസ്സിങ്ങിൽ, അവരുടെ മില്ലറ്റ് വില്ലേജ് പ്രോജക്റ്റിന്റെ പല ഫീൽഡുകളാണ്. അപ്പം അവര് ഫീൽഡുകളിൽ പല മില്ലറ്റ്സും ചെറുധാന്യങ്ങൾ കൃഷി ഇറക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻസിനെ ഫീൽഡ് വിസിറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ ഒരു കാഴ്ചയാണ് ഇതിൽ കാണുന്നത്. ഇനി അട്ടപ്പാടി ഈ മില്ലറ്റ് വില്ലേജിന്റെ മറ്റൊരു നേട്ടമാണ് അട്ടപ്പാടി ട്രൈബൽ ഫാമേഴ്സ് അസോസിയേഷൻ ഫോർ മില്ലറ്റ് അല്ലെങ്കിൽ അറ്റ്ഫാം എന്നുള്ളൊരു FPO. അപ്പോ ഇതൊരു കാർഷിക ഉപഭോക്തൃ കമ്പനിയാണ്. അപ്പൊ 2021 സെപ്റ്റംബറിലാണ് ഇത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോ ഇവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ മുഴുവൻ ഊരുകളിലെ
പഞ്ചകൃഷി വ്യാപകമാക്കുക മാത്രമല്ല, ഇവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം സംഭരിച്ച് അത് ഈ മില്ലിൽ പ്രോസസ്സ് ചെയ്ത് അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ജൈവ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. പലതും നമുക്കറിയാം ജൈവ സർട്ടിഫിക്കേഷൻ ഉള്ളതായത് കൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഒന്നാണ് ഈ ഇത്. അപ്പം അവരുടെ പ്രോഡക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഒരു റാഗി പൊടിയാണ് അവരുടെ പ്രോഡക്റ്റ് കാണുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അട്ടപ്പാടിയിൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു ശിശുമരണ നിരക്കായിരുന്നു രേഖപ്പെടുത്തിയത്. അതായത് ഏകദേശം 31 ശിശുമരണമായിരുന്നു രേഖപ്പെടുത്തിയെടുത്ത് 2019 അതായത് ഇതിന്റെ ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ ശിശുമരണ നിരക്ക് നന്നേ കുറയാനായിട്ട് സാധിച്ചു. അതായത് 13 ശിശുമരണ നിരക്ക് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പം ഇത് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം കൈവരിച്ചതിന്റെ ഒരു തെളിവ് തന്നെയാണ്. ഈ മില്ലറ്റ് വില്ലേജിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം കൈവരിച്ച് ഇതിന്റെ ഒരു തെളിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മില്ലറ്റ് വില്ലേജിന്റെ മാതൃക പിന്തുടർന്ന് മറ്റ് ട്രൈബൽ ഡിവിഷനും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനും നമത്ത് വെള്ളാമേ എന്ന പേരിലും ഇതുപോലെ മില്ലറ്റിന്റെ അതായത് ചെറുധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം അട്ടപ്പാടിയിൽ അഗളി പഞ്ചായത്തിൽ ഒരു ട്രൈബൽ എക്സ്റ്റൻഷൻ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് നമ്മുടെ ടെക്നോളജികളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 2018 ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ട്രൈബൽ എക്സ്റ്റൻഷൻ സെന്റർ അവിടെ രൂപീകരിച്ചത്. അപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്. മാത്രമല്ല കർഷകർക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ്ങുകളും മറ്റുമെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഊരുകളിൽ പോയി തന്നെ കൊടുത്ത ഒരു ട്രെയിനിങ് ആണ് ഇവിടെ. വാല്യൂ അഡീഷൻ, മില്ലറ്റ്സിന്റെ ഒരു വാല്യൂ അഡീഷൻ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അഗ്രോ ക്ലിനിക്കുകൾ, നിരവധി അഗ്രോ ക്ലിനിക്കുകൾ, പല പല വിളകളുടെ അഗ്രോ ക്ലിനിക്കുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ധാരാളം ഫീൽഡ് വിസിറ്റുകളും അതുപോലെ തന്നെ ഫീൽഡ് ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ്, FPOs എല്ലാവരുടെയും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. അപ്പം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും മറ്റും എല്ലാം നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ കൃഷിയെ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ സെന്റർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു 2022 ഈ വന്യമൃഗശല്യം അതുപോലെ തന്നെ മാറി മാറി വരുന്ന മഴ കാരണം ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ, ഇതിന്റെ വിസ്തൃതി, ഏരിയ ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. 800 ഹെക്ടർ മാത്രമാണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് അവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. എന്നാൽ ഈ കൊല്ലം ഈ 2023 മില്ലറ്റ് ചെറുധാന്യത്തിന്റെ വർഷമായതുകൊണ്ട് തന്നെ അതിൽ ഒരു അവബോധം ഉണ്ടായി. ഈ ജനങ്ങള് കൂടുതൽ ഏരിയയിലേക്ക് ചെറുധാന്യ കൃഷി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വരികയും അത് കൂടുതലായിട്ട് അവിടെ ഇനി അടുത്ത ഒരു സ്ലോട്ടിൽ നമ്മളൊരു 3000 ഹെക്ടറോളം ഏരിയകളിൽ ചെറുധാന്യ കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളത് ഒരു നല്ലൊരു സൂചന തന്നെയാണ് അല്ലെ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ മില്ലറ്റ് കൾട്ടിവേഷൻ, ഇപ്പോൾ ഞാൻ അട്ടപ്പാടിയിലെ ഒരു സിനോറിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ നാടുകളിലും ഞാൻ നേരത്തെ പറഞ്ഞു പ്ലെയിൻസിലും നമ്മുടെ പണ്ട് മുതൽക്കേ നമ്മുടെ ഇവിടെ നാടുകളിൽ കൃഷി ചെയ്തിരുന്ന ഒന്നാണ് ചെറുധാന്യങ്ങൾ. ആ കൃഷി നമുക്ക് ഒന്നും കൂടെ വിപുലമാക്കാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന MSSRF-ന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. Thank you, Dr. Sri Lakshmi. I think it's a very fantastic and pragmatic presentation. In the opportunity for the communities to learn from you, especially have
you have actually tried to link with different aspects in the millet value chain. Essentially, that is needed, especially in the context of where we are trying to revive millet cultivation from the scratch. So the seed system development is the first one. And you have also spoken about farmer-friendly cultivation practice. That's a mixed cropping system. So there are there are states where people are now talking about SMI, system millet intensification, row planting, all these things. But in a scenario where if someone wants to really rebuild millet environment, the starting point is that the mixed farming system where community can access a lot of benefits, not only from millets and also from the associated crops. And also you have clearly mentioned that, how the value chain can be built that can strengthen the local economy and so on. There is a lot of things the communities across Kerala can learn from Attapadi case. And kudos to you. Thank you very much for your presentation here. Now we can move to Dr. Balakrishnan. Madam will start. Okay. Are you okay with that? Okay. So I now call upon Dr. Meka, Associate Professor, University of Transdisciplinary Health Sciences and Technology. Formerly it's called as FRLHT, Foundation for Revitalization of Health and Tradition. And she's basically a biochemist, and she has been working on the traditional crops and varieties and trying to link it with modern technologies, come out with novel products. And probably this is a place where she would share how, in the context of millets and associated and neglected and underutilized crops, how that can be leveraged for the benefit of research and development and as well as for the community. Over to you, Dr. Meka. So good afternoon, everybody. And it's a real honor and privilege to be part of this community seed fest. People like me spend years and years in the lab, and we never come out and see what's happening with the work that we do. So this is an opportunity for us to sort of combine the lab work that we're doing with what you are doing on the field. So in today's presentation, I want to talk about not my own personal work, but that of the Transdisciplinary University. We are a very small university. We are located in Bangalore. And I'd like to tell you a little bit about how our university came about. If you can just go to the next slide and the one in Malayalam. Next one. Yeah, just keep it here. So our university basically came from a NGO called the Foundation for Revitalization of Local Health Traditions. And this NGO believes that knowledge providers can come in many, many different varieties. It doesn't have to be somebody who has a PhD alone. It doesn't have to be in a book. So especially in our community, in your indigenous communities, knowledge providers can be anybody who has some traditional knowledge about a particular plant, about a food, and is able to transmit that over generations. And this is what sets us apart from all the other universities in this country. So in my university, you can be a teacher, depending on whatever is your expertise. So we have teachers who do dance, teachers who are involved in singing, farming, medicinal plants, Vaidyas. We recognize both Vaidyas that are Nati Vaidyas, so tribal health healers, as well as Vaidyas who are trained in Ayurveda, Unani. And we believe that all of these people have the power to bring knowledge to improve healthcare for all of us. Here are a couple of things that we have in our university. We have a herbarium for medicinal plants. We are known for our medicinal plants. So anybody who wants to ID medicinal plants can send them to us. We also have laboratories. So that's the part that I am part of. And we have a 100-bed hospital, which is an integrative hospital that practices both Ayurveda and modern medicine. A lot of people ask us this question, what is transdisciplinary?
So I want to take an example, and I will, although there is chicky on this slide, I will take millets. We are talking about millets today, so we'll take millets as an example. Now, when you talk about interdisciplinary research, in millets, you will say millets are high in nutrition. They have this much iron, calcium, protein, etc. You can also talk about it from the way it affects your body. Millets are good for your body. They are good for diabetics. We saw a list of diseases where they're very, very popular. So that's interdisciplinary research. If you want to take it up to another higher level, multi-disciplinary research, you can talk about what Dr. Sakhare said, millet processing technologies. How do you take the millet and make it into an idli? What are the supply chain problems? What is the economics? How do you sell your millet sevai? How do you grow millets? Like we just heard about millet farming. All of those things can come into the multi-disciplinary aspect. But what is transdisciplinary? Transdisciplinary is when you take into account indigenous knowledge. So that is paramparik knowledge. When you talk about traditions, about rituals, about recognizing firstly that millets is not it's an English word. It's not a Malayalam word. It's not a Kannada word. It's not a local word. You will recognize ragi or muttail, right? Chema, same. Those are what we recognize. That is our tradition. So what you will use chema or same for, you will not use ragi for. So these are the things that are at the next level, also in terms of farming methodologies. So mixed farming was quite popular decades back, but now we do monoculture. So those are all indigenous knowledge, paramparic knowledge, and we have not suitably converted that into scientific studies or rigorously tried to understand why they work. And that's one of the aims of this university. So we do research, teaching, and outreach in these subjects. TDU is a very small university. We do things right from basic research to community work, but we are only about 20 faculty at this point. So this is my last and final slide because I knew it was right at the end. So what can we do with you as a community, as your organizations and all the people here, right? So one of our strong suits is the documentation of local health traditions. And what are these local health traditions? So there are two examples that I have given here. The first is we looked at the prophylaxis ability of a hermal remedy. So this was a study where in Odisha, in a tribal community, malaria was very high. So my colleague, Dr. Prakash, basically went and did a documentation, and we have a very scientifically validated way of doing this documentation. He found the herbal concoction. The community itself made this herbal concoction. And then he basically studied what the efficacy was of taking this kashayam and the prevention of malaria. So the whole process was basically underpinned by science, but driven by the community. And this is what is something that is very valuable to us in our university. Another example, and that's to do with iron deficiency anemia. Here, we basically took an idea of nutrition and combined it with what people like to eat. So bakery items, I mean, a lot of people here will know, bakery items everybody enjoys to eat. So we thought, why not make a chip that is very good in terms of iron availability that people can make in their own homes with ingredients that they will find in their kitchen. So we have a chip here, which is made out of kadi patta leaves, moringa leaves, methi or fenugreek, amla powder, amla nellikai, amla powder, then shunti and rice flour. So you can make it out of rice flour, wheat flour, and you basically make it into a paratha and you can put it on the tawa or you can put it in an oven. And this can be done small scale in a village. It can be done in somebody's kitchen. And we've just finished a pilot observational study in a tribal hamlet in Nilgiris, where people took the small chips, one in the evening, one in the morning. And we find that there is a significant increase in HP levels.
But what is more important is that A, this is something people eat. B, unlike iron folic acid, it doesn't cause bloating and other issues. So there's very high acceptability. And lastly, this is again something that the community can themselves do. I represent the Center for Ayurveda Biology and Holistic Nutrition. So here we are basically trying to look at food from various different perspectives. Just go back. Yeah. Just 1 minute. Just want to see the version that I had. No, that's right. Okay, so basically, we are looking at traditional foods. I am interested in understanding this ragi or chena that you eat. How do you eat it? Do you make a pudi and do you put it with buttermilk more? Or do you have it as a roti? Do you have it as ganji? And then the traditional combinations of food. For example, we eat rice and dal together because rice actually lacks a couple of amino acids which can come in the dal format. Now, this is something you don't think about all the time, but traditional food combinations have a lot of nutritional validity to them. So we want to try and understand this from a biochemical perspective. We also want to do functional studies. So, for example, black rice, bamboo rice, so many rice varieties are there and each has a different claim against it. One is good for lactating women, one is good for growing children. We want to validate these claims. So like Dr. Anil Kumar was saying, we want to say, what is the science? And is that claim correct? To give everybody the confidence to take this in terms of health advice. We're also doing food technology in terms of making these products and seeing what they can be scaled up to. So in terms of the papad that I just talked to you about. And lastly, for those of you who are interested, we run a very niche MSc program called MSc Life Sciences Ayurveda Biology, where we've tried to combine both modern biology. So I come from a biochemistry perspective, and we have an entire set of scientists who have been trained in Ayurveda as well, who are teachers in this course. And in this course, we want to emphasize experiential learning. So learning from people and communities, not just from the textbook, and a learning that combines both India's older traditions as well as modern traditions. So with that, I'll end my seminar, and I'd like to thank Dr. Shakila and all the audience as well as the dignitaries here for the chance to speak. Thank you, Dr. Meha. Certainly, this is a high time for us to document the traditional crops and diversity and associated traditional knowledge. People talking about dying wisdom. So there is always a problem of the knowledge. There is a knowledge erosion happens, the diversity also lost. So it is high time, very important in that particular context. At the same time, in the context of NUS, neglected and underutilized species, now everyone is keen on looking at the nutraceutical and pharmaceutical properties of health properties of this neglected and underutilized species. So it is a high time, and there is a need for a synergy and participation of the community. And where we also need to talk about access and benefit sharing. That is very keen on that. While we are looking at communities, those who are custodians of biodiversity, agrobiodiversity, when we are documenting their traditional knowledge and we are researching on their nutraceutical and other properties, it is equally important that the benefits also flows back to the community. Here we have Dr. Balakrishnan, who was the secretary of the State Biodiversity Board, and he is the apt person to talk about the access and benefit sharing emanating out of biodiversity and traditional knowledge. Over to him. Yeah. Before that, yeah, brief translation. Rajesh. എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു, മലയാളത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസന്റേഷൻ
കൊണ്ടുവന്നതിൽ അവർക്ക് നന്ദി പറയുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയുകയാണ്. അവർ കൂടുതലും ലബോറട്ടറികളിലാണ് ചെയ്തിരുന്നത്. അത് ഇതുപോലുള്ള ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൽ അവളുള്ളൊരു സന്തോഷം അറിയിക്കുകയായിരുന്നു. ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണത്തിനും പാരമ്പര്യ ആരോഗ്യ സംരക്ഷണ രീതികളെ കുറിച്ചുള്ള പഠന ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആ ഒരു ട്രാൻസ്ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഡിസിപ്ലിനറി എന്ന് പറയുന്നത്? ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ എങ്ങനെ സാമൂഹിക വിജ്ഞാനവുമായി ബന്ധിപ്പിച്ച് പഠന ഗവേഷണങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ആ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമ്പരാഗത വിജ്ഞാനം, തദ്ദേശീയമായ വിജ്ഞാനം, അതിൻ്റെ വിവരശേഖരണമാണ് ആദ്യം ചെയ്യുക. തദ്ദേശീയ ആരോഗ്യ സംരക്ഷണ രീതികളും ഭക്ഷണ രീതികളും എല്ലാം മനസ്സിലാക്കിയ ശേഷം അതിനെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ലാബിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചും ലാൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രൊഫസർ MS സ്വാമിനാഥൻ എപ്പോഴും പറയുന്ന ലാൻഡ് ടു ലാബ് ആൻഡ് ലാബ് ടു ലാൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയാണ്. അപ്പോൾ ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മധുര പലഹാരം, ചെറുകടികൾ ഉണ്ടാക്കുന്ന കാര്യം, മുരിങ്ങ, നെല്ലിക്ക, കറിവേപ്പില, ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്നാക്സ് ചെറുകടികൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷ്യ സാങ്കേതിക വിദ്യ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ആധുനിക ജീവിത രീതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞത് അവിടെ നടക്കുന്ന ഒരു MSc കോഴ്സിനെ പറ്റിയാണ്. ലൈഫ് സയൻസ്, MSc ലൈഫ് സയൻസ്, ആയുർവേദ ബയോളജി, ഈ പറയുന്ന വിവരശേഖരണത്തിലൂടെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയും സംസാരിച്ചു. താങ്ക് യു ഡോക്ടർ മേഘ. Over to Dr. Balakrishnan. Balakrishnan is the former Secretary of State Biodiversity Board and former Director of this center. Over to you, Bala. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇരിക്കാനും അഭിമുഖീകരിക്കാനും. മാത്രമല്ല ഇതൊരു ബയോഡൈവേഴ്സിറ്റി, അഗ്രോ ബയോഡൈവേഴ്സിറ്റി സ്ഥാപനമാണ്. ഡൈവേഴ്സിറ്റിയാണ്, ജൈവ വൈവിധ്യം. ആ ഒരു വൈവിധ്യം ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളിലും കാണാം. ആദിവാസി നേതാക്കന്മാരുൾപ്പെടെ, ആദിവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെ, കർഷകരുൾപ്പെടെ, ശാസ്ത്രജ്ഞരും കുട്ടികളും ഗവേഷകരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സാണ് ഇവിടെ ഉള്ളത്. അതുതന്നെയാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രത്യേകതയും, പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്ററിന്റെ പ്രത്യേകതയും. ഈ ഇന്നിവിടെയുള്ള എക്സ്പേർട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധര്, ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രാജശേഖരൻ സാർ പോലുള്ള ആൾക്കാർ, ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഉണ്ട്, ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഗംഭീരമാണ്. അതിൻ്റെ റിസൾട്ട് പോളിസിയിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു രേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ലക്ഷ്യമിടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു. അവിടെ ഏറ്റവും പ്രധാനം ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ പ്രസന്റ് ചെയ്തതിലൊക്കെ പല രീതിയിലുള്ള പ്രസന്റേഷൻ കണ്ടു. ചിലര് എന്തൊക്കെയാണ് ചെറുധാന്യങ്ങളെന്ന് പഠിപ്പിക്കുകയായിരുന്നു, നമ്മളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ചിലര് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ ചില പ്രസന്റേഷനിൽ അത് എങ്ങനെ ഔഷധമായിട്ടും ഭക്ഷ്യയോഗ്യമായിട്ടും ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗം റിസർച്ച്, ഗവേഷണം, ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഈ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അറിവിനെ, നമ്മുടെ സമ്പത്തിനെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആൾ അതുപയോഗിച്ച് എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ അല്ല എന്താവട്ടെ, സാമ്പത്തികമായോ അല്ലാതെയോ എന്തെങ്കിലും ബെനിഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ എനിക്കും കൂടെ കിട്ടണം. ഇവിടെയുള്ള കുറിച്ചിനും കുറുവനും പണിയനും കാട്ടുനായ്ക്കനും ചോലനായ്ക്കനും എല്ലാവർക്കും കിട്ടണം. അതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ജൈവ സമ്പത്താണല്ലോ എല്ലാവരും ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട നാട്ടറിവിൻ്റെ ഒരു ഷെയർ ആർക്ക് കിട്ടണം? നമുക്ക് കിട്ടണം. അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. വലിയ വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ, ഒരുപാട്. നേരെ മറിച്ച് പോരാഞ്ഞിട്ട്
നമ്മുടെ രാജ്യത്തും വലിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ എത്ര കണ്ട് പെർഫെക്റ്റ് ആണ്, അവരൊക്കെ അവരുടെ പണി ചെയ്യുന്നുണ്ടോ, ഇനി നമ്മൾ ചെയ്യാനായിട്ടാണോ, എവിടെ ഗ്യാപ്പ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല നല്ല സക്സസ് സ്റ്റോറീസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും പോരാ, ഇപ്പോഴും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത സാഹചര്യം നമ്മൾക്കുണ്ട്. ഓടിച്ചു പോവാം. എങ്ങനെ ഇത് മില്ലറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും വളരെ സ്പീഡായിട്ട് ചില സ്ലൈഡൊക്കെ നേരത്തെ കാണിച്ചതുകൊണ്ട് ഞാൻ ചില സ്ലൈഡൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാം. എൻ്റെ കാര്യത്തിലേക്ക് മാത്രം കിടക്കാം. ഇന്ത്യ വളരെ ഗംഭീരമാണ്, ജൈവ സമ്പത്തിനാൽ സമ്പന്നമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൂടാതെ ഇന്ത്യയെ കുറെ മേഖലയൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാം. ഞാൻ ഇതുപോലുള്ള സ്ലൈഡൊക്കെ വിടുകയാണ്. ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് എന്തിനാണ് എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മനസ്സിലായത് കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭാഗത്ത്, പിന്നെ ഈ പറയുന്ന നമ്മൾ കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ വേറൊരു ഭാഗത്ത്. അപ്പൊ അതിനൊക്കെ അഡ്രസ് ചെയ്യാനായിരിക്കും ന്യൂട്രീഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. രണ്ടെണ്ണമാണ്: കാലാവസ്ഥ, ആരോഗ്യം. ആരോഗ്യത്തിൽ സാപ്പാട് നിറയെ കഴിച്ചാൽ പോരാ, പക്ഷെ അതിൽ പോഷകാഹാരം കൂടെ ഉണ്ടാവണം. നല്ല പോഷകാഹാര കുറവ് നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി മതി. ചിത്രമൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കൊറോണ വന്ന സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് 10 ലോഡ് 200 ലോഡൊക്കെ വരുന്നുണ്ട് കേരളത്തിലേക്ക്. വൈകുന്നേരം പ്രസംഗിക്കും. അപ്പോഴാണ് നമുക്കൊരു സമാധാനം. എന്താ, നമ്മുടെ വയലൊക്കെ വയലായിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ല. ഒരു വിള പോലും കൃഷി ചെയ്യുന്നില്ല. ആ ആൾക്കാരാണ് ഇവിടെ നമ്മൾ പുതിയ സാഹചര്യം. അപ്പൊ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിനെ എങ്ങനെ പരിഹരിക്കാം? മാത്രമല്ല നമ്മളിപ്പോൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ചിന്തിക്കുകയാണ്. കാരണം ന്യൂട്രീഷനും വേണം, കാലാവസ്ഥാ വ്യതിയാനം. ഇതിനെ രണ്ടിനെ അതിജീവിക്കുന്ന, നേരത്തെ രാജശേഖർ സാറും അനിൽ സാറും കൂടെ പറഞ്ഞു, ഇതിനെ രണ്ടിനെ അതിജീവിക്കുന്ന സാധനങ്ങളെ തേടി പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്, പഴയതിലേക്ക് തന്നെ തിരിച്ചു വന്നത്. അവിടെ റാഗിയും തെനയൊക്കെ കൃഷി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്ത വന്നത് അപ്പോഴാണ്. അതിനെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ പെട്ടെന്ന് വരണോ പതുക്കെ വരണോ, അല്ല നിലവിലുള്ള കൃഷിസ്ഥലത്തിനൊക്കെ പുനരുജ്ജീവിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഒരു ഭാഗത്ത് അവിടെ കിടക്കുന്നു. ഓക്കെ, ഈ പറയുന്ന വളർന്നു വരുന്ന നമ്മുടെ പോപ്പുലേഷന്റെ കണക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വലിയ കഷ്ടമാണ്, ശാപ്പാട് കൊടുക്കാൻ തികയില്ല എന്നാണ് പറയുന്നത്. വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വയലൊന്നും ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ ഏകദേശം നമുക്ക് ഫ്രീ ആയിട്ട് അരിയൊക്കെ കിട്ടുന്നുണ്ട്, 36 ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സ്ലൈഡ് ഞാൻ കാണിക്കാൻ കാരണം, ഈ ബയോഡൈവേഴ്സിറ്റി റിച്ച് സൗത്ത്, ബയോടെക്നോളജി റിച്ച് നോർത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ജൈവ വൈവിധ്യ സമ്പന്നമാണ്, പക്ഷെ അതിനെ ഇടിച്ചു പിഴിഞ്ഞ് മരുന്നാക്കാനുള്ള കഴിവ് നമുക്ക് കുറച്ച് കുറവാണ്. ഇടിച്ചു പിഴിഞ്ഞ് മരുന്നോ അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് എന്തെങ്കിലും പ്രോഡക്റ്റോ ആക്കിയിട്ട് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ടെക്നോളജി ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ എല്ലാവരും എത്ര കണ്ട് അതിലേക്ക് മെനക്കെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പൊ അതിൽ കുറച്ച് നമ്മൾ പുറകോട്ടാണ്. ഈ ഔഷധ സസ്യങ്ങൾ കയറ്റിവിടുന്നുണ്ട് ഇഷ്ടം പോലെ. 160 സ്പീഷീസ്, അതിൽ ഈ 100 മെട്രിക് ടണ്ണിൽ കൂടുതലുള്ള 108 സ്പീഷീസ് കൊണ്ടുപോകുന്നുണ്ട്. ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അത് ചോദിക്കാനും പറയാനും ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സംവിധാനം നിലവിലുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന 700-ലധികം വരുന്ന ആദിവാസി വിഭാഗങ്ങളും. കേരളത്തിൽ 36 ആദിവാസി വിഭാഗങ്ങളുണ്ട്. റിസോഴ്സ് റിച്ച്, അവരാണ്, ദേ ആർ ദ റിയൽ സയന്റിസ്റ്റ്. അവരാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ. അത് അവരെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവർ ഡീപ്പായിട്ട് പഠിക്കണം, അപ്പോൾ അവർ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനത്തിനും TDU-നൊക്കെ അത് ബോധ്യമായിട്ടുണ്ട്, TBGRയൊക്കെ അത് ബോധ്യമായിട്ടുണ്ട്. അവരാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ. നമ്മൾ എന്താ ചെയ്യണത്? റീഇൻവെന്റിങ്. വീണ്ടും അവരുടെ മുകളിൽ അവർ പഠിച്ച സാധനത്തിന് വീണ്ടും പഠിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പബ്ലിക്കേഷൻ ഉണ്ടാക്കി, വി ആർ എൻജോയിങ് വിത്ത് ദ പബ്ലിക്കേഷൻ. അതിനപ്പുറം കുറച്ച് പണിയുണ്ട്. ആ പഠിച്ചതിന് എന്ത് ചെയ്യും, അതിനപ്പുറം ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ആ പണിയെടുക്കാൻ നമ്മൾ സമയം കഴിഞ്ഞു. ഇത് ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിലുള്ള സമയത്ത് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി കിട്ടിയ അപ്ലിക്കേഷൻസ് ആണ്. ആ അപ്ലിക്കേഷൻസിൽ റിസർച്ച് ചെയ്യാൻ
ഇഷ്ടം പോലെ അപേക്ഷ വരുന്നുണ്ട്. പക്ഷേ മെറ്റീരിയൽ ട്രാൻസ്ഫർ, പ്രോഡക്റ്റ്, പാറ്റന്റ് അതിലേക്ക് പോകുമ്പോൾ ആപ്ലിക്കേഷൻ എണ്ണം വളരെ വളരെ കുറവാണ്, വളരെ കുറവാണ്. എല്ലാവരും റിസർച്ച് ചെയ്യുന്നുണ്ട്, ഡാറ്റ കമ്പയർ ചെയ്യുന്നുണ്ട്. കുറച്ച് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാണ് നമ്മൾ 1992 CBD, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും BMC എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. അവിടെ ഒരു രജിസ്റ്ററൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ട്, PBR. ഈ രജിസ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെയാണ് ഈ ABS എന്ന് പറയുമ്പോൾ ഞാൻ ആ രജിസ്റ്ററിന് പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം, കേരളമാണ് ആ രജിസ്റ്റർ എല്ലാ പഞ്ചായത്തിലും എല്ലാ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവർ. പക്ഷേ അതിനകത്തുള്ള കണ്ടന്റ് പേജ് 250-300 പേജൊക്കെ ഉണ്ട്. UP ആകെ 2 പേജേ ഉള്ളൂ PBRന്റെ ഈ പുസ്തകത്തിന്. നമ്മൾ മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയാവുന്നവർ പറയും അത് ഏകദേശം ഒരു 10% ആയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയും. അതിലുള്ള നാട്ടറിവ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം 1% പോലും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ അത്രയും വിവരങ്ങൾ പുറത്തുണ്ട്. ആ വിവരങ്ങൾ പുറത്തുണ്ടായാൽ എന്താ ഗുണം, എന്താ ദോഷം എന്നുള്ളതാണ് ഈ ABSനെ സംബന്ധിച്ചിടത്തോളം എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ധാരാളം നിയമങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ നിയമങ്ങളിൽ 1992 CBD. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ നിയമം ഉണ്ടാക്കിയത്. 2002, 92, 2002, ഇത് 2023. ആ നിയമം ഉണ്ടാക്കിയിട്ട് 20 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ജൈവ വൈവിധ്യ നിയമം അതിൻ്റെ സംഗതികളെ പറ്റിയിട്ടും നമുക്ക് എത്ര കണ്ട് ബോധ്യമുണ്ട് എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മളെ വി നെവർ തിങ്ക് ദ വെൽത്ത് ഓഫ് വാട്ടർ ആൻറ്റിൽ ദ വെൽ റൺസ് ഡ്രൈ എന്ന് പറയുന്ന പോലെ അറ്റ കയ്യിൽ മാത്രമേ. അവിടെ ജൈവ വൈവിധ്യത്തിനൊക്കെ പറയുമ്പോൾ നേരത്തെ ഒലിവർ സാർ പറഞ്ഞ പോലെ ഈ ജനറ്റിക് റിസോഴ്സ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ അവരുടെ കാര്യത്തിന് എന്ത് ചെയ്യുന്നുള്ളൊരു വിഷയമുണ്ട്. ഔഷധ സസ്യങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്നും ABS വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റ് കാര്യങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്ന വരുമാനം തിരിച്ചു കിട്ടാൻ പറ്റുമോ? പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ജൈവ വൈവിധ്യത്തിന്റെ മുകളിൽ തന്നെ ഔഷധ സസ്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ വ്യാവസായികാടിസ്ഥാനത്തിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് ABS കിട്ടുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എക്സാമ്പിൾ വയനാട്ടിനുണ്ടോ? നമ്മുടെ വയനാട് ജില്ലയ്ക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ? കയറ്റി കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ പഞ്ചായത്തിന് എന്തെങ്കിലും ശതമാനം കിട്ടുന്നുണ്ടോ? ആകെയുള്ളത് എൻ്റെ അറിവിൽ തവിഞ്ഞ് ആ ഓട കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഓട കൊണ്ടുപോകുന്ന സ്ഥലത്ത് ആ പഞ്ചായത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, ഇവിടുന്ന് ഓട കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് തരണമെന്ന്. അത് നമ്മളെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ നിന്ന് ഒരു ഡയറക്ഷൻ ഒരു ഐഡിയ കൊടുത്തപ്പോൾ അവരങ്ങനെ ഒരു ഇതിറക്കി. അതിനുശേഷം ആ ഓട കൊണ്ടുവന്നത് റെഗുലേറ്റ് ചെയ്യപ്പെട്ടു. കൊണ്ടുവന്ന കമേഴ്ഷ്യലി കൊണ്ടുവന്നവർ ഒരു ഷെയർ പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ വേറെ എക്സാമ്പിൾ നമുക്ക് കാണാനില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ചാമയും തിനക്കും ഈ പറയുന്ന വിറകിനൊക്കെ ABS കിട്ടുമോ നോക്കുകയാണ്. അവിടെ വലിയ വലിയ സാധനങ്ങൾക്ക് തന്നെ ABS കിട്ടുന്നില്ല, ചോദിച്ചു വാങ്ങുന്നില്ല. അവിടെ ഇതിന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഇല്ല. അങ്ങനെ ചാമയും തിനയും വിറകും അതിനൊക്കെ ABS വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 421 സസ്യങ്ങൾക്ക് ABS വേണ്ട. അതിൽ ഇതൊക്കെ ഉൾപ്പെടുകയും ചെയ്യും. ABS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൈവ സമ്പത്ത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഷെയറാണ്. അതിൽ ഈ പറയുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു വക സാധനങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല, എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ചാമയും തിനയും വിറകൊക്കെ കൊണ്ടുപോകാം, ഇഷ്ടംപോലെ കൊണ്ടുപോകാം. അതിനൊന്നും നമുക്ക് വരുമാനം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്തിൽ ഇത് കൃഷി ചെയ്യുന്നു, അത് അമേരിക്ക കൊണ്ടുപോകട്ടെ, അതിൽ നിന്ന് ഷെയർ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നോർമലി ട്രേഡഡ് ആസ് കമോഡിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഗണത്തിൽ പെട്ടിട്ടുണ്ട്. ഇത് 421 സ്കോപ്പില്ല. പക്ഷേ അതിനകത്തുനിന്ന് എന്തെങ്കിലും ജീനോ അല്ല എന്തെങ്കിലും ആക്റ്റീവ് മോളിക്യൂൾസോ എന്തെങ്കിലും ഇടിച്ചു പിഴിഞ്ഞ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിനെ വെച്ചൊരു ഉൽപ്പന്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സ്കോപ്പ് നമുക്കുണ്ട്. ഇത് ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. അപ്ലൈ ചെയ്ത് പാറ്റന്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ഈ പാറ്റന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ നാട്ടുകാരും അറിയുന്നുണ്ടോ? പാറ്റന്റ് അപ്ലൈ ചെയ്ത പാറ്റന്റ് കൊടുക്കുന്നതിന് മുമ്പേ അവർ നോട്ടിഫൈ ചെയ്യും. ഇതാ വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ നിന്ന് അവിടെ ഒരു റാഗി കൃഷി ചെയ്യുന്നുണ്ട്. ആ റാഗിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് ഗർഭകാലത്ത്
അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ സാധനമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു അറിവിന്മേൽ ഏതെങ്കിലും വലിയ ഗവേഷകൻ അതിനെ ഇടിച്ചു പിഴിഞ്ഞ് ആ അറിവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജീൻ അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കി അതിനെ പ്രോഡക്റ്റ് ആക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഒരു അറിവിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു സംഗതിയോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാനിതിന്റെ ഡീറ്റെയിൽ ആയി ടെക്നിക്കൽ ആസ്പെക്റ്റിൽ പോകുന്നില്ല, എങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന് വേണ്ടിയിട്ട് കുറെ നിയമമുണ്ട്. ഇതൊക്കെ ആ സംവിധാനമാണ്, ഞാൻ ഓടിച്ചു പോവാണ്. അതിനുള്ള സംവിധാനമാണ് ഈ പറയുന്നത്. സംവിധാനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധാനം ഉണ്ട്. നിയമം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, പാറ്റന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്ലാൻ വെറൈറ്റി പ്രൊട്ടക്ഷൻ ഫാർമേഴ്സ് റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത്ര നിയമങ്ങൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ആഴ്ന്ന് പോയി കഴിഞ്ഞാൽ അത് എത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. 10-26 സ്പീഷീസ് തൊടാൻ പാടില്ല കേരളത്തിൽ നിന്ന്, ആ ആക്ട് പ്രകാരം. എനിക്കറിയില്ല എത്ര ആൾക്കത് അറിയും, എത്ര ആളത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. നാട്ടിൽ നിന്ന് ധാരാളം കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയാണ് ആ സ്പീഷീസ്. ആ ഭാഗം പറയുന്നില്ല. ഇതൊക്കെ കുറച്ച് ഈ ഗവേഷകർക്ക് പറ്റിയൊരു സാധനമാണ്. ഞാൻ അതും കൂടെ ഇതിന്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഇപ്പോഴും അറിയാതെ ഇന്റർനാഷണൽ കൊളാബറേഷൻ നടത്തുന്ന ഗവേഷകരുണ്ട് ഈ നിയമം അറിയാതെ ഇപ്പോഴും. അതായത് അറിയാതെയാണ്, മനഃപൂർവ്വം നമ്മളെ റിസോഴ്സ് അങ്ങനെ ചെയ്യാനോ പിടിക്കാനോ അങ്ങനെയൊന്നല്ല. പക്ഷെ നിയമപരമായിട്ട് 3 വർഷം 5 വർഷം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കുള്ള ഫോമാണ് പറഞ്ഞിരിക്കുന്നത്, ഫോം 1, 2, 3, 4. ആ ഫോം വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു, അവർ ഗവേഷണം നടത്താം. അത്രയേ ഉള്ളൂ. ഒരു ഫോറിൻ കൊളാബറേറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഇന്ത്യ ഗവൺമെന്റ് അറിയിക്കണം, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയെ അറിയിക്കണം. അതേപോലെ തന്നെ ഒരു ഫോറിൻ വ്യവസായി വന്നിട്ട് കുറെ സാധനം കൊണ്ടുപോകുമ്പോഴും നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയെ അറിയിക്കണം. ഇതാണ് ആ ബെനിഫിറ്റ് ഷെയറിംഗ് പൈസ എത്ര പെർസെൻറ്റേജ് എന്നുള്ള ഒരു സ്ലൈഡ്. അത് എത്ര കിട്ടും എന്നുള്ളതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ TBGRI മോഡൽ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാണി ട്രൈബ്സിന്റെ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നാക്കി, ആരോഗ്യപ്പച്ച ഇടിച്ചു പിഴിഞ്ഞ് മരുന്നാക്കി, ജീവനി എന്ന് പറയുന്ന ഒരു ഔഷധം ഉണ്ടാക്കി അത് വിറ്റ് കിട്ടുന്ന പൈസയുടെ ഷെയർ ഈ പറയുന്ന പാവം കാണി വർഗക്കാർക്ക് കുറച്ച് ഷെയർ കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ പച്ചയായ അക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് എന്ന് ഒരു കാലത്ത് നമ്മൾ വിചാരിച്ച സാധനം. വലിയ മെനക്കെടാണത്. TBGRI ചെയ്തതിനു ശേഷം ആരും അതിന് ശേഷം ചെയ്തതായിട്ട് അറിവില്ല. ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രൈബൽ ട്രഡീഷണൽ നോളജ് IPR അത് വെച്ച് ചെയ്തതായിട്ട് വലിയ അറിവില്ല. അതിനുശേഷം മോഡലേ വന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ആക്ട് വരുന്നതിന് മുമ്പേ ഉണ്ടായ മോഡലാണത്, TBGRI മോഡൽ. അതാണ് യഥാർത്ഥ ABS. പക്ഷേ ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ABSന് മെനക്കെടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് കമേഴ്ഷ്യലി കൊണ്ടുവന്ന സാധനത്തിന് ഞങ്ങൾ പൈസ വാങ്ങും എന്നുള്ള രീതിയിലേക്ക് എത്തി നിൽക്കുന്നു. കുഴപ്പമില്ല, നമ്മുടെ സാധനം പോകുന്നതുകൊണ്ട് അത് നിയമപരമാണ് കേട്ടോ. അതൊക്കെ നിയമപരമായിട്ടുള്ളതാണ്. ഞാൻ ആ സ്ലൈഡ് കാണിക്കാൻ കാരണം റിസർച്ചിനാണ് കൂടുതൽ അപേക്ഷ, ഏതിനില്ല, പ്രോഡക്റ്റിനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 421 ഐറ്റം ഇതില്ലാത്തതാണ്. ഈ ABSന് സക്സസ് സ്റ്റോറി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുണ്ട്. ഇതങ്ങാ കാണുന്ന ഒരു ഓപ്പൻഷ്യ പോലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, കള്ളിമുൾച്ചെടി, അത് വിറ്റ് അവിടുത്തെ സാൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം വിറ്റ് പൈസയാക്കിക്കൊണ്ടുണ്ടായത്, അവരെ പറ്റിച്ചുകൊണ്ടുണ്ടായതിനെ പിന്നെ ഗവൺമെന്റ് ഇടപെട്ട് ABS വാങ്ങിച്ച് അവർക്ക് കുറെ ഗുണം ഉണ്ടാക്കി കൊടുത്തു. അത് കൃഷി ചെയ്യുന്നുണ്ട്. അതുമാതിരി ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കോസ്റ്റൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഒരു സീവീഡാണ്. അത് എക്സോട്ടിക് ആണ്. അതിന് ABS വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എക്സോട്ടിക് സ്പീഷീസിനെ എങ്ങനെ ABS വാങ്ങിക്കുന്നു എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടാണ്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ പറക്കി വിൽക്കുന്ന ജൈവ സമ്പത്തിന്. ഇതൊക്കെ കുറച്ച് ടെക്നോളജിക്കൽ റിലേറ്റഡ് ABS ആണ്. കുറച്ച് ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടാക്കിയ കേസാണത്. അതിന് പാറ്റന്റ് കിട്ടിയ കേസാണ്. ഇത് ഓങ്കോൾ ബുൾ. നമ്മളെല്ലാം വിചാരിക്കും ചെടിക്കും ഔഷധത്തിനും മറ്റേ പച്ചമരത്തിനും മാത്രമേ ഉള്ളൂ ഇത്. അങ്ങനെയല്ല. ഇത് ഈ ഒരു പശു ഉണ്ടല്ലോ, ഇത് തെലങ്കാനയിൽ നിന്ന് അവര് എത്രയോ വർഷമായിട്ട് 1960 മുതലേ ഇതിന്റെ എംബ്രിയോ കൊണ്ടുപോവാണ് ബ്രസീലിലേക്ക്. നമ്മൾ അറിഞ്ഞിട്ടില്ല, ഏതോ ടീം കൊണ്ടുപോവാണ്. അവിടുത്തെ ഈ പശുവിന്റെ എംബ്രിയോ എടുത്തിട്ട് ബ്രസീലിലേക്ക് കൊണ്ടുപോവാണ്. നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ വലിയ അസുഖത്തിനൊക്കെ ചികിത്സിക്കാൻ പറ്റിയ എംബ്രിയോ ആണത്.
ഭയങ്കര ഗുണമുണ്ട്. ഇപ്പൊ ഏകദേശം ഓങ്കോൾ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടുത്തെ ബുള്ള്. അതേപോലെയുള്ള ബുള്ള് അവിടെ ബ്രസീലിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ സാധനം കൊണ്ട് അവിടെ ഉണ്ടാക്കിയാണ്. ഇത് ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അറിഞ്ഞിട്ട് എന്ത് ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഷെയർ തരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കോടി രൂപ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അതാ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ റിസോഴ്സ് കൊണ്ടുപോകുമ്പോൾ ദിവ്യ ഫാർമസി കേസ് കുറച്ച് പേർക്കറിയാം. പതഞ്ജലിയൊക്കെ കുറെ സാധനങ്ങൾ ചെടികളൊക്കെ ഉപയോഗിച്ച് മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഷെയർ വാങ്ങിച്ച ഒരു സക്സസ് സ്റ്റോറി ഉണ്ട്. അവർ കോടതി പോയി ഷെയർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, പക്ഷെ കോടതി പറഞ്ഞു നിയമപ്രകാരം ഷെയർ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് അത്തരത്തിലുള്ള കേസ്. ഇതൊക്കെ ചെറിയ ചെറിയ ABS എക്സാമ്പിൾസ് ആണ്. ഒരു 10-25 എക്സാമ്പിൾ ഞാനതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ത്രിപുരയിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. അവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ അവിടുത്തെ ഒരു പുല്ല് പറിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ആ പുല്ല് പറിച്ച് വിറ്റത് മീഡിയേറ്ററെ വെച്ച് കമേഴ്ഷ്യൽ കമ്പനിക്ക് വിറ്റാണ്. ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്ക് 1 കിലോക്ക് 22 രൂപ കിട്ടാൻ തുടങ്ങി. 2 രൂപക്കെങ്ങാണ്ട് വിറ്റ പുല്ലാണ്. മാച്ചിയായിട്ട് ചൂലായിട്ട് ഉപയോഗിച്ച പുല്ലാണ്. അതാണ് ഒരു എക്സാമ്പിൾ. ഈ മില്ലറ്റിന്റെ കാര്യത്തിൽ ABS ഉണ്ടോ എന്നുള്ളതാണ്. അത് അന്വേഷിച്ചപ്പോൾ മില്ലറ്റ്, ഈ ചെറുധാന്യങ്ങളുടെ കാര്യത്തിൽ ABS ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് എത്യോപ്യ എന്നുള്ള ഒരു ഉദാഹരണമാണ്. എത്യോപ്യയിലുള്ള 3000 വർഷം മുമ്പേ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മില്ലറ്റാണ് അത് അവിടെ കാണുന്നത്. ആ മില്ലറ്റിനെ നെതർലാൻഡിൽ ഒരു കമ്പനി വന്നിട്ട് അവർ ഇടിച്ചു പിഴിഞ്ഞ് അതിൽ നിന്ന് വലിയ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി. എത്യോപ്യയായിട്ട് ആദ്യം ചെറിയ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പാറ്റന്റ് എടുത്തപ്പോൾ എത്യോപ്യയുടെ പേരേ ഇല്ല. പക്ഷെ ഇപ്പൊ എത്യോപ്യ തിരിച്ച് 2019 ആ പാറ്റന്റ് തിരിച്ചു വാങ്ങി. ഈ പാറ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഈ മില്ലറ്റ് ഉണ്ടല്ലോ, അവിടുത്തെ ഈ ചെറുധാന്യം, അതിനെ പറ്റിയിട്ടുള്ള അറിവ് എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നൊക്കെയാണ് കണക്ക്. എത്യോപ്യയിലുള്ള ഡോക്യുമെന്റ്സിൽ ഈ അറിവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PBRന് കുറച്ച് ഗുണമുണ്ട്. ഇവിടെ നിങ്ങളുടെ മുണ്ടക്കയിൽ കൃഷി ചെയ്യുന്ന റാഗിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ആ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പോയി ഒന്ന് എഴുതി വെക്കണം. ഇതിന് ഇന്നൊരു ഗുണമുണ്ട് എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് അറിവെന്ന് ഈ പറയുന്ന കൊണ്ടുപോയ ആൾക്കാർക്ക് എതിരെ കേസ് കൊടുക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ടെക്സാസ് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതും ഇതേപോലെ ഒരു ജനറ്റിക്, അതിൽ നിന്നൊരു ജീൻ എടുത്ത്, ഈ ജീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് ആ പാവപ്പെട്ട ആദിവാസികൾക്ക്, നാട്ടുകാർക്ക് ഉള്ളത് കൊണ്ടാണ് ജീൻ എടുത്തത്. അല്ലെങ്കിൽ എത്രയായിരം സ്വർഗം കിടക്കുന്നു, അതിലെല്ലാത്തിനും പോയിട്ട് ജീൻ എടുക്കാൻ പറ്റുമോ? അത് വലിയ മെനക്കെടല്ലേ? അപ്പൊ അവിടെയാണ് ഈ നാട്ടറിവിന്റെ പ്രാധാന്യം. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് റൗണ്ട് റിസർച്ച് ചെയ്ത ആദിവാസി എടുത്ത് പോയി ചോദിച്ചു, ഈ 1000 എണ്ണത്തിൽ ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ അവരെടുത്ത് കാണിച്ചു കൊടുത്തു. ഈ 1000 ഇടിച്ചു പിഴിഞ്ഞതിന് പകരം 1 ഒരെണ്ണം ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കിയാൽ മതി. അതാണ് IPRന്റെ യൂട്ടിലൈസേഷൻ. ടാൻസാനി എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ആ കാണുന്നത്, വേറൊരു സ്വർഗത്തു നിന്നുള്ള. ഇതാണ് ഇന്ത്യയുടെ കേസ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിലവിൽ അങ്ങനത്തെ എക്സാമ്പിൾ ഒന്നും തന്നെ മൈനർ മില്ലറ്റ്സിന്റെ കാര്യത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതില്ല. ഇനി അല്ലാത്ത എന്തെങ്കിലും റിസർച്ച് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അറിയില്ല. പക്ഷേ അടുത്ത സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അമേരിക്കയുടെ പാറ്റന്റ് ട്രേഡ് മാർക്ക് ഓഫീസിൽ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പോൾ കണ്ട കാര്യമാണിത്. ഇത്രയും മില്ലറ്റ്സിന് അവിടെ പാറ്റന്റ് എടുത്തിട്ടുണ്ട്. എന്തെടുത്തു എന്നുള്ളത് ഒരു പിടിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിലൊരു 10-100 കണ്ട് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വയനാട്ടുകാരുടെയോ അട്ടപ്പാടിക്കാരുടെയോ നോളജോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലുണ്ടാവും. ആര് പഠിച്ചിട്ടില്ല. അപ്പൊ അവിടെയാണ് ഒരുപാട് റിസർച്ച് ഗ്യാപ്പ് ഇതിലുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും ആവശ്യമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എത്തനോ ബയോളജി പേപ്പേഴ്സ് എത്രയാണെന്ന് ഒരു പിടിയില്ല. അതിൽ നിന്ന് ഇടിച്ചു പിഴിഞ്ഞ് എത്ര വാലിഡേഷൻ നടത്തി എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് നോക്കണം. ആ പെർസെൻറ്റേജും വ്യക്തമല്ല. പഠിച്ചതെല്ലാം തീസിസിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ടോ അല്ലാതെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് വലിയ ധാരണയില്ല. അതിന് തന്നെ ബെനിഫിഷ്യറിങ് എത്രയാന്നുള്ളത് ധാരണയില്ല. പരിഹാരം ഈ പറയുന്ന സിനർജൈസിങ് ഡിപ്പാർട്ട്മെന്റ്സ്, ഗവേഷണ സ്ഥാപനവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും R&D ഇൻസ്റ്റിറ്റ്യൂട്ടും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടും NGOs ഒക്കെ കൂടി ഒന്നിച്ച് നിന്ന് പണിയെടുക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് മാർഗം. താങ്ക് യു. Thank you, Dr. Bala, for emphasizing on the role of synergetic effect, across different, actors, and particularly in the context of ABS. ABS is always a complicated one, and in the context of cultivated crops, it's more complicated, and it certainly it calls for
separate seminar to discuss all these things. But thanks, Dr. Bola, for actually sharing all the, the wider dimensions in the context of agrobiodiversity and traditional knowledge, and recognizing methodologies and what needs to be done, and in the context of way forward. Thank you very much for that. And I'm learning from the organizer. Yeah, Rajesh, you have any announcement now, or are we continuing? Okay, so we will continue with this same the next session now. I think organizers are telling that we can close this session by 1:45 maximum. I'm taking another at least 15 minutes beyond that. 1:30 we're supposed to complete, but we will take up to 1:45. So we have around 5 plus 4, 8 panelists here, and we will request each panelist to have the brief intervention, about 3 to 5 minutes maximum. We will start with Dr. Nambudiri. Since morning, we have been learning in the context of neglected and underutilized species, right from seed to market, wider dimension. Probably I'll put forth 3 dimensions. What is more relevant for Kerala context? Learning from dignitaries here on the board, and also online and offline. What is more relevant? What is doable? And because since we understand in the Kerala context, we are starting from the scratch. So in a very pragmatic manner, what should be done? So from that angle, you can pitch your thought processes. 3 to 4 important points. What is more relevant? What can be done by the communities? What can be done by the non-governmental organizations and the research and development organization, and by the state? So from your vast experience, you can share your thoughts on that. We'll start with Dr. KUK Nambudiri sir, former director of CPCRI and former director of CBSE Wayanad. Over to you, sir. Thank you. നമുക്ക് 11-15 മുതൽ 1 മണി വരെ ഇതിന്റെ ചർച്ചകൾ തുടരാമെന്നായിരുന്നു നമ്മുടെ പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് വൈകി തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഒരു 1:30 വരെ, മാക്സിമം പോയാൽ 1:45 നമുക്കിത് സംഗ്രഹിക്കേണ്ടതുണ്ട്. 3 മണിക്ക് നമ്മുടെ MLA നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ഇത് തീർത്ത് ഭക്ഷണം കഴിച്ച് റെഡി ആവേണ്ടതുണ്ട്. അപ്പോൾ വളരെ ഈ ചർച്ചകൾ ഏകദേശം 7 പേരോളം ഉണ്ട്. ഈ ചർച്ചകൾ വളരെ ചുരുക്കത്തിൽ ഈ പോയിന്റുകൾ കേരളത്തിൽ നമുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് 3-4 മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഒന്ന് സംഗ്രഹിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. താങ്ക് യു. സമാരാധ്യനായ അധ്യക്ഷൻ ഒലിവർ കിങ്, പാനൽ വിദഗ്ധരെ, മാവേലി ഓണത്തിന് കൊല്ലത്തിലൊരിക്കൽ വരുന്ന പോലെ ഇവിടുത്തെ ക്ഷണമനുസരിച്ച് 1-2 പ്രാവശ്യം ഞാനിവിടെ വരാറുണ്ട്. പ്രധാനമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരെ കാണുക. അവർക്ക് എന്നൊരു ഇപ്പോഴും സ്നേഹമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ ഇതൊക്കെ അറിയാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ 40 കൊല്ലത്തെ ഗവേഷണ പരിചയം മുഴുവൻ ഇപ്പോൾ കൃഷി ചെയ്യുന്ന വിത്തിനെ ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ഉൽപ്പാദനം ഉള്ള വിത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പരമ്പരാഗത വിത്തിനങ്ങളെ പറ്റിയൊന്നും പ്രധാനമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. സോ പ്രൊഫസർ സ്വാമിനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ വന്ന് ചേർന്നതിന് ശേഷമാണ് ഈ പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രാധാന്യവും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും സോഷ്യലിതും ഒക്കെ വെച്ച് അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ മനസ്സിലായത്. അതിൽ പ്രത്യേകിച്ചും ഡോക്ടർ അനിൽകുമാറും ഡോക്ടർ പ്രജീഷും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് പോയി കണ്ടിട്ടുണ്ട്. എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഈ ഒരു വേദിയിൽ എന്താണ് സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഊണ് കഴിക്കാനുള്ള സമയത്ത് നിങ്ങളെ പിടിച്ചിരുത്തി ബുദ്ധിമുട്ടിക്കുന്നതിന് വളരെ വിഷമമുണ്ട്. കഴിയുന്നതിന് ചുരുക്കം. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം മില്ലറ്റ് അരിയേക്കായാലും ഗോതമ്പിനേക്കായാലും നല്ലതാണെന്ന്. എൻ്റെ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും. പക്ഷെ എൻ്റെ മോള് കൊച്ചുമക്കളുടെ പുറകെ ഈ മില്ലറ്റ് തീറ്റാനായിട്ട് നടത്തുന്ന പ്രയാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ മാഗിയായിട്ടും പിസയായിട്ടും ഡോക്ടർ അനിൽകുമാർ ബർഗറുമായിട്ടൊക്കെയാണ്
മത്സരിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തുള്ള സ്വാദില്ലെങ്കിൽ കുട്ടികൾ ഇത് കഴിക്കില്ല. കുട്ടികളുടെ വലിയവർ തന്നെ കഴിക്കില്ല. എൻ്റെയൊക്കെ പ്രായമുള്ളവർക്കറിയാം, എന്നെക്കായി പ്രായമുള്ളവരുണ്ടോന്ന് അറിയിച്ചോളൂ. ഇവിടെ ഗോതമ്പ് കഴിക്കാൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം. അമേരിക്കയിലെ കന്നുകാലിക്ക് പോലും പോണ്ടാത്ത ഗോതമ്പാണ് PL 480 നമുക്ക് എത്തി അയക്കുന്നത്. അപ്പൊ അത് ഗോതമ്പൊന്നും അല്ല, എന്തോ ഒരു സാധനം ഗോതമ്പെന്ന പേര് വരുന്നു. അത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ആ ഭൂമിയെല്ലാം കൂടി ഇട്ട് അരിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുക, റോട്ടി പോലൊക്കെ. അത് തിന്നാൻ പറ്റില്ല. പക്ഷേ കാലങ്ങൾ കൊണ്ട് എങ്ങനെ ഗോതമ്പ് നന്നാക്കി ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം, ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പൊ എത്രയോ ഭവനങ്ങളിൽ ഒരു നേരമെങ്കിലും അരിക്ക് പകരം ഗോതമ്പായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ പോയിന്റ്, എനിക്കിത് ഇതിൻ്റെ സ്വാദാണോ ഇതിൻ്റെ പ്രധാനം, ഇതിൻ്റെ അപ്പിയറൻസ്, ഇതിൻ്റെ സ്വാദ്. അറ്റ്ലീസ്റ്റ് കുട്ടികൾക്കാണ് നമ്മളിപ്പം ഞാൻ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കാണ് ഇത് കൊടുക്കണം. അവരെങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വാദും അപ്പിയറൻസും നന്നായിരിക്കും. ഡോക്ടർ സുരേഷ് പറഞ്ഞ പോലെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യം കഴിഞ്ഞൊരു 10 കൊല്ലം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മില്ലറ്റിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയാലും പല പ്രോഡക്ട്സ്, റാഗി, ഫ്ലവർ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യക്കാരല്ല കിനോയ് എന്ന് പറയുന്ന സാധനം 700 രൂപയാണ് കിലോ. ഇന്ത്യക്കാരനല്ല, പൊടിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അറിഞ്ഞാലും പ്രായോഗികമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ചില പൊടിക്കൈകൾ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ദോശയിലൊക്കെ കുറേശ്ശെ ചേർത്ത് സ്മഗിൾ ചെയ്താണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ തന്നെ ഇതും ദോശ പോലെയോ അദ്ദേഹം പറഞ്ഞ പോലെ ഗോതമ്പ് റവ പോലുള്ള റാഗി റവ ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ പറ്റിക്കാം. അപ്പം അതിനെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പം അപ്പിയറൻസും ഗുണമുള്ള മില്ലറ്റ്സ് ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിരാശപ്പെടേണ്ട കാര്യമില്ല. പലരും പറഞ്ഞ പോലെ കേരളത്തിലും ഇതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കടലാസിൽ ഒതുക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഈ സെമിനാറിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട്, നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം. Namaskaram. Thank you, sir, for that intervention. And now we can pass in Dr. C. Anil Kumar, who is Principal Scientist and Head KSCS TE. Please, over to you, sir. ബഹുമാനപ്പെട്ട വൈജ്ഞാനികരെ, വയനാടൻ കർഷകര ശ്രേഷ്ഠകരെ, ഇവിടെ നടന്ന ഒരു വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ നന്നായിട്ട് വിശകലനിച്ച ആരും ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആവർത്തന വിരസത ഒരു അനിവാര്യതയല്ലല്ലോ. എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളൂ. ഈ നമ്പൂരി സാറ് പറഞ്ഞതിൻ്റെ ഒരു ലീഡ് അനുസരിച്ച് നമ്മളെല്ലാം ഇപ്പോൾ ഒരു കുടുംബത്തെ പോലെ ഒരു റൂമിൽ ഇരിക്കുകയാണ്. എല്ലാം അറിവിൻ്റെ പല വിവിധങ്ങളായ കണങ്ങൾ നമുക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞു. കർഷകർക്കാണെങ്കിൽ വ്യത്യസ്തമായ അവരുടെ ചുരുങ്ങിയ സ്ഥലത്തുള്ള അനുഭവജ്ഞാനമുണ്ട്. ഇത് എങ്ങനെ സംയോജിപ്പിക്കാം? ഈ റൂമിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ഇതിൻ്റെ MSSR പ്രത്യേകിച്ച് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ഒരു ഫോളോ അപ്പ് പ്രോഗ്രാംസ് അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പോ അല്ലെങ്കിൽ ആശയ സമ്മേളനം തുടർ നടപടികൾ സ്വീകരിച്ചൊരു ക്രോഡീകരിച്ച് നോർമലായിട്ട് ആളുകൾ ഇതിന് തിന്നവർഗ്ഗങ്ങൾ കഴിക്കും. കാരണം എനിക്കും ഈ ആഹാരം അമ്മിച്ചമ്മാലിന് ശേഷം ഈ കൂര കുറുക്കി എന്ന നാക്കിൽ വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ മകനും കൊടുത്തു. പക്ഷെ പിന്നീട് ഞാൻ അതിനെയൊക്കെ മറന്നു. പിന്നെ ഞാനും അരി കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാനും അവബോധമായത്. ഇതിൻ്റെ ഒരു അനുമാനീയമായ ഒരു പുനർമാവിഷ്കരണം ഉണ്ട്, പലയിടത്തായിട്ടുണ്ടെങ്കിലും ഇതിനെ ഒന്ന് സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ദയവ് ചെയ്ത് MSSRന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നിലപാട് സമീപിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ബാലകൃഷ്ണൻ സാർ ഉൾപ്പെടെ എല്ലാ പറഞ്ഞ കാര്യങ്ങൾ, ഈ IPR എഫക്റ്റും ഈ ലൈപ്പോജനറ്റിക് ആസ്പെക്ട്സും C4 പ്ലാൻസ് ആണെന്നൊക്കെ പോകട്ടെ. നമുക്ക് നമ്മുടെ തനതായ പൈതൃകമായ അറിവിനെ വീണ്ടും നമ്മുടെ ജീവിതക്രമത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള എളിവായ ഒരു അഭിപ്രായത്തോടെ ഞാൻ എൻ്റെ മൈക്ക് KM രതീഷ് നാരായണൻ സാറിന് കൊടുക്കുന്നു. പ്ലീസ് ചെയർ കൺസിഡർ മൈ ബി ഗിവൺ ഫോർ ദാറ്റ്. So next panelist is Dr. M.K. Ratish Narayan, Assistant Professor and Department of Botany, Pioneer College. He was a scientist of CABC Wayanad and worked on yam. I think, we are not only just restricting to millets, you can also expand something to other allied, in neglected and replaced crops. Make your intervention briefly to the point where, how we can leverage all these R&D in the context of Kerala. പ്രിയപ്പെട്ടവരെ,
ഇവിടെ പലരും പറഞ്ഞതുപോലെ വളരെ സന്തോഷം. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ പലതരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലുപരിയായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണം, നമ്മൾ സ്ഥിരമായിട്ട് അലട്ടുന്ന പല അസുഖങ്ങൾക്കും കാരണം ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ടാണെന്നുള്ള ഒരു ബോധം ആളുകളിൽ വരുന്നുണ്ട്. അത്തരം ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ വളരെ കാലമായിട്ട് അനുഭവിക്കുന്ന പല ഹെൽത്ത് ഇഷ്യൂസും മാറുന്ന കുറെ കേസുകൾ പല രീതിയിലും നമ്മൾ അറിയുന്നുണ്ട്. ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നമ്മളൊരു ഇഷ്യൂവിനെ പല തരത്തില് പല ഗവേഷണ സ്ഥാപനങ്ങളിലെ അനുഭവമുള്ള പല ടെക്നോളജീസ് കണ്ടുപിടിച്ച ആളുകൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരം പല ലെവലിലുള്ള ടെക്നോളജികളും പലതരത്തിലുള്ള ഗവേഷണങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മോഡൽസ് നമുക്ക് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ഒരു 20 വർഷം മുന്നൊക്കെ ഇവിടെ വയനാട്ടിലത്തെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പല ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഏകദേശം 150ഓളം ചെടികളെ അവർ ഭക്ഷണമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതിലുപരിയായിട്ട് ഇത്തരം സ്പീഷീസുകൾ സംരക്ഷിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ്. അപ്പൊ അത്തരം രേഖപ്പെടുത്തലുകളൊക്കെ നമ്മൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. പല ഗവേഷണ സ്ഥാപനങ്ങളും അതിന് ശേഷം ഇവിടെ ബാലകൃഷ്ണനൊക്കെ സൂചിപ്പിച്ച പോലെ PhD പ്രബന്ധങ്ങളായിട്ടും മറ്റ് പേപ്പേഴ്സൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് പല ചർച്ചകളും പല സെമിനാറുകളും പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം നമ്മൾ ഇതുവരെ തേടിയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു മോഡൽസ് ഇല്ല എന്നുള്ളത് വളരെ ഒരു ഫാക്റ്റാണ്. അപ്പൊ അത്തരം മോഡൽസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഈ ഒരു സെമിനാറിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ മുന്നിലേക്ക് വരേണ്ടത്. പ്രത്യേകിച്ചും ഇപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പല സ്ഥലങ്ങളിലും വളരെ ആധികാരികമായിട്ട് പണ്ടുതൊട്ടേ കൃഷി ചെയ്തിരുന്നു. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ മില്ലറ്റ്സിനെ കുറിച്ചിട്ട് കുറെ അവയർനെസ് ഒക്കെ വരുന്നുണ്ട്, ആളുകൾ അതിന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. പക്ഷെ വാല്യൂ അഡീഷൻ വരുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രൈസാണ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകൾ വഴിയൊക്കെ പലരും ആക്സസ് ചെയ്യുന്നുണ്ട്, മില്ലറ്റ്സിന്റെ പല വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഒക്കെ ആക്സസ് ചെയ്യുന്നു. പക്ഷെ സാധാരണക്കാരനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറുന്നുണ്ട് എന്നുള്ള ഒരു ഫാക്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവര് അറിവ് കൊണ്ട് സമ്പന്നരാണ്. സാധാരണക്കാരും ആദിവാസി വിഭാഗങ്ങളൊക്കെ അറിവിനാൽ സമ്പന്നരാണ്. പക്ഷെ ഈ പറഞ്ഞ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വിഭാഗമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളൊരു 10, 20, 30 വർഷം തൊട്ടേ ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഒരു സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ അത് അഡ്രസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് എന്ന് തോന്നുകയാണ്. പിന്നെ തീർച്ചയായും ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ 1-2 പഞ്ചായത്തിന്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ പ്ലാനിങ് മീറ്റിംഗ് ആണ്. പക്ഷെ അവിടെയൊന്നും ഇത്തരം ചർച്ചകൾ വരുന്നില്ല എന്നുള്ളത്. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, BMCകളുണ്ട്, ഡോക്യുമെന്റേഷൻ ഒരു തരത്തിൽ നടക്കുന്നത്. പക്ഷെ അവരുടെ ഒരു പ്ലാനിങ്ങിൽ അവരുടെ ഒരു ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്ക് അത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത്തരം ഒരു ന്യൂട്രീഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഓർഫൻ ക്രോപ്പ്, നമ്മൾ നേരത്തെ പലരും പറഞ്ഞു, അത്തരം ക്രോപ്പുകൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പൊ അത്തരം ചിന്തകളുള്ള ആളുകൾ ഒരിക്കലും അവരുടെ പ്ലാനിങ്ങിൽ കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഒരു ഫാക്റ്റാണ്. അപ്പൊ ആ രീതിയിലും കൂടെ നമ്മൾ വയനാട്ടിൽ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ ഇപ്പം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ ഓർഫൻ ക്രോപ്പുകൾ സംരക്ഷിക്കാനും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ അപ്പൊ പഞ്ചായത്തിലൂടെ നമ്മൾ ഇടപെട്ടിട്ട് CBSE പോലെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസ് അത്തരം മോഡൽസ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. Thank you, Ratish, for that intervention. The role of institutions. Since morning we have been discussing about a lot of other things related to technology and other stuff. Role of women, role of BMC, role of Panchayat,
in the context of food and nutrition security, I have emphasized that is very important. Now we have Mr. Reggie Joseph, is a farmer and also representing JVOC Sustainable Food Forest Farming, and he is the National Medicinal Plant Board Award winner and also Plant Genome Zebra Award winner. Mr. Reggie Joseph, you can you can make your intervention. ഒരുപാട് സന്തോഷം. മാത്രമല്ല നമ്മൾ നമ്മുടെ മില്ലറ്റിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും അതേപറ്റി ചർച്ച ചെയ്യാനായിട്ടും ഇത് ഇത്രയധികം സമയം എടുത്തു എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ന്യൂട്രിയൻ വാല്യൂ, അതിന്റെ ഗുണം, അതിന്റെ ബാക്കി നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, ഇവ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ 98 മുതൽ അട്ടപ്പാടിയിലെ കിഴക്കൻ അട്ടപ്പാടിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. കിഴക്കൻ അട്ടപ്പാടിയിൽ 98 ഞാൻ കയറുമ്പം അവിടെ മില്ലറ്റ്, ഓയിൽ സീഡ്സ് ഒക്കെ കിഴക്കൻ അട്ടപ്പാടിയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു പെർസെൻറ്റേജ് ഇപ്പൊ ഒരു 5% താഴെയാണ്. അപ്പൊ 5% താഴെയായ ഒരു ക്രോപ്പിനെ പറ്റി ഇപ്പൊ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ വയബിൾ ആണ്, കേരളത്തിൽ നമ്മൾ ചെയ്യണം, അട്ടപ്പാടിയിൽ ചെയ്യണം, വയനാട് ചെയ്യണം എന്നൊക്കെ പറയുമ്പം വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം അവിടെ നമ്മൾ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന അതേ വിഷയം തന്നെ. അവിടെ നമുക്ക് ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് സഫീഷ്യന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഡെഫിഷ്യൻസി ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണ്. നമുക്ക് ന്യൂട്രിയൻസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും നോക്കുന്നത്. ആദ്യം ട്രൈബൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും അവരുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കൃഷി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ അട്ടപ്പാടി കയറുന്ന സമയത്ത് നമ്മൾ വീടുകളിലൊക്കെ പോയാലും അവർ അതുകൊണ്ട് തരുമായിരുന്നു. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ മില്ലറ്റിനെ പറ്റി ഇങ്ങനെ ഇവിടെ വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യുമ്പം മില്ലറ്റിൽ ഇന്നലെ നമ്മുടെ രാമേട്ടൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു കോറ കാപ്പിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊടുക്കാമായിരുന്നു. കാരണം അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനായിട്ടെങ്കിലും. അപ്പം അവിടെ ഇപ്പം അവിടെ എങ്ങനെയാണ് മില്ലറ്റ് അവിടെ കൃഷി ചെയ്യുന്നത്? കാരണം ഫുള്ളി ഗവൺമെന്റ് സപ്പോർട്ടിലാണ്. വിത്ത് സർക്കാർ കൊടുക്കുന്നു, ടില്ല് ചെയ്യാൻ സർക്കാർ കൊടുക്കുന്നു. അപ്പം അതെങ്ങനെ അതിന്റെ എക്കണോമിക്സ് ആണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് എക്കണോമിക്കലി വയബിൾ ആയ ഒരു സാധനം കൃഷി ചെയ്യാൻ ഒരുത്തന്റെ അവതാരി ആവശ്യമില്ല, ആരുടെയും സപ്പോർട്ടും ആവശ്യമില്ല. നമ്മൾ കൃഷി ചെയ്യും. കാരണം കൃഷിക്കാരനെ കൃഷി പഠിപ്പിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആള് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ജനിച്ചിട്ട് വേണ്ടി വരും. കാരണം അത്ര കപ്പാസിറ്റി ഉള്ള ആളാണ് കൃഷിക്കാരൻ. അത് മോശമല്ല. കാരണം കൃഷിക്കാരൻ ഇപ്പോഴും ജീവിക്കുന്നത് അവന്റെ എക്കണോമിക്കൽ ബെനിഫിറ്റ് കൊണ്ടല്ല, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ ഹെൽത്തി ആയ എൻവയറമെന്റ് കൊണ്ട് മാത്രമാണ് അവൻ ജീവിക്കുന്നത്. അപ്പം അത് അട്ടപ്പാടിയിലെ ഇഷ്യൂ ആണ്, എനിക്ക് നേരിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ പ്രസന്റ്ലി നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വയനാട്ടിലെ ഒരു വിഷയമാണ്. വയനാടുമായിട്ട് ഞാൻ ഇടയ്ക്ക് വരികയും ഇവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ വയനാട്ടില് ഇപ്പൊ ഞാൻ പറയില്ല, ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ വയനാട്ടിലെ കൃഷി സക്സസ് ആണോ, പ്രാക്ടിക്കലി സക്സസ് ആണോ, എക്കണോമിക്കലി സക്സസ് ആണോ, ഇവിടെയുള്ള ഇഷ്യൂസ്, അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന ഒരു പ്രദേശം, കേരളത്തിൽ ഏറ്റവും അധികം ടഫ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉള്ളത് ഇവിടെ നമ്മുടെ വയനാടാണ്. അപ്പൊ വയനാട് നമ്മൾ ഇനിയിപ്പോ ഇവിടെ ഭക്ഷണം തിരിച്ചു പിടിക്കണോ അതോ ഇവിടുത്തെ എൻവയറമെന്റ് തിരിച്ചു പിടിക്കണോ, ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇനി ഇവിടുത്തെ എൻവയറമെന്റും ഭക്ഷണവും കൂടെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ബേസിക് ആക്ടിവിറ്റി എന്തൊക്കെയാണ് വേണ്ടത്? അപ്പൊ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ബേസിക് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവിടുത്തെ സോയിൽ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ബേസ്മെന്റ് ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മൾ ടോപ്പ് ലെയറിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ സാധാരണ പറയും കതിരിൽ വളം വെക്കുക എന്നാ പറയാം. അപ്പൊ ബേസ്മെന്റിൽ ചർച്ച ഇപ്പോഴും നടക്കുന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ ഞാൻ പണ്ട് വയനാട് വരുമ്പോൾ ഇവിടെ വെള്ളത്തിന് സ്കേഴ്സിറ്റി ഇല്ല, സഫീഷ്യന്റ് വാട്ടർ ആയിരുന്നു. ഇവിടെ സ്പ്രിംഗ്ലർ ഇട്ടിട്ട് ബാക്കിയൊക്കെ നനയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് സഡൻ റെയിൻ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പോലത്തെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അവർ ഹൈലി ഇൻവോൾവ് ആണ്. അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യുമ്പം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭക്ഷണത്തില് ഫുഡിന്റെ ന്യൂട്രിയൻസ്, അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യുമ്പം അത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പൊ ഇതില് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റി. പക്ഷെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ മാത്രമേ ഉള്ളൂ, ഹാർട്ട് ഇല്ല. ഇപ്പൊ ഞാൻ പറയാം, അനുഭവം കൊണ്ട് പറയാണ്, നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരെയൊക്കെ കാണുന്നതാണ്. ഓൺലി സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ബ്രെയിൻ മാത്രമേ ഉള്ളൂ, ഹാർട്ട് ഇല്ല.
അതും കൂടെ വേണം, ഹൃദയത്തിന്റെ അതും കൂടെ കൂട്ടിപ്പിടിച്ചാലാണ് ഇതുണ്ടാകുക. കാരണം അവരൊരിക്കലും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ല. അവർ കൃഷി ചെയ്യട്ടെ, നമ്മുടെ ഗുഡ് ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തം നടട്ടെ, സ്വന്തം കൊയ്യട്ടെ, സ്വന്തം മെതിക്കട്ടെ, സ്വന്തം ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്. ഇത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഇസ് ബിഗ് സീറോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും കേട്ടിട്ട് ഞാൻ പറയാ നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി സത്യം പറഞ്ഞ് നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുക ചെയ്യുന്നത്. സയന്റിഫിക് കമ്മ്യൂണിറ്റി കോംപ്ലിക്കേറ്റഡ്. കാരണം അവർ പറയുന്ന കാര്യം നമ്മൾ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവർ സൊല്യൂഷൻസ് കറക്റ്റായ ഒരു സൊല്യൂഷൻ പറയാനോ നമുക്ക് വേണ്ട രീതി ഡയറക്ഷൻ തരാനോ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി തിരിച്ചു പിടിക്കണം, ഫുഡ് തിരിച്ചു പിടിക്കണം, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള ഇഷ്യൂസ് തിരിച്ചു പിടിക്കണം. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ സ്വാർത്ഥത തന്നെയാണ്. അല്ലാതെ നമ്മൾ ഈ ചെയ്യുന്നതൊന്നും വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ നന്നായിട്ട് ജീവിക്കാനും നമ്മൾ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്വാർത്ഥരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടത്തിൽ ട്രൈബ്സിന്റെ ഭക്ഷണമായ മില്ലറ്റ് നമ്മൾ എടുത്തതും ഇപ്പൊ അത് തിരിച്ച് അതിന്റെ ന്യൂട്രിയൻ വാല്യൂ ഒക്കെ അന്വേഷിച്ച് നമ്മുടെ ഫുഡിലെ ഡൈവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിച്ചതും അതും സ്വാർത്ഥത തന്നെയാണ്. അപ്പൊ അത് ആ ഒരു രീതി ഞാൻ പറഞ്ഞില്ല, അവരത് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന് ട്രൈബ്സിന് അതിൻ്റെതായ പ്ലസ് ഉണ്ട്, അവർക്ക് ഈ സാധനം ഇല്ല. അപ്പൊ അതില് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിങ്ങനെ ഫുഡ് ഫോറസ്റ്റ്, ജൈവ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് ചെറിയൊരു കർഷക കൂട്ടായ്മയുണ്ട്. അപ്പൊ ഞങ്ങള് വളരെ ചെറിയൊരു കൂട്ടായ്മ, ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ വലിയ സംവിധാനങ്ങളോ ഹൈടെക് ആയിട്ടുള്ള നോളജോ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റില് ഈ പറഞ്ഞ സോയിൽ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, എല്ലാം ഈ പറയുന്ന ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാത്തിനും മേ ബി അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അതിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ ഡില്ലി ചെയ്തിട്ടും പൊട്ടിയിട്ടും മില്ലറ്റ് പോലത്തെ സാധനം ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാം, നെൽകൃഷി ചെയ്യുന്നിടത്ത് അവിടെ നമുക്ക് ക്രോപ്പ് റൊട്ടേഷന് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് എക്കണോമിക്കലി ആണോ നമ്മൾ നോക്കണം. ഇപ്പൊ കർണാടക, തമിഴ്നാട്, അവിടുത്തെ എക്കണോമിക്കൽ വയബിലിറ്റി എന്താ നമ്മൾ അറിയണം, അവിടുത്തെ പ്രൊഡക്ഷൻ അറിയണം, ഇവിടുത്തെ ക്ലൈമറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വിഷയമാണിത്. കാരണം ഇത് മുഴുവൻ കൃഷിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവനെ പാപ്പരാക്കുന്ന ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട് ഇവിടെ. മിക്കവാറും അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അതാണ്. കാരണം കൃഷിക്കാരനെ കൂടി ചെയ്യിക്കും, അവൻ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് സാധനം നമ്മുടെ ഭക്ഷണത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞൊരു ഫുഡ് ഫോറസ്റ്റ് ഒരു കോൺസെപ്റ്റില്. കാരണം ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാം, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യാം, ഒപ്പം നമ്മുടെ ഭക്ഷണവും. അപ്പം ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ എന്ന് വെച്ചാൽ ന്യൂട്രിയൻ ഫോറസ്റ്റ്, ഫുഡ് ഫോറസ്റ്റ്, അതിപ്പം വേൾഡ് അഗ്രോ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടിയാണത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആക്റ്റീവായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ചെറിയ കമ്മ്യൂണിറ്റിക്ക് 450-ലധികം ഫുഡ് ഫോറസ്റ്റുകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് വെച്ചാൽ കേരളത്തില് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്, കരുത്തുള്ള പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം വിചാരിച്ചാല് ഇത് ശരിയാണോ തെറ്റാണോ എന്നെങ്കിലും അവർ പഠിക്കണം. ഇതൊന്നും ശരിയാവണം നിർബന്ധമൊന്നുമില്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം കൃഷിക്കാരൻ കണ്ടെത്തിയതിന് എന്നും തെറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വേറെ വശം. അപ്പൊ അതുകൊണ്ട് അവരത് പഠിക്കാം, പറ്റുമെങ്കിൽ ദേ ക്യാൻ പ്രൊമോട്ട്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഒരുപാട് സന്തോഷം, സ്നേഹവും. Thank you, Reggie, for that important intervention, highlighting the role of food forest. Particularly, this morning we learned from the Attapadi case that we can revitalize the entire process with the farmer's method of production, not much modified method of production. We can initiate with the revitalizing the seed system, revitalizing the millets on farm, farmer's method of cultivation in terms of mixed cropping. And here now we heard from Reggie that the food forest. So this will really help in terms of mitigating and adapting to changing climate risk, and also it provide nutrition for the farm households. Thank you, Reggie, for that intervention. Yeah. So now we move to next panelist, Reggie Mole, Mini Mole. Mini Mole, representing Marayur community, and she's also Genome Xavier Award winner. Over to you. Thank you, sir. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സോഷ്യൽ വർക്കറായ മിനിയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ 11 ട്രൈബൽ ആദിവാസി കോളനികളാണുള്ളത്. ഈ കോളനികളിലെ ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പിലാണ് കുറെ ആൾക്കാർക്ക് ഷുഗർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം പണ്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാട്ടുകിഴങ്ങുകള്, ഈ നമ്മുടെ ഈ റാഗി പോലുള്ള എല്ലാം തനതായ അവരുടെ ആഹാര സാധനങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയും
നിലവിൽ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അവര് അതിൽ നിന്ന് പിന്മാറി. അതായത് കൃഷിയുടെ ഒരു സാഹചര്യം കൊണ്ടും കുറെ വിഷയങ്ങൾ ഒക്കെ കൊണ്ടും അവരതിൽ നിന്ന് പിന്മാറി. സാധാരണയായിട്ട് അരിയാഹാരം കൂടുതൽ കഴിച്ചു. അപ്പൊ ഇതിൽ ഇവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ കണ്ടെത്തിയ ഒരു ഭാഗം ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും ഇവരിലൂടെ ഇവരുടെ തനതായ വിത്തുൽപ്പന്നങ്ങൾ റീപ്രൊഡക്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് വിൽക്കാൻ ഒരു അവസരവും കൂടെ കണ്ടെത്തിയായിരുന്നു വനംവകുപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഞങ്ങൾ 100% വിജയിച്ചു എന്ന് പറയില്ലെങ്കിലും ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഏകദേശം നമ്മൾ റാഗി എന്ന് പറയുന്ന നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന മുത്താറി, ഇത് ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 8 വെറൈറ്റി നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ 35 വെറൈറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അത് മാത്രമല്ല ബീൻ ഐറ്റം തന്നെ നമുക്ക് 22 വെറൈറ്റി, പിന്നെ പംകിൻ ഒരു 4 വെറൈറ്റി, അതർ മില്ലറ്റ്സ് ഒരു 10 വെറൈറ്റി, അങ്ങനെ ടോട്ടലി നമുക്കൊരു 70 തരത്തിലുള്ള വിത്തുൽപ്പന്നങ്ങൾ ഞങ്ങളുടെ കൈവശം ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പൊ നമ്മുടെ ഇവിടെ സംസാരിച്ച പല എനിക്ക് അറിയില്ല ഉദ്യോഗസ്ഥരെല്ലാവരും പറഞ്ഞു ഈ റാഗി എന്നുള്ള അത് ചെറുധാന്യങ്ങൾ കൊണ്ട് എന്തുണ്ടാക്കണം എന്ന് ചോദിച്ചു. ഞങ്ങള് ഈ കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്ന വൈഗ പ്രോഗ്രാമില് വെറും റാഗി ലഡുവും നറുനീണ്ടി ചായയും കൊടുത്ത് 20,000 രൂപ ഞങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അത് 6 days കൊണ്ട്. കാരണം ഈ റാഗി ലഡു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജിലേബിയും റാഗിയും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വെറും റാഗി കൊണ്ട് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഗിയും വെറും നെയ്യും ശകലം ശർക്കരയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ലഡു ഉണ്ടാക്കി കൊടുത്ത് ചോദിച്ച് വന്ന ആൾക്കാർ വാങ്ങി തിന്നാൻ താല്പര്യപ്പെട്ടു. ഒരു ഷോർട്ടായ ഞാനൊരു ക്ലൂ തരാം. ഒരു റാഗി മിൽക്ക് നമുക്ക് വീട്ടിൽ എനി ടൈം ഏത് സമയവും നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഹെൽത്ത് നല്ല എനർജറ്റിക് ആക്കി വെക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗി മിൽക്ക്. വെറും ഒന്നും ചെയ്യണ്ട, ഒരു 2 സ്പൂൺ റാഗി എടുത്ത് നമ്മൾ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിന്റെ പൗഡർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ആ മേളിൽ തെളിഞ്ഞു വരുന്ന ആ കാടി നമ്മളൊന്ന് അരിച്ചു മാറ്റുക. അതിനുശേഷം അത് അടപ്പത്ത് വെച്ച് ഒരു 1/2 ഗ്ലാസ് പാല്, ഏത് വേണേലും നമുക്ക് പാൽ ഉപയോഗിക്കണമെങ്കിൽ വേണ്ട, പാൽ ഉപയോഗിക്കുക. ഒരു 1/2 ഗ്ലാസ് പാല് ഒഴിച്ച് നന്നായി ബോയിൽ ചെയ്യുക. നന്നായി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു ശകല ശർക്കര, പഞ്ചസാര ഒരിക്കലും വേണ്ട, ഷുഗർ ഉള്ളവരാണെങ്കിൽ ഉപ്പ് ചേർക്കുക. അല്ല എങ്കിൽ നമുക്ക് ശർക്കര ഓക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ഇട്ട് അല്പം ഏലക്കയും കൂടെ പൊടിച്ചിട്ട് നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിച്ചു നോക്കൂ. നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ്. ഞങ്ങള് മറയൂര് ഞങ്ങളുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വരുന്ന ഗസ്റ്റുകൾക്ക് റാഗി മിൽക്ക് സ്ഥിരമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം റാഗിയുടെ എനി ഐറ്റം, പത്തിരി ഉണ്ടാക്കാം, റാഗി ലഡു ഉണ്ടാക്കാം, റാഗി ദോശ ഉണ്ടാക്കാം, റാഗി പക്കോട ഉണ്ടാക്കാം, റാഗി പുട്ടുണ്ടാക്കാം. നമ്മൾ അരിയാഹാരം കൊണ്ട് എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുന്നോ അത് നമുക്ക് വീട്ടിൽ സുലഭമായി ഈ റാഗി കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ 35 വെറൈറ്റി റാഗി ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു. അതില് ഏറ്റവും നല്ല ടേസ്റ്റി, കാരണം നമ്മുടെ മൂപ്പന്മാരിൽ നിന്ന് പഠിച്ചതാണ്, അവര് പറഞ്ഞു തന്നതാണ്. ഏറ്റവും ടേസ്റ്റിയായ റാഗി എന്ന് പറഞ്ഞാൽ പച്ചമുട്ടി റാഗിയാണ്. 35 വെറൈറ്റി റാഗിയിൽ ടേസ്റ്റി ആയത് ഞങ്ങൾക്ക് കിട്ടിയതില്ലെന്ന്. അതിനാണ് ഉള്ളതിൽ ഏറ്റവും ടേസ്റ്റ്. മറ്റൊന്നിനും ടേസ്റ്റ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് പച്ചമുട്ടി റാഗി എന്ന് പറയുന്നത് വളരെയധികം ടേസ്റ്റ് ആയതാണ്. അപ്പൊ ഇവരിത് തനതായിട്ട് ഉണ്ടാക്കി നമ്മൾക്ക് തരുമ്പോൾ അതെന്താണ് അതിന്റെ ഗുണങ്ങളെന്നും കൂടെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ആദിവാസി ട്രൈബൽ മേഖലകളിലെ എല്ലാ കുടികളിലേക്കും നമ്മൾ ഒരു 1/2 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന സീഡ് സൗജന്യമായിട്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയാണ്. അവര് മറ്റു കോളനികളിലും ആവശ്യപ്പെടുന്ന ആർക്കാണോ അവർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഒപ്പം നമ്മൾ സീഡ് കളക്ഷൻ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇന്നിവിടെ സ്റ്റാൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സ്റ്റാളിൽ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബൾഗറും പിസയും ഒക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബീൻസിന്റെ ഞാൻ പറഞ്ഞു 15 വെറൈറ്റി ഞങ്ങൾ ഇവിടെ സീഡ് പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതില് ഏറ്റവും ടേസ്റ്റ് നമുക്ക്, അതായത് ഇവിടെ ഉള്ള ബട്ടർ ബീൻ എന്ന് പറയുന്ന ഒരു ബീന് നമുക്ക് നിലവിൽ നമ്മൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ആദിവാസി ട്രൈബൽ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ബട്ടർ ബീൻ ഏറ്റവും കൂടുതൽ ഹെൽത്തിയാണ്. അയൺ കണ്ടന്റുള്ള അയൺ ബീൻസ് വേറെയുണ്ട്. ഹെൽത്തി ആയ ബട്ടർ ബീൻ ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെ നമുക്ക് വെച്ചാൽ അത്രമാത്രം ടേസ്റ്റിയാണ്. നമുക്ക് ഇറച്ചി മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ തിന്നാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബട്ടർ ബീൻ നമ്മൾ ആരും വാങ്ങുന്നില്ല. അയ്യോ നമുക്കിത് വേണ്ട, കൊള്ളത്തില്ല, ബീന ഇച്ചിരി ഇറച്ചി മേടിച്ചാൽ എളുപ്പം പരിപാടി കഴിഞ്ഞു. പക്ഷെ ഈ ബീന് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് പോകുന്നത് മൊത്തം തമിഴ്നാട് മാർക്കറ്റിലേക്കാണ്. ലോഡ് കണക്കിന് പോയി, നമ്മുടെ ട്രൈബൽ മേഖലയിൽ നിന്ന് ലോഡ് കണക്കിന് പോയി അവരത് വിറ്റ് അവരത് കാശുണ്ടാക്കുന്നു, അവരത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളില്ലാതെ എത്ര പേരുണ്ട്. ഞാൻ ഇന്ന് സ്റ്റാളിൽ അത് ഇട്ടിട്ടുണ്ട്.
സ്റ്റാളിലിട്ട് ഞാൻ എടുത്ത് ഓരോരുത്തരോട് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നതിന് നല്ലതാണ്, നിങ്ങൾ 2 ബീൻ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ നട്ടു നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഒരു കറുത്ത ബീനുണ്ട്, ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പൊ നമ്മളത് ഓരോ കാര്യങ്ങളും എടുത്ത് ഈച്ചായിട്ട് ഞാൻ പറഞ്ഞ് കൊടുത്താണ്. ഞാനിപ്പം സ്റ്റാളിൽ ഇപ്പൊ 3 4 സ്റ്റാളുകളിൽ ഞാൻ പോകുന്ന സ്റ്റാളുകളിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും നിരന്തരം. റാഗി കൊണ്ട് ഇവര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ മുത്താറിയും കൊണ്ട് എന്തുണ്ടാക്കാനാ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റിനൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇത് എന്ത് ചെയ്യണം, ഇത് എങ്ങനെ കഴിക്കണം, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കുറെ ഉണ്ട്. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് ചിന്നാർ വന്യജീവി സംഘത്തിലെ DFO വിനോദ് സാറാണ്, റേഞ്ച് ഓഫീസർ നിതിൻലാലാണ്, ഞങ്ങളുടെ കൂടെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി ആദിവാസി ട്രൈബൽ മേഖലയിലെ എല്ലാ ചേച്ചിമാർക്കും എല്ലാ ചേട്ടന്മാർക്കും വേണ്ട പിന്തുണ ഞങ്ങൾ വനം വകുപ്പ് ചെയ്തു കൊടുക്കുന്നത്. അതിലൂടെ കിട്ടിയതാണ് ഏകദേശം ഞങ്ങൾക്ക് ഒരു 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഊര് എന്നുള്ള ഒരു അവാർഡാണ് ഞങ്ങൾക്ക് 3 lakhന്റെ ഫസ്റ്റ് കിട്ടിയത്, തായാണ്ണൻ കുടിക്കാണ് അത് കിട്ടിയത്. സെക്കൻഡ് വേൾഡ് മലയാളി അസോസിയേഷന് 1 lakh കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടിയതാണ് പ്ലാൻ ജീറോ കമ്മ്യൂണിറ്റി സേവിയർ അവാർഡ് 10 lakh വാങ്ങിക്കൊടുക്കാനിടെ. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ട്രൈബൽ മേഖലയുള്ള ജനങ്ങളോടൊപ്പം തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. Thank you, Minimol ji. This is really, inspiring. We need more and more people like you. That is what we call it as a custodian farmer network, and the women custodian farmer network, because they are the seed savers as well as entrepreneurs. Many of the millet mission, wherever we go, we see that only it is actually the mission is backed by the women farmers and women custodian farmers, because they are the seed keeper and eventually processor, and also they are the innovators. So more and more minimoles are needed for Kerala, and in the context where millet can be grown. Thank you very much for that intervention. And now we can move to Sri Balan Paramula, and he's a farmer from the tribal region of Wayanad, and please make your intervention quickly. You can use the mic. സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാലൻ, പാറമൂല, വെള്ളമുണ്ട പഞ്ചായത്ത്. നമ്മളൊരു പരമ്പരാഗത കർഷകരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 20 ഏക്കർ പരമ്പരാഗത നെൽ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്കൊരു പരാതിയാണ് പറയാനുള്ളത്. നമ്മുടെ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയ നെൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. എടുക്കാൻ ആളില്ല. നമ്മൾക്കിപ്പോൾ 100% രാസവളങ്ങളോ കീടനാശിനികളോ അടിക്കാത്ത 100% ഉറപ്പിക്കുക. എല്ലാവർക്കും അറിയാം, നമ്മളെ പരമ്പരാഗത രീതിയിലുള്ള നെല്ലുകൾ നമ്മൾ ഹൈറ്റിൽ വരും. അത് രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. പക്ഷെ അത്രയും 100% രാസവളങ്ങൾ ഇല്ലാതെ ഉണ്ടാക്കുന്ന നെല്ല് അല്ലെങ്കിൽ അരി എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. രണ്ടാമത്, ഇത് പ്രൊഡക്റ്റ് ചെയ്ത് അരിയാക്കി വിൽക്കാനുള്ള സംവിധാനം നമുക്കില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത് കർഷകൻ എന്ന നിലയിൽ. ഞങ്ങൾക്കിപ്പം ഒരു 2 ടണ്ണോളം നെല്ല് കൊടുക്കാറുണ്ട്. എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. 1-2 ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, പാരേട്ടാ എന്താ ചെയ്യുക, നമ്മളെ നെല്ല് കൊടുക്കണം, എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പറയാനുള്ള മറുപടി ഇല്ല. അരിയാക്കി കൊടുക്കാനാണ് ഇപ്പം നമുക്ക് RGDB സെന്ററിൽ ഒരു മില്ല് കിട്ടിയിട്ടുണ്ട്. 100% തവിടോട് കൊടുക്കുന്നതാണ്. പക്ഷേ അത് കൂടുതൽ സക്സസ് അല്ല. അത് എല്ലാവർക്കും അരി പോകുന്നില്ല. അത് ആവശ്യക്കാർക്ക് മാത്രം ഒരു 5, 2, 3, 4 കിലോ അങ്ങനെ വേണ്ടു. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്കില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത് കർഷകൻ എന്ന നിലയിൽ. Yeah, well, thank you, Balanji, for your intervention. And now we can hear from Mr. Jose Thayil, and the chairman of Kisan Service Society. Respected Chair, വിശിഷ്ട വ്യക്തികളെ, കിസാൻ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തെ പ്രതിനിധിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കിസാൻ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം കേരളത്തിൽ 202 പഞ്ചായത്തുകളിൽ അതിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് 11 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ യൂണിറ്റ്, ലക്ഷദ്വീപ്, മാന്തമാൻ, നിക്കോബാർ ദ്വീപ് അടക്കം ഇതിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 10 കൺട്രീസിൽ കിസാൻ KSS ചാപ്റ്ററുകളായിട്ട് ഇന്റർനാഷണൽ ചാപ്റ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓർഗനൈസേഷന്റെ കീഴിൽ ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 700ഓളം SHGs ഞങ്ങൾ ഫാമിംഗ് മേഖലയിലും അതുപോലെ തന്നെ
മാർക്കറ്റിംഗ് മേഖലയിലും വാല്യൂ ആഡ് മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 300ഓളം JLG ഗ്രൂപ്പുകൾ അതിൻ്റെ കീഴിൽ വിവിധങ്ങളായ പ്രൊഡക്റ്റുകൾ ഇറക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മില്ലറ്റ് വർഷം പ്രമാണിച്ച് ഞങ്ങൾ കേരള മില്ലറ്റ് മിഷനിലും കിസാൻ സർവീസ് സൊസൈറ്റി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ മില്ലറ്റ് മിഷൻ അസോസിയേഷനിലും കിസാൻ സർവീസ് സൊസൈറ്റി പങ്കാളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നിരവധി അറിവുകൾ കിട്ടി. ഞങ്ങൾക്ക് ഗ്ലോബൽ മില്ലറ്റ് മിഷനിലും കേരള മില്ലറ്റ് മിഷനിലും ഒക്കെ കിസാൻ സർവീസ് സൊസൈറ്റി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് അറിവുകൾക്ക് കുറവുകളില്ല. പക്ഷേ ഇത് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ദൗത്യം കിസാൻ സർവീസ് സൊസൈറ്റി ഏറ്റെടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം. എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും കർഷകരുടെ നല്ല ഗ്രൂപ്പുകളുണ്ട്. കർഷകർ മാത്രമല്ല, ഉദ്യോഗസ്ഥരും റിട്ടയർഡ് ആയവരും ബിസിനസ്സുകാരും വ്യവസായികളും ഒക്കെയുള്ള നല്ലൊരു ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് ഓരോ ഗ്രാമത്തിലുമുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടത് അറിവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ട മറ്റു സപ്പോർട്ടുകളും കൂടെ. ഇപ്പോൾ ഞങ്ങൾ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് സപ്പോർട്ട് തന്നു. കാസർഗോഡ് ജില്ലയിൽ ഒരു സെമിനാറിന് വെച്ചിട്ട് കഴിഞ്ഞ 16-ാം തീയതി വെച്ചിട്ട് ഫാക്കൽറ്റിയെ കിട്ടാനില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റീസിന് മാർച്ച് മാസത്തിൽ ഒരിടത്തും ഫ്രീ ഇല്ല എന്ന് ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരെ വിളിച്ചു നോക്കി, ഫാക്കൽറ്റി കിട്ടാനില്ല. ഇപ്പോൾ ഇന്നലെ എറണാകുളത്ത് നബാർഡിന്റെ ട്രെയിനിങ് കിട്ടി. ഫാക്കൽറ്റിക്ക് ക്ഷാമമാണ്. നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ അവിടെ വേണം. ഞങ്ങൾക്ക് കർഷകർക്ക് ക്ഷാമമില്ല, കർഷകരുടെ ക്ലാസ് ഉണ്ട്. പക്ഷേ കർഷകരുടെ ക്ലാസ് മാത്രം ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നില്ല. എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾക്ക് വൈകിട്ട് 8 മണിക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഞങ്ങൾ 2-3 തിങ്കളാഴ്ചകൾ ഇപ്പം മില്ലറ്റിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുത്തു. കേരളത്തിൽ 202 പഞ്ചായത്തിലായിട്ട് ഞങ്ങൾക്ക് 845 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന് 845 പഞ്ചായത്തുകളിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 2.25 ലക്ഷം പേര് ഞങ്ങളുടെ വ്യൂവേഴ്സ് ആണ്. ഒരു ന്യൂസ് ഇട്ടാൽ 2.25 ലക്ഷം പേര് ഓരോ ദിവസവും കാണുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് 60 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ജെ കിസാൻ എന്നുള്ള ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു നെറ്റ്വർക്ക് ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ സംഭവമാക്കി നമുക്കിതിനെ കൊണ്ടാകാം. G20 വരികയാണ്. G20യുടെ പ്രമേയത്തിലും Y20 പല ജില്ലയിലും നടക്കുന്ന Y20കളിൽ കിസാൻ സർവീസ് സൊസൈറ്റി മില്ലറ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ C20യിലും ഞങ്ങൾ ഈ NGOസിന്റെ C20യിലും ഈ മില്ലറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട സപ്പോർട്ട് വരണം. ഞങ്ങൾ നടക്കുന്ന സെമിനാറുകളിൽ ഉച്ചഭക്ഷണം മില്ലറ്റിന്റെ ബിരിയാണിയാണ്. മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണി മില്ലറ്റിന്റെ ഫുഡുകളാണ്. സ്നാക്സ് ഒക്കെ മില്ലറ്റിൻ്റെയാണ്. മില്ലറ്റിന്റെ പായസമാണ് ഞങ്ങൾ നടക്കുന്ന സെമിനാറുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ആവശ്യം നമുക്ക് ഗ്രാമങ്ങളിൽ നടക്കുന്ന സെമിനാറുകളിലേക്ക് നിങ്ങളുടെ പങ്കാളിത്തം വേണം. മില്ലറ്റിന്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടീം ഞങ്ങൾക്കുണ്ട്. പായസം ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചില യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. വരുമാന മാർഗമാണ് മില്ലറ്റ് പായസത്തിന്റെ ചലഞ്ച്. അപ്പോൾ ഇതുപോലുള്ള ഒരു സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ സാധിക്കും. അത് ഞാനും ഈ സമയം അഭ്യർത്ഥിക്കുകയാണ്. Thank you for both Mr. Balan and Jose. I think I understand from Bala that both of them, they have expressed the need for skill development and marketing. Though, we are talking about strengthening the seed system and production, all local level processing, at the end of the day, it has to reach to the market. Certainly, MSSRF is available for you. And also, there are institutions, Dr. Shakila knows about that, and CFTRI, he spoke about a lot of skill building opportunity. University of Agricultural Sciences, Dharwad is there, and Bangalore, US Bangalore is there. And in Tamil Nadu, there are Tamil Nadu Agriculture, there are many places. Resource persons are there. You can take the resources, you can go to their institution and you can learn from them. And also you can have them on your village so that, in terms of setting up suitable machinery, value addition, and then branding and labeling, which is very important. Nutrition facts, designing the nutrition facts related to millets, ingredients, and so on, and safety, food safety. These are the aspects. In addition to that, the taxation, and there are many other aspects of it. So that definitely I agree with you, both of you. Whenever, we have quality packing, appealing one with facts and figures, then only the common public, they will be attractive to your product. Certainly you require a lot of support from the system. You mentioned a role of NABARD. NABARD actually giving a lot of efforts on this, and we can discuss on that, when we are developing a way forward plan, moving forward in the context of NUS,
definitely we can very closed group discussions, very focused discussion with you people like you. Definitely, thanks for intervention, both of you. Now I call upon, no, he will be doing the vote of thanks. That's what I heard. Now I request, call Gregan Gobi, Senior Development Officer of MSSRF, to make his intervention. ഞാൻ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. കാരണം ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഒരു നേരത്തെ നമ്മുടെ ശ്രീ റെജി ജോസഫ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഒരു ഗ്ലോറിഫൈഡ് വേർഷനിലാണ് ഈ മില്ലറ്റും ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റും കാണുന്നത്. നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് റൈസ് സെലിബ്രേറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഇയർ ഓഫ് റൈസ് സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം കേരളത്തിലെ റൈസ് ഫീൽഡ് എത്രത്തോളം കൺവേർട്ട് ചെയ്ത് കുറഞ്ഞു വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. ആ സംസാരമെല്ലാം ഇന്റർനാഷണൽ ഇയർ ഓഫ് റൈസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു റൊമാൻസിന്റെ ഒരു അന്തർദേശീയവൽക്കരണമാണ് ഇങ്ങനെയുള്ള ഈ ചില ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതായത് നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സാധ്യതയുണ്ട്, മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മില്ലറ്റ് നേരത്തെ നമ്മളിവിടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഏറ്റവും അവസാനം ഞാനും വയനാട് ജില്ലയിലെ മില്ലറ്റ് കൾട്ടിവേഷനും കണ്ടതാണ്. ചില കേസിൽ ചില സമയത്തെങ്കിലും അപൂർവമായിട്ടെങ്കിലും ഇപ്പോൾ ട്രൈബൽ ഹാംലെറ്റിൽ മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. മില്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹരിത വിപ്ലവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മില്ലറ്റിന്റെ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഇന്ത്യയിൽ റിലീസ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഹൈ ഈൽഡിംഗ് വെറൈറ്റി റിലീസ് ചെയ്തതാണ്. ഒരു സയന്റിഫിക് സപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ നിന്നും മാറി ഹരിത വിപ്ലവത്തിന് ശേഷം അത് കൂടുതലായിട്ടും അതിന്റെ സപ്പോർട്ട്, സയൻസിന്റെ സപ്പോർട്ട് മുഴുവനായിട്ട്, സയൻസിന്റെ മാത്രമല്ല, ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷന്റെയും പോളിസിയുടെയും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് റൈസിലും വീറ്റിലേക്കും വന്നതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ക്രോപ്പുകളെല്ലാം വളരെയേറെ അവരുടെ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. ഇതില് സയൻസ് ഉണ്ടായിട്ട് കൂടിയും ചില സ്ഥലങ്ങളിൽ നിന്ന് മില്ലറ്റ് പോകാനുള്ള കാരണം മില്ലറ്റിന്റെ ഒരു പ്രോഫിറ്റ് ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ഈൽഡ് ഇല്ലായ്മയാണ്. ഇത് ഇപ്പോഴും കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടിയും പലരും ഫേസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒറീസ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഫേസ് ചെയ്യുന്നത്. പക്ഷെ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇതിന് വീണ്ടും ഒത്തിരി വില കൊടുത്താൽ മാത്രമേ കഴിക്കാൻ നമുക്ക് കിട്ടുന്നുള്ളൂ. കർഷകരുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ചെറിയ വിലയ്ക്ക് പോകുന്ന സാധനം അതിൽ കർഷകർക്ക് അനുകൂലമായൊരു വാല്യൂ ചെയിനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എഫേർട്ടോ ഇല്ല. ഇനി രണ്ടാമത് ഒരു നമ്മളുടെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി എല്ലാവർക്കും കൊടുക്കുന്നത് ഒന്നെങ്കിൽ അരിയോ അല്ലെങ്കിൽ വീറ്റോ ആണ്. ആ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഇതിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിലോ ഒരു ഡോമിനൻസ് ഈ ഒരു മില്ലറ്റിന് കൊടുക്കാതെ നമ്മൾ മില്ലറ്റ് പ്രൊമോഷന് വേണ്ടി എത്ര രൂപ ചെലവാക്കിയാലും മില്ലറ്റിന്റെ ഏരിയ വീണ്ടും കുറയാനാണ് സാധ്യതയുള്ളത്. മില്ലറ്റിൽ ഒത്തിരി ശാസ്ത്രീയമായ ഇടപെടലുകൾ നടക്കുന്നതായിട്ട് അറിയാം. ഇതിലുണ്ട്, പല രീതിയിലും അതറിയാം. ഇനി കേരളത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വയനാടിന്റെ കേസിലാണെങ്കിൽ നേരത്തെ നമ്മളുടെ കാടുകൾ വെട്ടിത്തെളിച്ചായിരുന്നു മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ആ സിറ്റുവേഷൻ പോയി. ചെറിയ കാടുകൾ പോലും നമുക്ക് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഒരു പ്ലാന്റേഷൻ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ചു. ആ സമയത്താണ് നമ്മളുടെ മില്ലറ്റിന്റെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ മില്ലറ്റിന്റെ കൾട്ടിവേഷൻ കുറഞ്ഞു വരുന്നത്. ഇന്ന് നിങ്ങൾ കുറുമ സെറ്റിൽമെന്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അലക്കുന്ന കല്ലിന് അടുത്ത് മറ്റൊരു കല്ലുണ്ടാവും. അവർ പറയുന്ന മുത്താറി കല്ലെന്നാണ്. ഈ മുത്താറി കല്ല് കുറുമ സെറ്റിൽമെന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനൊക്കും. മുത്താറി ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, എക്സ്റ്റെൻസീവായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, അത് അവർ ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മുത്താറിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നത്
കുറുമ ട്രൈബൽ കമ്മ്യൂണിറ്റിയും മറ്റു കുറിച്യ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. നമ്മളുടെ വയനാട്ടിൽ തന്നെ ഒരു മുത്താറി കുന്ന് എന്നുള്ളൊരു പ്രദേശമുണ്ട്. അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മുത്താറിയുടെ കൾട്ടിവേഷനാണ്. ഇപ്പൊ മുത്താറി പ്രൊമോഷൻ ആയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സ്ഥലം അല്ലെങ്കിൽ നമ്മളുടെ കാപ്പിയോ തേയിലയോ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് മുത്താറി ചെയ്യാനൊക്കില്ല. പിന്നെ മുത്താറി നമുക്ക് വീണ്ടും തിരിച്ച് വയലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മുത്താറി പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എല്ലാവരും പറയുന്നത് മുത്താറി വി ക്യാൻ സജസ്റ്റ് ആസ് എ സാൻഡ്വിച്ച് ക്രോപ്പ്. കാരണം വെച്ചാൽ 2 നെല്ലിന്റെ സീസണുകളുടെ ഇടയ്ക്ക് ഒത്തിരി സമയം നെൽവയലുകൾ ഗ്യാപ്പിലിടുന്നു. ഇവിടെ നഞ്ച പുഞ്ച എന്നുള്ള കൃഷിയാണുള്ളത്. 2 സീസണിലാണ് കൃഷി നടക്കുന്നത്. പുഞ്ച കൃഷി ഒരു നഞ്ച കൃഷി ചെയ്യുന്ന 70-80% സ്ഥലത്തും പുഞ്ച കൃഷി ചെയ്യാറില്ല, കാരണം വെള്ളമില്ലാത്തത് കൊണ്ടാണ്. അവിടെ ഒരു സാൻഡ്വിച്ച് ക്രോപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ ഗ്യാപ്പില് നമുക്ക് നെൽവയലുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിൽ നമുക്ക് അതിന്റെ കൾട്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യാം. കൾട്ടിവേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് വീണ്ടും ഒരു കൺഫ്യൂഷനാണ്. അതിനൊരു സാധ്യതയുണ്ട്. അല്ലാതെ നേരത്തെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തതുപോലെ ഹിൽ സ്ലോപ്പ് മില്ലറ്റ് കൾട്ടിവേഷൻ വയനാട്ടിൽ ഇനി പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അതില് സാധ്യമായ ഒരു മാർക്കറ്റ് ലിങ്കേജ്, കാരണം വെച്ചാൽ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം 1-2 വർഷം നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളുടെ സപ്പോർട്ടോട് കൂടി മില്ലറ്റ് കൾട്ടിവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ആ ഒരു കൾട്ടിവേഷൻ നമ്മൾ ഇല്ലാതാക്കും. വയനാട്ടില് കർഷകർക്ക് ലാഭകരമല്ലാത്ത ഒരു ക്രോപ്പും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാഭകരമാക്കാനായിട്ടുള്ള മറ്റ് മെക്കാനിസവും കൂടെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മില്ലറ്റ് കൾട്ടിവേഷൻ കൊണ്ടുവരാനുകയുള്ളൂ. മില്ലറ്റിന് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട്. അതിന്റെ കൺസംഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ബോധവൽക്കരണം എല്ലാ ആംഗിളിൽ എല്ലാ തലത്തിലും നമ്മൾ നടത്തുക. അതോടൊപ്പം തന്നെ അതിന്റെ കൾട്ടിവേഷനും പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതിന് പ്രോസസ്സ് ചെയ്യുക. ആ ഒരു നെറ്റ്വർക്കും ഇത് ചെയ്യുക. ഒരു മിനിമം വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ 10 വർഷം കൊണ്ടെങ്കിലും നമുക്കൊരു സൈസബിൾ ഏരിയയിലേക്ക് മില്ലറ്റ് കൊണ്ടുവരാനൊക്കും. ആ എഫേർട്ടും ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് എന്നുള്ള രീതിയിൽ ഈ 2023 തുടങ്ങി 2023 അവസാനിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പ്രാധാന്യം കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞ് അടുത്ത ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ മില്ലറ്റ് ഒരു സാധ്യതയുമില്ലാത്തൊരു ക്രോപ്പായി മാറും. അതുകൊണ്ട് സാധ്യതയുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന അവസാന ചാൻസ് ആണ് നമുക്ക് ഇത് എന്നുള്ള രീതിയിൽ എഫേർട്ട് നടത്തുക. അതിൽ എല്ലാവരും എഫേർട്ട് നടത്തണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, മാർക്കറ്റ്, അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കൺസൾട്ടഡ് സപ്പോർട്ട് ഫാർമേഴ്സിനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മില്ലറ്റ് വരികയുള്ളൂ. മില്ലറ്റ് വളരും, പക്ഷെ മില്ലറ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. Ending note, I think we need to be a little more positive in the context of regenerating agriculture, particularly in the context. It is I completely agree with you. It's an uphill task. India has achieved and we have reached to this milestone after a lot of battle. It is not that easy. Particularly, Dr. Nambudiri, the doyen of the agriculture science, elderly person who is here. It is not that easy to push the neglected underutilized crops into mainstream agriculture. So since morning, I've just tried to wrap it up. In the context of Kerala, there are certain critical actions. Probably Dr. Shakila may be helpful to have the way forward action plan in the context of NUS. I understand that the awareness creation at all levels are very critical. That is what we heard from many of the panelists here. At all levels, in the sense from the children to many tiers of the population, because the knowledge related to millets are very, very limited. So we need to really inculcate this value with the school children. At that level, we need to harmonize it.
And then the seed system development. We understand only Attapadi and the block is now talking about millets. There are other places also in silos, but we need to really identify millet hotspots region in the state. Maybe it may be in Kannur region or in Kasaragod region or in Palakkad region, where need to identify millet hotspot region. Maybe the tribal farmers, there are many tribal groups, they may be still cultivating millets. We do not know. We need to document it, as Dr. Megha was talking about, document it and characterize it and make it possible for the R&D, research and development. Then people are now talking about alternative seed system, not much depending on the mainstream seed system, public seed system. The people-driven participatory varietal selection, participatory farmers variety selection, and it is more of an endogenous seed system. So that is probably required for Kerala context, because it is being cultivated in very limited locations, so that it is not externally driven seed system, probably a local driven seed system involving farmers engagement, women engagement, that would be very helpful. And farmer friendly seed, the cultivation system. People were talking about the mixed farming system, relay cropping system, and so on. So that kind of farmer friendly cultivation system, what is existing there, that has to be studied and documented, and that has to be scaled up. That is very important. Local level mechanization. Now there are many processing industries are there available in Salem, in Erode, in Coimbatore, across millets, right from pearl millet to kodo millet. Now we have tabletop wet grinder kind of small scale dehulling machinery is also available. Bond technology, they have invented very recently a tabletop processing facility for all millets. It's a comprehensive prototype. So it is not that facilities are not available. We can always leverage and make it available for the youth. And when we talk about youth, Girijan was talking about, it should be economically viable. And at the production per se, we cannot achieve that. So value addition is a pathway. In case of millets, value addition is the only pathway. Value addition, branding, labeling, and we talked about organic labeling also. So we need to really look at some premium market segment where how the millet, the proposed millet can go. Then only we can attract youth and retain them in this millet farming system. Otherwise, they will have a comparative advantage of other crops. Then definitely the package of local recipe development, validation of TK as a health product, and also by doing that, any access and benefit sharing model can be driven. So that kind of aspect is very important. At the end of the day, whether it is a Karnataka millet mission or Odisha millet mission, wherever we are doing now, Chhattisgarh is also into a millet mission model. Wherever people are saying this entire conservation, cultivation, consumption, and commerce approach is there, but unless otherwise we address the requirement of community institutions, whether it is a women groups or farmer producer organization, unless we strengthen them from the scratch, from the seed to processing to the value addition and marketing, it will not be sustainable. We will have so many millet mission programs, but it will not be sustainable. So we need to really work with the custodian farmers first. And then that is how we started in Kolli Hills and also in Koraputtu region. So we need to really identify those areas where we need to work with the tribal farmer group and the women group and start documenting it, and then build them confidence level, and then take them to different R&D institutions. Then definitely we will have a positive environment for millets in Kerala. I stop here and I invite our friend Mr. Krishna Das to come over here and deliver the vote of thanks. You can come here. You can take the seat.
വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നെ അർപ്പിച്ച കർമ്മം നന്ദി രേഖപ്പെടുത്തി. എന്നിരുന്നാൽ 2 വാക്ക്. നമ്മളിപ്പം മില്ലറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇത് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാന്നുള്ളത്. നമുക്ക് എളുപ്പമായിട്ട് എത്തിക്കാൻ പറ്റും. കുട്ടികളിൽ അംഗനവാടികൾ ഇഷ്ടത്തിനുണ്ട്. അവർക്ക് ആഴ്ചയിൽ 2 ദിവസം മില്ലറ്റിന്റെ ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഈ സെമിനാർ സർക്കാരിനോട് ഒരു പ്രപ്പോസൽ വെക്കുക. അതേപോലെ കുട്ടികൾക്ക് ഉച്ചകഞ്ഞി സ്കൂളിൽ 5 ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിൽ 2 ദിവസം നമുക്ക് മില്ലറ്റിന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയാം. കാരണം ഇത് കൊടുക്കാൻ ഇതുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പ്രശ്നം. കാരണം നമ്മൾ വയനാട് ജില്ലയിൽ പാരമ്പര്യമായിട്ടൊരു കർഷകനാണ്. 80 മുതൽ 90 വരെ ചാമ കൃഷി ചെയ്തിരുന്നു. പക്ഷെ ഇത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് വിളവെടുപ്പ് ഒരു പ്രശ്നമാണ്. കാരണം ഈ കാലാവസ്ഥ മാറ്റം, പിന്നെ ഇത് വിളവെടുക്കണമെങ്കിൽ നമ്മൾ ഇഴുകെട്ടി അടിച്ചൊക്കെയാണ് പണ്ട് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഇത് എല്ലാവരും ഇതിൽ നിന്ന് ബാക്കോട്ട് പോകുന്നത്. ഇപ്പൊ നെൽകൃഷി തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നതിന്റെ കാരണം കൊയ്ത്തുമതി യന്ത്രം ഉള്ളതുകൊണ്ടാണ്. കാരണം ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പകുതി ആൾക്കാർ അത് ഒഴിവാക്കും. അപ്പൊ നമ്മൾ ആധുനികമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്താൽ ഇത് വിളവെടുപ്പ് എങ്ങനെ എടുക്കുക എന്നുള്ള രീതി പിന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് കൃഷിയിലേക്ക് കുറച്ച് പേരും കൂടി വരും. പിന്നെ 90-ന് ശേഷം ഇത് ഒന്നാമത് നിൽക്കാൻ കാരണം നമ്മളെ വയനാട് ജില്ലയിലേക്ക് വാഴകൃഷിയും ഇഞ്ചിയും ചേനയും വയലിലേക്ക് കണ്ടമാനം കൃഷി വന്നത് കൊണ്ടാണ് ഇത് നിന്നത്. അല്ലാതെ വേറെ പ്രശ്നം കൊണ്ടൊന്നല്ല. അന്ന് സർക്കാർ ഇതിനൊരു നല്ലൊരു രീതിയിലൊരു തീരുമാനം, അല്ലെങ്കിൽ വയലിൽ ഇങ്ങനെയുള്ള കൃഷി എടുക്കാമെന്ന് ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഈ വയനാട് ജില്ലയിലല്ല കേരളത്തിൽ ഒരു വയലും കരയാവില്ലായിരുന്നു. പക്ഷെ ഈ വൈകിയ വേളയിൽ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിയമനിർമ്മാണങ്ങളൊന്നുമില്ല. പക്ഷെ ഇനി കുറച്ചുള്ള സ്ഥലത്ത് അടുത്ത തലമുറയെ കൊണ്ട് കൃഷി ചെയ്യിക്കാനുള്ള സംവിധാനം നോക്കുക, അല്ലെങ്കിൽ അടുത്ത തലമുറയും ഇതിൽ നിന്ന് ഒഴിവാകും. ഇത്ര മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാലും. നന്ദി. അതേപോലെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്ദി. എനിക്ക് തോന്നുന്നു ഇതിന്റെ അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ 5 പോയിന്റുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ചർച്ചകളിൽ നിന്നും വന്ന കാര്യം ഒന്ന്, ബോധവൽക്കരണമാണ് നമുക്ക് അത്യാവശ്യമായി ചെയ്യേണ്ടത്. കുട്ടികളിലേക്കും യുവാക്കളിലേക്കും പ്രത്യേകിച്ച് അമ്മമാരിലേക്കും ഈ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. വിത്ത് പരിപാലനത്തിനായി നമ്മൾ ചില ഘടനകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കർഷകരുടെ പങ്കാളിത്തത്തോടെയുള്ള വിത്ത് പരിപാലനം ആവശ്യമാണ്. കർഷക സൗഹൃദ കൃഷിരീതികൾ നമ്മൾ പഠിച്ച് വികസിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. യന്ത്രവൽക്കരണം കൊണ്ടുവരേണ്ടതുണ്ട്. കൃഷിയിൽ മാത്രമല്ല, അതിൻ്റെ സംസ്കരണത്തിലും. എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായി എന്ന് കരുതുന്നു. ഇത് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം. ക്യാൻറ്റീനിലേക്ക് പോയി ഭക്ഷണം കഴിക്കാം. നമുക്ക് തിരിച്ച് 3 മണിക്ക് തന്നെ ഈ ഹാളിൽ തിരിച്ചു വരേണ്ടതുണ്ട്. നന്ദി.